വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുവാൻ വന്നിട്ടുള്ള ബഹുമാന്യനായ അബ്ദുൽ മജീദ് ഹുദവി, വേദിയിൽ സന്നിധരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം വളരെ വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ഘാടന സെഷൻ വളരെ ചുരുക്കി പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കൽ ആവശ്യമാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു സ്വാഗത പ്രഭാഷണത്തിന് പ്രസക്തിയില്ല എന്നറിയാം. നമ്മുടെ അതിഥികളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ദീനി ദഅവത്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രണ്ട് ഉദവി സുഹൃത്തുക്കളാണ് ഇന്ന് നമുക്ക് ഇവിടെ നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ ഡോക്ടർ സുബൈർ ഹുദവി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാവും. ഇതിനു മുമ്പ് ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം നമ്മുടെ മലയാളം സർവകലാശാലയിലൊക്കെ ജോലി ചെയ്തിരുന്നു. അതുപോലെ തന്നെ ദാൽഹുദ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറൊക്കെ ആയി വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ദേവാപ്രവർത്തനവുമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബംഗാൾ സംസ്ഥാനത്ത് ദാൽഹുദ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓഫ് ക്യാമ്പസും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ വിഷയം അവതരിപ്പിച്ച് ഇവിടെ സംസാരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ മജീദ് ഹുദവി, അദ്ദേഹം ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. ഖത്തർ അൽ ജസീറ ചാനലിൽ ആണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഇസ്ലാം ഓൺ വെബ്സൈറ്റിന്റെ ചാലക ശക്തികളിൽ ഒരാളായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് മസലകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്ന് അതിനൊക്കെ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ആ ബോഡിയിലൊക്കെ അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യവും സജീവമായ ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബാബുഹാജി പറഞ്ഞത് നമുക്ക് ചടങ്ങുകൾ പൂരിപ്പിക്കേണ്ടതില്ല, നേരിട്ട് അതിഥികൾ ക്ഷണിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒക്കെ സൗകര്യത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥികളെ ഈ പരിപാടിയിലേക്ക് ഡോക്ടർ സുബൈർ ഹുദവിയെയും അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മജീദ് ഹുദവിയെയും ഈ പരിപാടിയിലേക്ക് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവരെ ആമുഖ പ്രഭാഷണം നടത്താൻ വേണ്ടി ഡോക്ടർ സുബൈർ ഹുദവിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغي الفساد في الأرض إن الله لا يحب المفسدين. صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم والعلم يا أمة سيدنا محمد. اللهم صل وسلم وبارك عليه. ബഹുമാന്യരായ മുഅ്മിനുകളെ, ഇവിടെ ഖിറാർ നിർവഹിച്ച സയ്യിദ് ഹാജി തങ്ങൾ, സ്വാഗതം പറഞ്ഞ ബഹുമാന്യനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ, ഇവിടെ അധ്യക്ഷനായ ഈ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ പ്രസിഡന്റ് കൂടിയായ പി ബാബുഹാജി, അതുപോലെ ഇവിടുത്തെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുസലാം, ട്രഷററായ ഷുക്കൂർ കലീമൻ, എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ മജീദ് ഹുദവി, ബഹുമാന്യരായ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ജ്യേഷ്ഠാനുജ സഹോദര സഹോദരിമാർ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വേദിയിൽ വീണ്ടും വരാനും നിങ്ങളുമായി സംവദിക്കാനും സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇവിടെ സക്കാത്ത് ഒരു സമഗ്ര പഠനം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ സുഹൃത്ത് അബ്ദുൽ മജീദ് ഹുദവിയുടെ ഒരു സമഗ്രമായ ക്ലാസും സംശയ നിവാരണവും നടക്കാനുണ്ട് എന്ന ഒരു ഔചിത്യബോധം സൂക്ഷിക്കണം.
എന്നെനിക്ക് ഉറപ്പുണ്ട്, താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആമുഖ ഭാഷണം നീട്ടിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ പരമാവധി അതിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്താൻ ഒരു ശ്രമം നടത്തണം. എത്ര വിശദീകരിച്ചാലും ഒരുപാട് സംശയങ്ങൾ വീണ്ടും ബാക്കിയുണ്ടാകും. എനിക്ക് തോന്നുന്നു മജീദ് ഉദവിയുടെ സംശയ നിവാരണത്തിന് കൂടുതൽ നല്ലൊരു അവസരം നൽകും നമ്മുടെ സമയത്തിന് ലിമിറ്റ് ചെയ്തിട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഒരുപാട് സംവിധാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നൽകപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പാരത്രികമായ ലോകത്തെ കാംക്ഷിച്ചുകൊണ്ട് ഭൗതികമായ ലോകത്ത് പ്രവർത്തിക്കുക എന്നതാണ് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗം. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പാരത്രികമായ ലോകത്തെ കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. മനുഷ്യനോട് നൽകപ്പെടുന്ന ഒരു ആഹ്വാനം അതാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ശ്വാസവും ഉച്ഛ്വാസവും അനക്കവും അടക്കവും എല്ലാം ഇസ്ലാം ആണ്, സബ്മിഷൻ ആണ്, അള്ളാഹുവിനുള്ള വഴിപ്പെടലാണ് എന്ന് ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. കേവലമായ നമസ്കാരങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ എന്നതിലപ്പുറം മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യന് നൽകുന്നു. എല്ലാ ഓരോ കാര്യങ്ങളിലും അവന്റെ ലൈംഗികത പോലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ എന്ന് സഹാബത്ത് തിരിച്ചു ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹറാമിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് കുറ്റകരമല്ലയോ എങ്കിൽ അത് ഹലാലിൽ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രതിഫലാർഹമാണ്. വഫീബുല്ലഹിക്കും സദഖ. അപ്പൊ മനുഷ്യന്റെ ലൈംഗികത എന്ന് പറയുന്നത് പോലും മനുഷ്യനെ ആ ഒരു തരത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന ഒരു ഘടകമാണ്. പാരത്രികമായ ലോകം കാംക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട രംഗങ്ങളാണ് സാമ്പത്തികമായ രംഗവും ലൈംഗികമായ രംഗവും. സാമ്പത്തിക ശുദ്ധിയും ലൈംഗിക ശുദ്ധിയും മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. അതിൽ സാമ്പത്തികമായ ശുദ്ധീകരണത്തെക്കുറിച്ചും ശുദ്ധിയെക്കുറിച്ചും ക്രയവിക്രയങ്ങളെക്കുറിച്ചും മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന സക്കാത്ത് എന്നത് അതിന് ഇബാദത്തുമായി അള്ളാഹു ബന്ധിപ്പിച്ചു. ആരാധനകളെ ഭൗതികമായ സങ്കല്പങ്ങളോടെ കാണുക എന്നുള്ളത് മനുഷ്യന് നിരന്തരമായ ഒരു പ്രവണതയാണ്. ഒരുതരം സെക്യുലറാകാനുള്ള ശ്രമം മനുഷ്യൻ നിരന്തരമായി നടത്താറുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ സെക്യുലർ മുസ്ലിങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളുടെ ഇടയിലോ നടത്തും. അങ്ങനെ നമ്മുടെ ആരാധനകളെ ഭൗതികമായ സമസ്യകൾക്ക്, ഭൗതികമായ വിഷയങ്ങൾക്ക് സമാനമായ രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ നമസ്കാരം ഒരു എക്സസൈസ് ആണെന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. 5 വക്ത് നമ്മുടെ ജീവിതത്തെ ഒരു ചിട്ടപ്പെടുത്തും. അങ്ങനെ അതിന്റെ ഒരുപാട് ഹിക്മത്തുകളെ മുന്നിൽ വെച്ച് പരിചയപ്പെടുത്തി കൊടുക്കും. സക്കാത്തിനെ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ട് അവതരിപ്പിക്കും. നോമ്പിനെ ഒരു ഡയറ്റിംഗ് ആയിട്ട് അവതരിപ്പിക്കും. അങ്ങനെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഹജ്ജ് ഒരു ടൂറൊക്കെ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലാണുള്ളത്. നമസ്കാരം ഒരു ഇബാദത്താണ്. ഒരു മനുഷ്യന്റെ ബോധം മറയാത്ത കാലത്തോളം, കിടപ്പായിൽ കിടക്കുന്ന ഒരു മനുഷ്യന് തന്റെ ബോധം മറയാത്ത കാലത്തോളം അവന്റെ മനസ്സിൽ അവൻ നമസ്കാരത്തെ പൂർണ്ണമായും കൊണ്ടുവരണം. ആ ഒരു സമയത്ത് അവന്റെ മേൽ ഒരു തക്ലീഫുള്ള മനുഷ്യന്റെ മേൽ നിർബന്ധമാണ്. അത് ഇബാദത്താണ്. അതിന്റെ എക്സസൈസിന്റെ ഒരു ഘടകവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നോമ്പൊരു ഇബാദത്താണ്. ചിലപ്പോൾ അതൊരിക്കലും ആരോഗ്യകരമായി വിശദീകരിക്കാൻ പോലും കഴിയില്ല. 18-19 മണിക്കൂർ നോമ്പ് നോക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇനി ഇതാ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള പകലുകൾ വരാൻ പോവുകയാണ്. അത്രയും സമയം വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ആരോഗ്യവുമല്ല, അത് ഒരു ഡയറ്റിങ്ങും അല്ല, അത് ഇബാദത്താണ്. അതുകൊണ്ട് മറ്റുപകാരങ്ങൾ ഉണ്ടായേക്കാം. വിശദീകരിക്കപ്പെടേണ്ടത് ഇബാദത്താണ് എന്ന രീതിയിലാണ്. സക്കാത്തിനെയും ആ ഒരു വിധത്തിലാണ് കാണേണ്ടത്. അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നല്ല. സക്കാത്ത് കൊടുക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ലോകത്ത് വളരെ അപൂർവമായ മുസ്ലിം ജനസമൂഹങ്ങളിലാണ് സാമ്പത്തികമായ ദുരവസ്ഥ ഇല്ലാതെയായി പോയിട്ടുള്ളത്. സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾ ഇല്ലാതെ പോയതിനെ നമ്മൾ വളരെ പ്രത്യേകം എടുത്തു പറയാൻ സാധിക്കും. ലോക മുസ്ലിം സമൂഹത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഒരു ഇസ്ലാമിക ഭരണം നടപ്പിലായിട്ടുള്ളത് എന്നതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചർച്ചയാണ് ലോക സമൂഹത്തിൽ എത്ര മുസ്ലിം സമൂഹത്തിനാണ് സക്കാത്ത് കൊടുത്തുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ സാധിച്ചത് എന്നത്. ഒരു പരിധിവരെ ചിലയിടങ്ങളിൽ അത് ഒരുപാട് സാമ്പത്തികമായ മുന്നേറ്റങ്ങളെ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. അതിനപ്പുറം മുസ്ലിം അതിനൊരു ഇബാദത്തായി കാണണം. കൊടുക്കുന്നവൻ ചെയ്യുന്ന ഔദാര്യമല്ല, അത് കൊടുക്കുന്നവന്റെ ഇബാദത്താണ്. അത് തത്വീറാണ്. ഞാൻ ശുദ്ധീകരിക്കുകയാണ്. എന്റെ സമ്പത്ത് നിശ്ചിതമായ കാലയളവിൽ നിശ്ചിതമായ അളവ് വെച്ച് നിശ്ചിത കാലയളവ് പൂർത്തിയാക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു വിഹിതം എന്റേതല്ലാതായി മാറുന്നു. ഞാൻ എന്റെ സ്വത്തിനെ ശുദ്ധീകരിക്കുന്നത് അതിന് അവകാശപ്പെട്ട ആളുകൾക്ക് കൊടുത്തു വിട്ടുമ്പോഴാണ്. അതെന്റെ ബാധ്യതയാണ്, എന്റെ ഇബാദത്താണ്.
അതെനിക്ക് നിയ്യത്ത് ചെയ്തു തീർക്കാനുള്ള നമസ്കാരം പോലെ ഭവ്യതയോടെയും ഖുശൂഅോടെയും ഖുദൂഅോടെയും ദൈവപ്രീതിയോടെയും അള്ളാഹുവിനോട് എന്നെ കാംക്ഷിച്ചുകൊണ്ടും ചെയ്തു തീർക്കേണ്ട ഒരു ഇബാദത്താണ്. അതെന്റെ ഒരു ഔദാര്യമല്ല ഞാൻ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റിലേക്ക് മനുഷ്യൻ എത്തേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അഖീമുസ്സലാത്ത വആതു സക്കാത്ത് ഖുർആനിൽ നമസ്കാരം നിലനിർത്താൻ പറഞ്ഞയിടങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും സക്കാത്തിനെ കൊടുത്തുവിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ നമസ്കാരത്തെക്കുറിച്ചുള്ള ആഹ്വാനങ്ങൾ നിരന്തരമായി നടക്കുമ്പോഴും സക്കാത്തിനെ കുറിച്ചുള്ള ആഹ്വാനങ്ങൾ കേവലമായ പറച്ചിലുകളിൽ ഒതുങ്ങുകയും പ്രായോഗിക തലത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു നഗ്നസത്യം നമ്മൾ അനുഭവിക്കുകയാണ്. അത് നമ്മുടെ ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുകയാണ്. അത് വേണ്ട തരത്തിലുള്ള ഒരു പ്രായോഗികവൽക്കരണം അതിന് നടക്കുന്നില്ല. ചർച്ചകൾ അടുത്ത കാലത്തായി കൂടുതൽ വരുന്നുണ്ടെങ്കിലും അതിനൊരു പ്രായോഗിക തലത്തിലേക്ക് സക്കാത്തിനെ ഒരു ഇബാദത്തായി അനുഷ്ഠിക്കാനുള്ള ഒരു പ്രായോഗിക പ്രവർത്തനങ്ങൾ വ്യാപകമായി നടത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല മനുഷ്യർ നമസ്കാരത്തെക്കുറിച്ചുള്ള അമലുകളെ കുറിച്ചൊക്കെ അറിയാം. സക്കാത്തുകളെ കുറിച്ചുള്ള ഒരു അമൽ എന്ന രീതിയിൽ പ്രാഥമികമായ അതിന്റെ ജ്ഞാനങ്ങൾ പോലും മനുഷ്യന് അറിയാതെ പോകുന്നു. സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും വളരെ പെർഫോമിംഗ് ആയ വളരെ പ്രാക്ടീസിംഗ് ആയ മുസ്ലിംസിന് പോലും അത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അത്തരണത്തിലാണ് ഇത്തരം സക്കാത്തിനെ കുറിച്ചുള്ള അവബോധങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അത് നമ്മുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ഹിക്മത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ സമ്പത്തിനെയും അവരുടെ ശരീരത്തെയും സ്വർഗം പകരം നൽകിക്കൊണ്ട് അവരിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു എന്ന് തുടങ്ങി ഒരുപാട് അധ്യാപനങ്ങൾ മനുഷ്യൻ അവന്റെ സാമ്പത്തികമായ ബന്ധം എങ്ങനെ നിർണ്ണയിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട് മനുഷ്യനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരന്തരമായി മനുഷ്യരെ ഓർമ്മപ്പെടുത്തിയതാണ് നമ്മൾ സമ്പത്ത് എന്നുള്ള ഘടകത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏത് രീതിയിലാണ് നിർവഹിക്കേണ്ടത്. ഒരു പെന്നി, ഒരു ചെറിയ പണം പോലും നമ്മുടെ കയ്യിലെത്തുന്നതും നമ്മുടെ കയ്യിൽ നിന്നും ചെലവാകുന്നത് വരെയുള്ള അതിന്റെ ക്രയവിക്രയങ്ങൾ, അതിന്റെ വാങ്ങലും കൊടുക്കലും, അതിന്റെ ഉപയോഗവും, അതിനോടുള്ള മനുഷ്യന്റെ മാനസികമായ ബന്ധവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അല്ലാഹുമായുള്ള ബന്ധത്തോട് കൃത്യമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവിടെ സമ്പത്തിന് പിന്നാലെ പോകുന്ന മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സമ്പത്ത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാൻ ആഹ്വാനം ചെയ്യുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾ, കുടുംബ ബന്ധങ്ങൾ, ബ്ലഡ് റിലേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനോട് ചേർത്ത് പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, നഷ്ടം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, മസാക്കിൻ തർലൗനഹ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു സമ്പാദ്യമായി നിങ്ങൾ നേടിയെടുത്ത ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമായ നിങ്ങളുടെ വീടുകൾ, ഇതിനേക്കാളും നിങ്ങൾക്ക് അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവും റസൂലിനെയും മനുഷ്യന് മുൻഗണന നൽകാൻ സാധിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒരു ഒട്ടക സംഘം, കച്ചവടം ഒരുപാട് സാധനങ്ങളുമായി വരുന്ന വലിയൊരു ഒട്ടക സംഘം മദീനയിൽ വരുമ്പോൾ മദീനയിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഏതൊരു സാധനവും അതിന്റെ ഇരട്ടിയും 3 ഇരട്ടിയും 5 ഇരട്ടിയും വിലക്ക് വിറ്റഴിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ മദീനയിലെ കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇരട്ടി വരെയും 3 ഇരട്ടി വിലയും തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ തരുന്നതിനേക്കാൾ 10 ഇരട്ടിയും 70 ഇരട്ടിയും വില തരാമെന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തനിക്കെത്തിയ സമ്പത്ത് മുഴുവനും ഏറ്റവും കൂടുതൽ ലാഭകരമായി ചെലവഴിക്കാവുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിച്ചതിന്റെ ഒരു ഉദാഹരണം പറയുന്നത് മനുഷ്യന് സമ്പത്തുമായുള്ള ബന്ധത്തെയും അള്ളാഹുമായുള്ള ബന്ധത്തെയും സമ്പത്തും അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെയും ഏത് രീതിയിൽ നിർവചിക്കണമെന്ന് മനുഷ്യനെ നിരന്തരമായി പഠിപ്പിക്കുകയായിരുന്നു. അവിടെയാണ് ഞാൻ സാമ്പത്തികമായ ബന്ധത്തെക്കുറിച്ച് സക്കാത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ചർച്ചയാണ്. പക്ഷെ അതിന്റെ ആമുഖം എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമ്പത്തികമായ ബന്ധമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായി നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന ഭൗതികമായ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഉപയോഗിക്കുന്നതാണ് മനുഷ്യന് ഉപകാരപ്പെടുന്നത്. എടുത്തു വെക്കുന്നത് മക്കൾ ഒന്നുകിൽ ദുരുപയോഗം ചെയ്തേക്കാം, തമ്മിൽ തല്ലുകൂടിയേക്കാം, പല കാര്യങ്ങളിലേക്കും ചെയ്തേക്കാം. മനുഷ്യൻ സാമ്പത്തികമായി മനുഷ്യന്റെ ഓരോ ബന്ധവും നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യൻ ഒരിക്കലും ഒരു ഉഹുദ് മലയോളം സ്വർണം നേടിയാലും ഇനിയും 2 വേണമെന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുക.
അവിടെ ലിമിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത അൽ-ഗിന ഗിനൻ നഫ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖീറിനെയും ഗനിയെയും വിശദീകരിക്കുന്നുണ്ട്. ഗിന എന്ന് പറയുന്നത് റിച്ച്നെസ് ആണ്. ഇത് മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയൊരു ഫീലിംഗ് ആണ്. 2 ലക്ഷം സമ്പാദ്യമുള്ള മാസത്തിൽ സമ്പാദ്യമുള്ളവന് 50,000 വണ്ടിയുടെ അടവിലേക്കും മറ്റ്50,000 ഹൗസിംഗ് ലോണിലേക്കും മറ്റൊരു 50,000 മറ്റു ചെലവുകളിലേക്കും 50,000 പിന്നെയും കൊടുത്ത് ചെലവിന് വീണ്ടും അവൻ മറ്റൊരു 50,000 തേടുകയാണെങ്കിൽ ഓഹോ ഫഖീറുൻ ലിൽ മസീദ്. 2 ലക്ഷം ശമ്പളമുള്ളവൻ പോലും പാവപ്പെട്ട ഫഖീറാണ്. 10,000 ശമ്പളമുള്ളവൻ 8,000 കൊണ്ട് ചെലവുകൾ കഴിക്കുന്നുവെങ്കിൽ അവനാണ് ഗനി. അൽ-ഗിന ഗിനൻ നഫ്സ്. അവന്റെ മനസ്സുകൊണ്ട് അവന്റെ സമ്പന്ന വഹിക്കുന്നു. എല്ലായിടത്തും നമ്മുടെ ആഗ്രഹങ്ങളെ ലിമിറ്റ് ചെയ്യാൻ മനുഷ്യനും ഈ സമ്പത്തുമായുള്ള ബന്ധങ്ങളെ അള്ളാഹു പഠിപ്പിക്കുന്നു. അത് ഏറ്റവും പ്രധാനമായി അതിനെ ചികിത്സിക്കുന്ന ഒരു മാർഗം കൂടിയാണ് സകാത്ത് എന്ന നിർബന്ധദാനം തുടങ്ങി സദഖയും ഹദിയയും ഒക്കെയായിട്ട് മനുഷ്യന് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ പാരത്രികമായ ലോകത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ വിഹിതം മറന്നുപോകരുത്. മനോഹരമായ വീടുണ്ടാക്കി താമസിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. തിരിച്ചു താമസിക്കാൻ ചെല്ലുമ്പോൾ പലരും ഹോസ്പിറ്റലിലാണ് സമയം ചെലവഴിക്കേണ്ടി വരുന്നത്. മനോഹരമായ വീടുണ്ടാക്കി വെച്ചിട്ട് വലിയ ടൺകണക്കിന് പഞ്ചസാരകൾ ദിവസവും മിച്ചരിക്കുന്ന ആളുകൾക്ക് പഞ്ചസാര കഴിക്കാൻ യോഗമുണ്ടാവില്ല. അരി വിറ്റഴിക്കുന്നവനും അരി കോടിക്കണക്കിന് രൂപയുടെ അരി വാങ്ങാൻ കഴിവുള്ളവനും ചിലപ്പോൾ അവന് അരി നേർപ്പിച്ച വെള്ളം അല്ലെങ്കിൽ അരി തിളപ്പിച്ച വെള്ളം അവൻ ട്യൂബിലൂടെ കൊടുക്കേണ്ടി വരും. വലാ തൻസ നസീബക മിനദ് ദുനിയ. ഇങ്ങനെ മനുഷ്യനെ അള്ളാഹു സമ്പത്ത് വാങ്ങുന്നിടത്തും സൂക്ഷിക്കുന്നിടത്തും ചെലവഴിക്കുന്നിടത്തും മനുഷ്യനെ നിരന്തരമായി ചില യാഥാർത്ഥ്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ നിരന്തരമായി അതിൽ വഞ്ചിതരാവുകയാണ്. ഞാൻ എന്റേത് ഒരുമിച്ച് കൂട്ടുന്ന ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നിരന്തരമായി തന്റെ സമ്പത്തിനെ ചെലവഴിക്കുകയും ലാഭകരമല്ലാത്ത രീതിയിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലാഭകരമല്ലാത്തത് ഇൻ ദ സെൻസ് അത് ആഖിറത്തിന് പകരം ദുന്യാവിനെ മാത്രം മോഹിച്ചുകൊണ്ട് സമ്പത്തിനെ ചെലവഴിക്കുന്നു. സമ്പന്നനാവുക എന്നതല്ല പ്രശ്നം, ആ സമ്പന്നതയുമായി മനുഷ്യൻ ഏതു തരത്തിലാണ് ബന്ധപ്പെടുന്നതെന്നാണ് പ്രശ്നം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ ചെയ്തതുപോലെ, നമ്മളോട് ഇഹ്സാൻ ചെയ്തതുപോലെ ഭൗതികമായ ലോകത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന പരസഹസ്രം ആളുകൾക്ക് ഇഹ്സാൻ ചെയ്യാൻ, അതിൽ സാമ്പത്തികമായ അവസ്ഥയെ കൂടി ഉപയോഗപ്പെടുത്താൻ മനുഷ്യന് സാധിക്കണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി. മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇടങ്ങളിലൊക്കെ ഓരോ സംരംഭങ്ങളിലും മനുഷ്യൻ ഫസാദിലേക്ക്, അള്ളാഹു നൽകിയ ഓരോ വിഹിതങ്ങളിലും മനുഷ്യൻ ഫസാദിനെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. സമ്പത്തിന്റെ ഒരു വലിയ ഫസാദ് നടന്നുകൊണ്ടിരിക്കുന്നു. ധൂർത്തിന്റെയും അമിതവ്യയത്തിന്റെ, വളരെയധികം പ്രകടനപരതയുടെ ഏറ്റവും ഹീനവും മോശവുമായി ഇനി റമളാൻ വരുന്നു. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട സമയം റമളാൻ മാസത്തിൽ നമ്മളെ ബജറ്റ് കുറയണം. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബജറ്റ് കുറയണം. നമ്മുടെ ഒക്കെ ബജറ്റ് കൂടുന്നു. രാഷ്ട്രം പകൽ പട്ടിണി കിടക്കുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. അമേരിക്കയിലെ യൂട്ടാ എന്ന് പറയുന്ന സ്ഥലത്ത് മോർമോൺസ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ വിഭാഗമുണ്ട്. നമ്മുടെ അഹമ്മദിയാക്കളെ പുറത്താക്കിയ പോലെ മിക്കവാറും ക്രൈസ്തവ വിഭാഗക്കാർ പുറത്താക്കിയ ഒരു വിഭാഗമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നോമ്പുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ സൺഡേ അവർ നോമ്പ് നോക്കും. പക്ഷെ അവരുടെ നോമ്പിന്റെ രീതി, അവർ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവർ ഒഴിവാക്കും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിക്കില്ല. പക്ഷെ അതിനവർ ചെലവഴിക്കുന്ന പണം അവരെടുത്ത് അവർ സദക്ക ചെയ്യും, അവർ ചാരിറ്റിയിൽ ഉപയോഗിക്കും. രാത്രി ഡിന്നർ മാത്രം കഴിക്കും. ഇതൊരു നോമ്പിന്റെ രീതിയാണ്. നമ്മളാലോചിക്കണം, നമ്മൾ ഇരട്ടി ഭക്ഷണം കഴിക്കുന്നു നോമ്പിന്. ചാരിറ്റിയെ പലപ്പോഴും മറന്നു പോകുന്നു. അല്ലെങ്കിൽ ചാരിറ്റി ഒരു പ്രകടന പരതയുടെ ഭാഗം മാത്രമായി, ഒരു ഫോട്ടോ എടുക്കലിന്റെ ഭാഗം മാത്രമായി മാറിപ്പോകുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട രീതി മറന്നുകൊണ്ട് ഒരു നോമ്പ് തുറക്ക് 50 ആളുകൾക്ക് അല്ലെങ്കിൽ 5 ആളുകൾക്ക് വേണ്ട നോമ്പ് തുറക്ക് 50 ആളുകളുടെ ഭക്ഷണം കാണിച്ച് എല്ലാത്തരം ഭക്ഷണങ്ങളും വിഭവങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മുടെ പുതിയ മുതലാളിത്തം പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടമാക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റുന്നു. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ സമ്പത്തിനെ പ്രകടിപ്പിക്കാനുള്ള ഇടമാക്കി, ബാക്കിയുള്ളവർക്ക് കാണാനുള്ള ഒരു ഇടമാക്കി നമ്മൾ മാറ്റുന്നു. നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ മുന്നിൽ മേനി നടിക്കാനുള്ള, എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നില്ല. 1 സ്ക്വയർ ഫീറ്റ് കുറക്കാൻ പറ്റുമെങ്കിൽ 1 സ്ക്വയർ ഫീറ്റ് കുറക്കുന്നത് ലാഭമാണ്. തീരെ വീട്ടിൽ പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ മനോഹരമായ ബാൽക്കണി ഉണ്ടാക്കി വെക്കും, ഒരിക്കലും തുറക്കാത്ത. വേണ്ടവർക്ക് ഉണ്ടാക്കാം, എന്ന് പറഞ്ഞത് സമ്പത്തുള്ളവരുണ്ടായിക്കോട്ടെ. ഒരു അത് ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവൻ പോലും അതുപോലും ചെയ്ത് നിരന്തരമായി കടക്കാരനാകുന്നു. കടക്കാരനാവുക എന്നത് പോലും മനുഷ്യൻ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. വീട്ടാൻ കഴിയുന്ന ഒരു കടമേ മനുഷ്യൻ വാങ്ങാൻ തന്നെ പാടുള്ളൂ.
ഇതൊക്കെ നമ്മുടെ ആഗ്രഹവും സമ്പത്തും പ്രകടനപരതയും ഭൗതികതയും എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു ട്രയാങ്കിളിൽ മനുഷ്യൻ കുടുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. അവിടെയാണ് നമ്മൾ സക്കാത്ത് എന്ന ചിന്തയിലൂടെ ഒന്ന് കൊടുക്കാൻ, നിർബന്ധമായി കൊടുക്കാനും പിന്നെ റെക്കമെൻഡായ സുന്നത്തായ കൊടുക്കലുകൾ നിരന്തരമായി കൊടുക്കാനും പാരത്രികമായ ലോകത്തേക്ക് ആവശ്യമായ നന്മകൾ ഒരുമിച്ച് കൂട്ടാനുമുള്ള ഒരു പ്രേരണ നിരന്തരമായി നമ്മിൽ വളർത്തിയെടുക്കേണ്ടത്. സക്കാത്ത് എന്ന മഹത്തായ ഇബാദത്തിനെ കുറിച്ചുള്ള ഈ ഒരു ചിന്ത അത്തരം പ്രേരണകൾ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാത്ത് സമഗ്ര പഠനം എന്ന വിഷയത്തിന്റെ അനുസ്മരിച്ച് മജീദ് ഹുദവി നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി മജീദ് ഹുദവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ അബുദാബി ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, ഗുണകാംക്ഷികളെ, ഈ ദീനി വിജ്ഞാന സദസ്സിലേക്ക് വന്നെത്തിയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു നമ്മുടെ കൂടുതലും പിരിയും സ്വാലിഹ്യങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ അറിയാനും അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രവർത്തിക്കുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാകുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സക്കാത്ത് ഒരു സമഗ്ര പഠനം എന്നതാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ബോർഡിലുള്ള വിഷയം. അതേസമയം എന്റെ മുമ്പിലുള്ള ക്ലോക്കിൽ സമയവുമുണ്ട്. രണ്ടും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിപാടി എത്ര സമയം വരെ നീണ്ടു പോവാമെന്നതിന് കണക്കുണ്ടോ ഞങ്ങളെ? അങ്ങനെ പോകട്ടെ, നിർത്താനാവുമ്പോൾ പറയാമല്ലോ നിങ്ങൾ പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമ്മൾ ഖത്തറിലൊക്കെ സാധാരണ മാക്സിമം 11 മണിയെ പോകാറുള്ളത്. അങ്ങനെയാണെങ്കിൽ സമഗ്രമാകാൻ സമയമില്ല എന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചു തുടങ്ങിയത്. വല്ലാത്ത സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ അവസരം ലഭിച്ചത്. പലപ്പോഴും ചിത്രങ്ങളിലൂടെ കണ്ട ഒരു വേദിയാണിത്. വലിയ വലിയ പരിപാടികളുടെയൊക്കെ ചിത്രങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ പ്രചരിക്കുമ്പോൾ അബുദാബി ഇസ്ലാമിക് സെന്ററിന്റെ ഈ വേദി പലപ്പോഴും കാണാറുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, വല്ലാത്ത സന്തോഷമുണ്ട്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സക്കാത്തിനെ കുറിച്ചുള്ള ഒരു ആമുഖം, കൃത്യമായ ആമുഖം ഡോക്ടർ സുബൈർ ഹുദവി പറഞ്ഞു വെച്ചു. കൃത്യമായ ആമുഖം എന്ന് പറയുമ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് കടന്നു പറഞ്ഞാൽ ഞാൻ പറയാൻ വിചാരിച്ച പല പോയിന്റുകളൊക്കെ ഞാൻ തിരുത്തി പറഞ്ഞ അദ്ദേഹം എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ കരുതിന് സക്കാത്ത് കാര്യത്തിൽ നിർമ്മാണമൊക്കെ പറയണം കരുതിയായിരുന്നു. മൂപ്പര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് നിർത്തിയത്. നമ്മളെ കുടുക്കിയിട്ടാണ് മൂപ്പര് ഇരുന്നത് എന്നർത്ഥം. സക്കാത്ത് അദ്ദേഹം പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളിൽ ഏറെ സുപ്രധാനമായ ഘടകമാണ് സക്കാത്ത് എന്നതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, സക്കാത്ത് പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് നോമ്പിനോ നോമ്പ് അടുക്കുമ്പോഴോ മാത്രമാണ് എന്നതാണ്. ഒരാൾ ചോദിച്ചു, ഈ റമളാനും സക്കാത്തും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ചോദിച്ചു. ഒരു ബന്ധവുമില്ല എന്ന മറുപടി പറയാനുള്ളൂ. ഒരു ബന്ധവുമില്ല. പിന്നെ എന്തുകൊണ്ട് റമളാനിൽ മാത്രം അല്ലെങ്കിൽ റമളാൻ അടുക്കുമ്പോൾ മാത്രം സക്കാത്തിന്റെ ചർച്ചകൾ സജീവമാകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് റമളാനിൽ പൊതുവെ എല്ലാവരും നന്നാവാനുള്ള ചെറിയൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിലൂടെ ഭൂമിയാണ് തിരികെ കൊടുക്കാതിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ന്യായങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇസ്ലാമിന്റെ ഭാഷയിൽ നിസ്കാരം എത്രമാത്രം പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ്, സമാനമായ പ്രാധാന്യമുള്ളതാണ് സക്കാത്തും എന്നത് പറയേണ്ട കാര്യമില്ല. ഗുരുവിന്റെ തന്നെ പറഞ്ഞു, ഖുർആനിലെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന രംഗങ്ങളിലൊക്കെ തന്നെ തൊട്ടടുത്തായി കടന്നു വരുന്നത് വാഖിമുസ് സ്വലാത്ത എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് വരുന്നത് വാഖു സക്കാത്ത, നിങ്ങൾ സക്കാത്ത് നൽകണം എന്നതാണ്. ഈ ആയത്തുകളുടെ തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഖുർആനിൽ 3 കാര്യങ്ങളാണ് പരസ്പരം പൂരകമായി പറഞ്ഞിട്ടുള്ളത്. 3 കാര്യങ്ങൾ പറയുന്നിടത്തെല്ലാം അതിനോട് ചേർത്തുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്ന് ചെയ്താൽ മറ്റൊന്ന് പൂർത്തിയാവണമെന്നില്ല, രണ്ടും കൂടി ഉണ്ടാകുമ്പോഴേ സ്വീകാര്യമാകൂ എന്ന. ആ 3 കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല, അല്ലാഹുവിനെ വഴിപ്പെടണമെന്ന് പറയുന്നിടത്തൊക്കെ തൊട്ടടുത്ത് കാണാം അത്തീഉർ റസൂല, നിങ്ങൾ റസൂലിനെയും വഴിപ്പെടണം എന്നുള്ളത്. അല്ലാഹുവിനോടുള്ള വഴിപ്പാട് പൂർത്തിയാവണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെട്ടേ മതിയാകും. രണ്ടാമതായി പറയുന്നത് അനിഷ്കുർലി വലിവാലിദൈക, നീ എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി ചെയ്യണമെന്ന് പറയുമ്പോൾ മാതാപിതാക്കളോട് നന്ദി കേട്ട് കാണിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കൈകൾ നീട്ടുന്നതിന് അർത്ഥമില്ലെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സമാനമായ മറ്റ് 3ാമത്തെ കടന്നു വരുന്നത് അഖീമുസ്സലാത്ത വ ആതു സക്കാത്ത, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, സമാനമായി നിങ്ങൾ സക്കാത്ത് നൽകിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് നമുക്ക് സക്കാത്ത് പലപ്പോഴും നഷ്ടമായി പോകുന്നത്. ഒരാൾ പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങൾ എല്ലാവരും വേണ്ടി ഡിവൈഡ് എടുത്താണ്. മുസ്ലിം ലോകത്തുള്ള പ്രസ്ഥാനങ്ങളൊക്കെ പാട് ഇസ്ലാം കാര്യങ്ങളെ ഡിവൈഡ് എടുത്തു എന്ന് പറയാറുണ്ട്.
ഇസ്ലാം കാര്യങ്ങൾ 5 ആ 5 മുസ്ലിം ലോകത്തുള്ള ഉമ്മത്തിലെ സംഘടനകൾ ഡിവൈഡ് ചെയ്തെടുത്തു എന്ന് തമാശയായിട്ട് പറയാറുണ്ട്. മുജാഹിദ് വിഭാഗം തൗഹീദുമായിട്ട് അവർ പോയി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുതാണ്. നിസ്കാരം അത് തബ്ലീഗുകാരുടെ പണിയാണത്. അവർ നിസ്കാരമൊക്കെ ആയിട്ട് ഫുൾ ടൈം അവരതിന്റെ ആൾക്കാർ. പിന്നുള്ളത് നോമ്പാണ്. നോമ്പിന് പടച്ചോനെ ഏറ്റെടുത്ത് അസൗമുലീവാൻ അജ്ജി ദൗല നോക്കി വളങ്ങളാരോ കൈകടത്തണം എന്ന പടച്ചോൻ പറഞ്ഞു. പിന്നെ സക്കാത്ത് അത് ജമാഅത്തേരും കൊണ്ടുപോയി. പിന്നെ ബാക്കിയുള്ള ഹജ്ജ് ഉംറയാണത് നമ്മൾ വിട്ടു, സുന്നിയാൾ വിട്ടു. പലപ്പോഴും പറയാനുള്ളതാണ്. ബാക്കിയുള്ള ഹജ്ജ് ഉംറയാണ്, അത് നമ്മൾ എടുത്തു, വേറെ നമ്മളെടുത്ത് വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുമ്പ് ഖത്തറിലൊക്കെ ചില പരിപാടികളൊക്കെ വിളിക്കുന്ന സമയത്ത് സക്കാത്തിനെ കുറിച്ച് ചർച്ചയൊക്കെ ഉണ്ടെങ്കിൽ, നിസ്കാരം മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. കൂടെ സക്കാത്ത് ഉണ്ടെങ്കിൽ ഇതര പ്രസ്ഥാനക്കാർ ആളുകളെയും വിളിക്കാറുണ്ടായിരുന്നു. നമ്മൾ പറയേണ്ട പല കാര്യങ്ങളും പറയേണ്ട സമയത്ത് പറയാതെ മാറ്റിവെച്ചത് കൊണ്ടായിരിക്കാം ഈ മേഖലയിൽ ഇത്രമാത്രം പിന്നോട്ട് പോയത്. നേരത്തെ സുബൈർ പറഞ്ഞതുപോലെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നതിന്റെ പ്രാധാന്യത്തിന്റെ പകുതി പോലും നമ്മൾ പലപ്പോഴും സക്കാത്തിന് കൊടുക്കാത്തതായിരിക്കാം. അതൊരു അമലായി ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണെന്ന ബോധം അവന്റെ ബോധമണ്ഡലത്തിലേക്ക് കുത്തിവെക്കാൻ നാം എവിടെയോ പരാജയപ്പെട്ടു പോയി. തീർച്ചയായും ഒരു മടങ്ങിവരവിന്റെ സമയമായിരിക്കുന്നു. സക്കാത്ത് എന്നുള്ള ഇസ്ലാമിന്റെ സ്തംഭം ആദ്യമായി ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ നിന്ന് വീണു പോകുന്നത്, തുരുമ്പെടുത്തു പോകുന്നത് സക്കാത്തായിരിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിലെ പഞ്ചകർമ്മങ്ങളുടെ ഭാഗമായുള്ള ഒന്നായ സക്കാത്തിനെ വീണ്ടെടുക്കേണ്ടതിന്റെ, ആ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന തൂണിന്റെ പുനരുദ്ധാരണത്തിന്റെ സമയമാണ്. അതിനുവേണ്ടിയാണ് നാം സംഗമിച്ചിരിക്കുന്നത്. തീർച്ചയായും സ്വാലിഹബലായിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് നടക്കുകയാണ്. സക്കാത്തിനെ കുറിച്ച് വിശദമായി പറയാൻ എത്ര സമയമുണ്ടെന്ന് പറഞ്ഞാൽ അനുസരിച്ച് പറയാൻ ചോദ്യം. പ്രധാനമായും 8 ഘടകങ്ങളിലൂടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ തൽക്കാലം അതിൽ ചെറിയൊരു റീഡിസൈൻ ചെയ്യുകയാണ് ഞാൻ എന്റെ വിഷയത്തെ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവസാനം സംശയങ്ങളുടെ ഭാഗമാകുമ്പോഴേക്ക് ചിലപ്പോൾ സമയം കഴിഞ്ഞു എന്നിരിക്കാം. പ്രധാനമായി സക്കാത്തിന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വരുന്ന സക്കാത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അവിടെ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് പറഞ്ഞ് നമുക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറയും, അറിയാത്തതാണെങ്കിൽ പിന്നെ ആരോടെങ്കിലും അറിയിച്ചു തരാം. സക്കാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞു, ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം കൂടി നമുക്കവിടെ കൂട്ടി വായിക്കാം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് ഇസ്ലാമിക ലോകം ആകെ ആഭ്യന്തര പ്രശ്ന കലുഷിതമാണ് സമയത്ത്. ഒരു ഭാഗത്ത് മുർത്തദായ കുറെ ആളുകൾ, അങ്ങനെ മറ്റൊരു ഭാഗത്ത് നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം, അപ്പുറത്ത് കുറെ ആളുകൾ. അതിനിടയിലാണ് ഒരു വിഭാഗം കൂടി കടന്നു വരുന്നത്. ഞങ്ങൾ സക്കാത്ത് നൽകില്ല, അത് നബി ഞങ്ങൾക്ക് നൽകിയിരുന്ന ഒരു അവകാശമായിരുന്നു, അത് ഞങ്ങൾ ഇത് നൽകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോ ഈ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇസ്ലാമിക ലോകം ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലുഷിതമായി നിൽക്കുന്ന ഏറ്റവും സന്നിഗ്ധമായ ആ ഘട്ടത്തിൽ പോലും അബൂഹുറൈറ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. ചരിത്രത്തിൽ ഇന്നും അത് ബാക്കി കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അവർ കൊടുക്കാറുണ്ടായിരുന്ന ഒട്ടകത്തിന്റെ കയർ അത് തരില്ലെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ പേരിൽ പോലും യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറുണ്ട്, ഞാൻ മുമ്പിലുണ്ടാകും. അദ്ദേഹം പറഞ്ഞ അചഞ്ചലമായ വാക്കുകൾ സക്കാത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ സക്കാത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് കൃത്യമായി അടിവരയിട്ട് പറയുന്ന ഒരു വാചകമാണത്. ഇതിനങ്ങളുടെ കാലത്ത് കൊടുക്കാറുണ്ടായിരുന്ന ഒട്ടകമാണെങ്കിൽ ആ ഒട്ടകത്തിന്റെ കൂടെ ഒരു കയറ് കൊടുക്കാറുണ്ടായിരുന്നുവെങ്കിൽ ആ കയറ് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആ വിഷയത്തിൽ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്. അതാണ് സക്കാത്തിന്റെ പ്രാധാന്യം. സക്കാത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. സുബൈറിന്റെ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. സക്കാത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. സംസാരത്തിൽ സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പറയണം, ഇല്ലല്ലോ, കുറച്ച് കുറക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ലെറ്റർ അതാ കിട്ടാറുള്ളത്, കുറച്ചൊന്ന് സ്പീഡ് കുറക്കണം. ഇവരൊക്കെ പലപ്പോഴും ഉദവികളായ ആളുകളൊക്കെ തന്നെ എവിടെയെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാണെങ്കിൽ എന്നെയാണ് വിളിക്കാറുള്ളത്. ഇവിടെ ഞാൻ അങ്ങനെ ആയിരിക്കും ഇത് വിളിച്ചു ഞാൻ കരുതി. കാരണം പ്രത്യേകാലം കൊണ്ട് സമഗ്ര പഠനമാവണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് സ്പീഡ് കൂടേണ്ടി വരുമെന്ന് കരുതിയതാണ്. പക്ഷെ അത് പരമാവധി കുറക്കാൻ ശ്രമിക്കാം. സക്കാത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ലക്ഷ്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് അതിന്റെ ഒരു ഉപഘടകമായി, ഒരു സബ് പ്രൊഡക്റ്റായി, ഒരു ബൈ പ്രൊഡക്റ്റായി, ഒരു ഉപോൽപ്പന്നമായി കടന്നു വന്നേക്കാം. അതല്ല നമ്മുടെ ലക്ഷ്യം. അത് ഇബാദത്താണ്, അത് വ്യക്തിയുടെ ഇബാദത്താണ്. എന്നാൽ ഈ സക്കാത്തിന്റെ ഈ ധനവിനിയോഗത്തിന്റെ ലക്ഷ്യം പറയുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും.
നിങ്ങൾക്കിടയിലുള്ള മുതലാളിമാർക്കിടയിൽ മാത്രം കറങ്ങിത്തിരിയുന്ന ഒരു സാധനമായി സമ്പത്ത് മാറാതിരിക്കാൻ വേണ്ടി. സമ്പത്ത് എന്ന സാധനം ഏതാനും മുതലാളിമാരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അവരുടെ പ്രമേയം ചെയ്യപ്പെടുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വസ്തുവായി സമ്പത്ത് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ വെക്കുന്നത്. അതിൽ നിർബന്ധമായ ദാനമുണ്ട്, ഐച്ഛികമായ ദാനങ്ങൾ വേറെയും കടന്നു വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായും ലക്ഷ്യമായി വെക്കുന്നത്. 2006 കേരളത്തിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ടായിരുന്നു, 4-ാം ലോകം സ്വപ്നവും യാഥാർത്ഥ്യവും എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു മാർക്സിസ്റ്റ് ബുദ്ധിജീവിയായ പരമേശ്വരൻ നായർ എഴുതിയ പുസ്തകമായിരുന്നു 4-ാം ലോകം സ്വപ്നവും യാഥാർത്ഥ്യവും. അവർക്ക് പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലെങ്കിലും 3-ാം ലോകം 4-ാം ലോകമൊക്കെ ഉള്ളവർക്ക് വിശ്വാസമുള്ളത്. 4-ാം ലോകം സ്വപ്നവും യാഥാർത്ഥ്യവും. അതിൽ അദ്ദേഹം ഇന്ന് നിലവിലുള്ള ലോകത്തിന്റെ സാമ്പത്തിക ഘടനയെ അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട്, അനാവരണം ചെയ്യുന്നുണ്ട്. ഒരു പഠനം നടത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ലോകത്ത് സമ്പത്ത് മുഴുവൻ ഏതാനും വ്യക്തികളുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഏതാനും വ്യക്തികളുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തുള്ള 2006 ഏകദേശം 600 കോടി ജനങ്ങളുള്ള സമയത്താണ്. ഇന്ന് ലോകത്തുള്ള ആളുകളിലെ ഏറ്റവും ടോപ്പ് മുതലാളിമാരായ 3 പേരുടെ സമ്പത്ത്, അദ്ദേഹം പറയുന്ന കണക്കങ്ങനെയാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് റിച്ചസ്റ്റ് ആയ 3 വ്യക്തികൾ, ആ 3 വ്യക്തികളുടെ സമ്പത്ത് ലോകത്തെ 35 രാഷ്ട്രങ്ങളുടെ സമ്പത്തിനേക്കാൾ കൂടുതലാണ്. ലോകത്തെ 35 രാഷ്ട്രങ്ങളുടെ സമ്പത്തിനേക്കാൾ കൂടുതലാണ് 3 വ്യക്തികളുടെ കയ്യിലുള്ള സമ്പത്ത്. ഒന്നുകൂടി കടന്ന് അദ്ദേഹം പറയുന്നു, ലോകത്തുള്ള ഏറ്റവും മുതലാളിമാരായ 200 പേരുടെ സമ്പത്ത് ലോക ജനസംഖ്യയുടെ 40% സമ്പത്തിനേക്കാൾ കൂടുതലാണ്. അന്ന് 600 കോടി ജനങ്ങളുള്ള 240 കോടി ജനങ്ങളുടെ സമ്പത്തിനേക്കാൾ കൂടുതലാണ് ലോകത്തുള്ള ഏറ്റവും മുതലാളിമാരായ 200 പേരുടെ സമ്പത്ത്. ഈ കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കൺക്ലൂഷൻ വെക്കുന്നുണ്ട്. അതിനവസാനം ഒരു കൺക്ലൂഷൻ വെക്കുന്നുണ്ട്, ഇതിന് പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അവസാനത്തിലേക്ക് മാറ്റിവെക്കാം. ആ പരിഹാരം ഞാൻ അവസാനത്തിലേക്ക് മാറ്റിവെക്കുന്നു. ഈ ഒരു സംഭവം സമൂഹത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഖുർആൻ പറയുന്നത്, കൈലായക്കൂന ദൂരത്തം ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളിൽ നിന്നുള്ള മുതലാളിമാർക്കിടയിൽ മാത്രം കറങ്ങിത്തിരിയുന്ന, അവരുടെ കരങ്ങളിലൂടെ മാത്രം ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരു വസ്തുവായി സമ്പത്ത് മാറാതിരിക്കാൻ വേണ്ടിയാണ് സകാത്തും സമാനമായ ഐച്ഛിക ദാനങ്ങളുമെല്ലാം ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അങ്ങനെ വന്നാൽ സാമ്പത്തിക രംഗത്ത് വലിയൊരു ക്രൈസിസ് ഉണ്ടാക്കുന്നത്. ഏതാനും വ്യക്തികളുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വലിയ സാമ്പത്തിക ശക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം അതാണ്. മുതലാളിമാർ കൂടുതൽ മുതലാളിമാരായിക്കൊണ്ടേയിരിക്കുന്നു, തൊഴിലാളികൾ പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായിക്കൊണ്ടേയിരിക്കുന്നു. അവർ പാവപ്പെട്ടവരായിക്കൊണ്ടേയിരിക്കുകയാണ്. മുതലാളിമാർക്ക് കൂടുതൽ വീഴ്ത്താനുള്ള, അവരുടെ പോക്കറ്റുകൾ വീർപ്പിക്കാനുള്ള, അക്കൗണ്ടുകൾ വികസിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ് എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണല്ലോ പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ വില അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിന്റെ ഭാഗമാണ്. സമ്പത്ത് വീണ്ടും വീണ്ടും ഉള്ളവരുടെ കരങ്ങളിലേക്ക് വീണ്ടും വകവെച്ചു കൊടുക്കുവാനുള്ള, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുവാനുള്ള മാർഗങ്ങളാണ് അതെല്ലാം. ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയെന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പ്രധാനമായി പറയുന്നത്. അടുത്തൊരു പോയിന്റ് സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ സ്റ്റൈല്, സക്കാത്ത് എങ്ങനെയാണ് നൽകേണ്ടത്, എവിടെ നിന്നാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹുവിനെ യമനിലേക്ക് അയക്കുന്ന രംഗമുണ്ട്, ഹദീസുകളിൽ കാണാൻ പറ്റും. ഹിജ്റ 8-ാം വർഷമാണ് മുആദ് റളിയല്ലാഹുവിനെ യമനിലേക്ക് അയക്കുന്നത്. അദ്ദേഹത്തെ യമനിലേക്ക് വാലിയായി നിയോഗിച്ചുകൊണ്ട് അവിടെ പ്രബോധന പ്രവർത്തനവുമായി അദ്ദേഹത്തെയും സൈന്യത്തെയും അങ്ങോട്ട് പറഞ്ഞയക്കുന്ന സമയത്ത് നിബിധങ്ങൾ നൽകുന്ന ഉപദേശമുണ്ട്. നിബിധങ്ങൾ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങൾ പോകുന്നത് ഒരു അഹ്ലുൽ കിതാബായ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന ഇതര മതസ്ഥരായ ആളുകളുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അവിടെ ചെന്നാൽ ആദ്യമായിട്ട് പറയേണ്ടത് അവരെ നിങ്ങൾ വിളിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻ യശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂൽ, അതിലേക്ക് വിളിക്കണം. ഫൈൻഹും അതാഉദാലിക, അവർ അതനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയേണ്ടത് നിശ്ചയമായും അള്ളാഹു അവരോട് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറയണം. അതും അവർ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയേണ്ടത് ഇന്നല്ലാഹ ഖദ് ഫറള അലൈഹിം സകാത്ത അംവാലിഹിം, അവരുടെ സ്വത്തിന്റെ ഒരു വിഹിതം നിർബന്ധമായ ദാനമായി സകാത്തായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. ആ വാക്കുകൾ തന്നെ വല്ലാത്തൊരു ആലങ്കാരികമാണത്. അതിൽ വല്ലാത്തൊരു സൗകുമാര്യമുണ്ട്, ഈ സൗന്ദര്യം ഒളിഞ്ഞുകിടപ്പുണ്ട് ആ വാക്കുകളിൽ. അവരുടെ മുതലാളിമാരിൽ നിന്ന് അത് എടുക്കപ്പെടണം, പിടിക്കപ്പെടണം. അവരിൽപ്പെട്ട പാവങ്ങൾക്ക് മടക്കി കൊടുക്കപ്പെടണം. അങ്ങനെ ഉപയോഗിച്ച വാക്ക് അവരിൽപ്പെട്ട പാവങ്ങൾക്ക് ആ സ്വത്ത് തിരിച്ചു കൊടുക്കപ്പെടണം, മടക്കപ്പെടണം.
എന്ന് പറഞ്ഞാൽ ആ പാവങ്ങളുടെ സമ്പത്താണത്, അവരുടെ അവകാശമാണത്. അത് എങ്ങനെയോ ഇവന്റെ പോക്കറ്റിൽ പെട്ടുപോയതാണ്. അത് പിടിച്ചെടുത്തിട്ട് തിരിച്ചു കൊടുക്കണമെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതാണ് സക്കാത്തിന്റെ സ്റ്റൈൽ. ഇതൊരു ഔദാര്യമല്ല, നേരത്തെ ചിലർ പറഞ്ഞ പോലെ ഔദാര്യമല്ല, അവകാശമാണത്. പാവപ്പെട്ടവന്റെ അവകാശം എങ്ങനെയോ മുതലാളിയുടെ പോക്കറ്റിൽ എത്തിപ്പോയത് തിരിച്ചു കൊടുപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഖുർആൻ പറയുന്നു, വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. ഇല്ലാതെ പോയവന് കൃത്യമായ അവകാശമുണ്ട് അവരുടെ സ്വത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതാണ് സക്കാത്തിന്റെ സ്റ്റൈൽ. അതേസമയം ആ സ്റ്റൈൽ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ തന്നെ നിങ്ങൾ അടുത്തായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവരിൽ നിന്ന് പിടിക്കണം. അല്ലാത്തൊരു വാക്കാണ് അതൊക്കെ. ആ മുതലാളിമാർ നിങ്ങൾ സക്കാത്ത് പിടിക്കണം. ആ പിടിക്കുമ്പോൾ തന്നെ അവരുടെ സ്വത്തിലെ ഏറ്റവും നല്ല സാധനങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പിടിക്കരുത്. 40 ആടുണ്ടെങ്കിൽ ഒരു ആടിനെ സക്കാത്തായിട്ട് വാങ്ങണമെന്ന ആ ആടിനെ സക്കാത്തായിട്ട് വാങ്ങുമ്പോൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ആടിനെ നോക്കി സക്കാത്തായിട്ട് പിടിക്കാതെ ചെയ്യാൻ പാടില്ല. നോക്കൂ നിങ്ങൾ ആ ബാലൻസ് ചെയ്യുന്നത്. ഒരിക്കലും ആ സക്കാത്ത് നിർബന്ധമാക്കുമ്പോൾ തന്നെ ആ മുതലാളിയുടെ മനസ്സിനെ വേദനിപ്പിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെയാണ് നമ്മുടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കോൺസെപ്റ്റ്, ഏറ്റവും വലിയ സാമ്പത്തിക പരിഹാരത്തെ നിർദ്ദേശിച്ച് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ അവരിൽ നിന്ന് പിടിക്കാം. ആ പിടിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും നല്ലത് നിങ്ങൾ നോക്കി പിടിക്കുന്നത് ഒഴിവാക്കണം. അതൊരിക്കലും ചെയ്യരുത്. ഇസ്ലാമിലെ മുതലാളിമാരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മുതലാളിമാരോടും പിടിക്കണം. മുതലാളിമാർ ആരെയും വിടരുത് അങ്ങനെ പിന്നാലെ പോകുന്നതല്ല സക്കാത്ത്. അപ്പോഴാണ് നമുക്ക് പല സംശയങ്ങളും വരില്ലേ. നെല്ലിന് സക്കാത്തുണ്ട്, റബ്ബറിന് എന്ത് സക്കാത്തില്ലാത്തൊക്കെ സംശയം വരുന്നത് അപ്പോഴാണ്. പല ആൾക്കാരും ചോദിക്കുന്നൊരു സംശയമാണത്. കുറഞ്ഞ സ്ഥലത്ത് നെല്ല് മനുഷ്യൻ അടുങ്ങാറായി കൃഷി ചെയ്തുണ്ടാക്കി അതിന് സക്കാത്ത് കൊടുക്കണം. വലിയൊരു റബ്ബർ തോട്ടമുണ്ട്, അയാൾക്ക് ആ റബ്ബറിനൊന്നും സക്കാത്തില്ല. ഇതെന്ത് ഹിക്മത്താണ്, ഇതിൽ എന്ത് ലോജിക്കാണെന്ന് ചോദിക്കാൻ നമുക്ക് അതിലേക്ക് വരാം. അവിടെയാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമുക്ക് മുതലാളിമാരുടെ ഒരു വിദ്വേഷമില്ല. നമുക്ക് മാർക്സിസത്തിലൊക്കെ നമ്മൾ നോക്കിയാൽ പലപ്പോഴും മുതലാളിമാരോട് ദേഷ്യമുള്ള മാതിരിയാണ്. എല്ലാവരും പാവങ്ങളായ മതി, ആരും മുതലാളിമാരാവേണ്ടാന്നാണ്. അതല്ല, അത് ഇസ്ലാമിന്റെ ശൈലിയല്ല. കാരണം നമ്മൾ ഉടമപ്പെടുത്താൻ സ്വന്തമായി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉടമപ്പെടുത്താൻ ഇസ്ലാമിൽ ഒരു കണക്കുമില്ല. ഒരു മനുഷ്യനെ എത്രയും ഉണ്ടാക്കാം, ഒരു മനുഷ്യനെ എത്രയും ഉടമപ്പെടുത്താം. 200 സൂപ്പർ മാർക്കറ്റിന്റെ ആക്കി 201 കുറിച്ച് അയാൾക്ക് ആലോചിക്കാം, ഒരു കുഴപ്പമില്ല. എത്രയും ഉടമപ്പെടുത്താം. ഇത് അതേസമയം ആ ഉടമപ്പെടുത്തുന്നതിന്റെ ഇത്ര വിഹിതം സമൂഹത്തിലുള്ളതാണെന്ന് പറയുമ്പോഴാണ് അവിടെ കൃത്യമായ സാമ്പത്തികമായ സുരക്ഷ കടന്നു വരുന്നത്. രണ്ടുപേരെയും ബാലൻസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ. അതാണ് ഇവിടെ ആ ഹദീസിലൂടെ വരച്ച് കാണിക്കുന്നത്. ഇനി അതിന്റെ പ്രയോഗം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ നോക്കിയാൽ അത് പ്രയോഗവൽക്കരിക്കപ്പെട്ട് കൃത്യമായി ഇസ്ലാമിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്ന ഘടകങ്ങൾ അതും കാണാൻ പറ്റും. നമുക്ക് സ്ഥിരം പറയുന്ന ഘടകങ്ങളാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ തിരിച്ചു പോകുന്ന ബൈത്തുൽമാലിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന രംഗങ്ങൾ നടന്നിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അത് സമൂഹത്തിന്റെ ഉന്നതിക്കനുസരിച്ച് നടക്കാമത്. അബ്ദുൽ കാലത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ അവസാനം സക്കാത്തിന്റെ സ്വത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആരെങ്കിലും അവകാശികളുണ്ടെങ്കിൽ വന്ന് എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ടുപോകാൻ ആളില്ലാതെ തിരിച്ച് ബൈത്തുൽമാലിലേക്ക് സ്വത്ത് മടക്കപ്പെടുന്ന രംഗം ഇസ്ലാമിക ചരിത്രത്തിലെ ചാരു ദൃശ്യങ്ങളിൽ ചിലതാണൊക്കെ. നമ്മുടെ കാലത്ത് എവിടെയെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയി വെച്ചോക്കട്ടെ, വെച്ചതെന്ന് ഓർമ്മ ഉണ്ടാവുള്ളൂ, അവിടെയാണ് വ്യത്യാസം. സക്കാത്ത് കൊടുക്കാൻ അർഹരായവർ മുഴുവൻ കൊടുക്കുകയും അത് വാങ്ങാൻ അർഹരായവർ മാത്രം വാങ്ങുകയും ചെയ്യുമ്പോഴാണ് സക്കാത്ത് പൂർണ്ണമാകുന്നത്. രണ്ട് പ്രധാനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സക്കാത്ത് വാങ്ങാനായിട്ടൊരു ടീമുണ്ട്. ഒരു വർഷം ലിസ്റ്റിന് പുറത്താക്കിയാൽ അയാൾ കത്തിക്കൊണ്ടുവരും. നമ്മുടെ ലിസ്റ്റിൽ അങ്ങനെ പുറത്താക്കി വെച്ചേക്കാണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് നാട്ടിൽ. സക്കാത്ത് വാങ്ങാനായിട്ട് കുറെ ആൾക്കാർ, അതിനായിട്ടുള്ള ആൾക്കാർ, കൊടുക്കാനായിട്ട് കുറച്ച് ആൾക്കാർ. ഒരു എത്ര പൊളിഞ്ഞ് വാളീസാരോട് സക്കാത്ത് കൊടുക്കണം. കഴിഞ്ഞ ദിവസം റമദാന് പോയപ്പോഴുണ്ട് ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടി, 7 വയസ്സായ കുട്ടിയാണ്. പരിക്കണ്ട രാവിലെ തന്നെ വലിയ സെക്കാണ്ട് നിങ്ങൾ ആ സക്കാത്ത് കൊണ്ട് ഇടിക്കുന്നു. ഇവരോട് കുറച്ചമായിട്ടുണ്ട്. അങ്ങനെ വാങ്ങാനായിട്ട് കുറച്ച് ആളുകളുണ്ട്. രണ്ടും ബാലൻസ് ചെയ്യപ്പെടുമ്പോഴാണ് കൊടുക്കാൻ അർഹരായവർ മുഴുവൻ കൊടുക്കുകയും വാങ്ങാൻ അർഹരായവർ മാത്രം വാങ്ങുകയും ചെയ്യുമ്പോഴാണ് സക്കാത്ത് പൂർണ്ണമാക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് സക്കാത്ത് വാങ്ങാൻ അർഹരായിട്ടുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും എടുക്കാതെ തിരിച്ചു പോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹം വളരേണ്ടതുണ്ട്. ഈ രണ്ട് രംഗവും പൂർണ്ണമാകുമ്പോഴാണ്. സക്കാത്തിന്റെ ക്ലാസ് പലപ്പോഴും സക്കാത്തിന്റെ ക്ലാസ് വെച്ചാൽ എത്രയൊന്നും ആൾക്കാരുണ്ടായില്ല. പൊതുവെ നമ്മുടെ ഗൾഫിലെ ആൾ കുറവായിക്കാരം. സക്കാത്തിന്റെ ക്ലാസ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഞങ്ങൾ കത്തല ഒരു ക്ലാസ് വെച്ചിട്ട് ആകെ 12 ആൾക്കാരാണ് വന്നത്. സക്കാത്തിന്റെ ക്ലാസ്സിന് 12 ആൾക്കാർ, വെറുതെ പറയല്ലാണത്. 12 ആൾക്കാരാണ് വന്നത് സക്കാത്തിന്റെ ക്ലാസ്സിന്. പിന്നെ മനസ്സിലായി ഈ ക്ലാസ്സിൽ ഒരിക്കലും സക്കാത്തിനുള്ള വിഷയം നമ്മൾ നോട്ടീസിൽ കൊടുക്കരുത് എന്നുള്ളത്. ഇത്ര ആൾക്കാരോട് വന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവരൊക്കെ ഇപ്പോൾ എന്തിനു വന്നതാണ്?
ചിലപ്പോൾ അവസാനം ചെയ്തിട്ട് ഇത് വാങ്ങാൻ വകുപ്പുകൊണ്ട് പറയാൻ വന്നതാണോ വരെ സംശയിച്ചു ഞാൻ. അവസാനം ഇപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗം പറയുന്നത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, അപ്പോഴൊന്നും ഉണക്കാണ്ട് ആ വലുതുണ്ടെങ്കിൽ വരച്ച അതിനു വേണ്ടി വന്നതാണോ എന്ന് വരെ സംശയിക്കാൻ ഒന്നാമത് നല്ലത് പറയണം. ഇത്ര ആൾക്കാർ സക്കാത്തിന് വാസം വരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ സമൂഹത്തെ ഈ കൃത്യമായി നമ്മുടെ സക്കാത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സക്കാത്തിന്റെ അസ്നാഫുകൾ, നമുക്ക് സക്കാത്ത് ഏതൊക്കെ ഇനത്തിലാണ് സക്കാത്തുകൾ വരുന്നതെന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്കതുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സക്കാത്തിന്റെ രീതികളിലേക്കും മസാലകളിലേക്കും നമുക്ക് കടന്നു വരാം. 8 വിഭാഗത്തിലാണ് ഇസ്ലാം സക്കാത്ത് പറയുന്നത്. ഞാൻ ആദ്യമായി പറയട്ടെ, ഞാൻ പറയുന്ന മസലകളൊക്കെ ഷാഫി ഫിഖ്ഹിലെ നമ്മുടെ ഉസ്താദുമാർ പറയുന്നതനുസരിച്ചുള്ള മസലകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറയുമ്പോൾ സ്വത്തിന് പൈസക്ക് സക്കാത്തില്ല എന്നുള്ള വിഭാഗക്കാരുണ്ട്, അതിലേക്ക് ഞാൻ പറയാം. 8 വിഭാഗമാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ നമ്മൾ കർമ്മശാസ്ത്രം പറയുന്നത്. 8 വിഭാഗത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 8 ഐറ്റങ്ങളിൽ 8 വിഭാഗത്തിനാണ് അത് കൊടുക്കേണ്ടത്. ഏതൊക്കെയാണ് 8 ഇനങ്ങൾ കൊടുക്കേണ്ട സക്കാത്ത് നിർബന്ധമാകുന്ന സ്വത്തിന്റെ 8 ഇനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നഖ്ദൈൻ, സ്വർണ്ണവും വെള്ളിയും. ഒന്നാമതായി സ്വർണ്ണപുള്ളിയും. രണ്ടാമതായി കൂത്ത്, നാട്ടിലെ ഭക്ഷണം. എന്നതുപോലെ കാരക്ക, ഈത്തപ്പഴം, ഈത്തപ്പഴവും അതേപോലെ മുന്തിരിയും അതിന്റെ കൂടെ, കുത്തിന്റെ കൂടെ അതുകൂടി ഉണ്ടാവും. കൂത്ത്, അതേപോലെ ഈത്തപ്പഴം, മുന്തിരി. പിന്നെ ആട്, മാട്, ഒട്ടകം. ആട്, മാട്, ഒട്ടകം. ഈ 8 വിഭാഗങ്ങളാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഈ ഇനങ്ങളിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ സ്വർണ്ണവും വെള്ളിയും എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാശിനെയും കച്ചവട ചരക്കിനെയും എല്ലാം പരിഗണിക്കുന്നത്. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. സ്വർണം വെള്ളി എന്നതിലേക്ക് പിടിച്ചിട്ടാണ്, വെള്ളിയിലേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ സാധാരണ കാശിന്റെയും കച്ചവടത്തിന്റെയും സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കാശിന് സക്കാത്തില്ല എന്ന് പറയുന്ന ഒരു വളരെ വിരളമായ, വളരെ അങ്കുലി പരിമിതമായ വിരലുണ്ടാവുന്ന ഒരു വിഭാഗം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മറുപടി പറയാൻ എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ടില്ല. മുമ്പ് കണ്ണോട് ചോദിച്ചു, ഈ കാശിന് സക്കാത്തുണ്ട് അല്ലെ എന്ത് തെളിവാണ്? ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല. ലോകത്തുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാരും സക്കാത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ഷാഫി മതത്തിലെ കിതാബുകൾ അങ്ങനെ ഉണ്ടെന്ന് ഉസ്താമാരൊക്കെ പറയുന്നുണ്ട്. എനിക്കത് വിശ്വാസമാണ്. നിങ്ങൾക്ക് ഇല്ലാന്ന് തെളിവില്ലാന്നുണ്ട്, നിങ്ങൾ കൊടുക്കണ്ട. അല്ലാതെ എന്ത് ചെയ്യണം? ഇപ്പൊ അത് തെളിവൊക്കെ കൊടുത്തിട്ട് ഇയാൾ കൊടുക്കണില്ലായിരുന്നു. നമ്മളെന്ത് ചെയ്യാനാ? എല്ലാ കിതാബിൽ വാർത്ത കാണിച്ചപ്പോൾ ഞാൻ കൊടുക്കൂലായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അടിസ്ഥാനിക വരണമെന്നില്ല, പിടിച്ചു വാങ്ങാനുള്ള ഒരു വകുപ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ലോകത്തുള്ള പണ്ഡിതന്മാർ 99% പണ്ഡിതന്മാരും അതിന് സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്നതാണ്. ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കാശിനെ കാലത്ത് സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ ഏനാ സക്കാത്ത് ഉണ്ടാവുക? കുറെ ആൾക്കാരൊക്കെ സ്വർണത്തിലേക്ക് കാശ് മാറ്റുന്ന കാശിന് കഴിച്ചിലാവാനാണ്. ഇവരോട് കാശിനും കൂടി സക്കാത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സംഭവത്തിൽ തൽക്കാലം എടുത്തേക്കണമല്ലോ. സക്കാത്താണ് സംഭവം തൽക്കാലം മാറ്റി വെക്കേണ്ടത്. പിന്നെയുള്ള 40 ആട്, 5 ഒട്ടകം, ആരെടുത്തപ്പോൾ 40 ആടൊക്കെ ഉള്ളത്. ഏതെങ്കിലും കുറച്ച് അറബികളുണ്ട് അവിടെ മത്സരം നടത്തുന്ന അറബികൾ. പ്രവാസികളായ നമുക്കൊക്കെ എന്ത് ആടും, നമുക്കെന്ത് കോഴി, ഒരു ഫ്രിഡ്ജിലുള്ള കോഴി അല്ലാതെ അല്ലെങ്കിൽ സല്ലാച്ചയിലുള്ള കോഴി അല്ലാതെ നമ്മുടെ ജീവുള്ള കോഴി വന്നിട്ട് കാലത്തിറക്കണം. നമ്മളൊക്കെ എന്തൊരു ഗൾഫിൽ തന്നെ ജീവിച്ചൊരു കുട്ടി നാട്ടിലേക്ക് വന്നപ്പോഴാണ്, നാട്ടിൽ ഇങ്ങനെ മിറ്റത്ത് കറങ്ങിയിട്ടാണ് 2 കാലിൽ ഒരു പക്ഷി ഇങ്ങനെ അതിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. കുട്ടി ചെമ്മതം ചോദിച്ചു, കോഴിയാണെന്ന്. കുട്ടിക്ക് കോഴി മലയാളം അറിയില്ല, ഇവിടെ പഠിച്ചതല്ലേ. കോഴിയാണോ അവസാനം പറഞ്ഞത് ചിക്കനാണെന്ന്. ചിക്കൻ വരുമ്പോൾ ഫ്രിഡ്ജിലല്ല, അതുകൊണ്ട് പുറത്തുണ്ടാവുന്നത് ചോദിച്ചു. ചിക്കൻ ഉണ്ടാവില്ല, ഫ്രിഡ്ജിലല്ല, അത് പുറത്തുനിന്നൊക്കെ നടക്കുന്നത്. എന്താണ് നമ്മളെ അവസ്ഥ? അപ്പൊ ഇതിന് സക്കാത്തില്ലെന്ന് പറഞ്ഞാൽ, കാശിന് സക്കാത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സക്കാത്തുള്ള കാര്യമായിട്ടൊന്നും ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാശിന് സക്കാത്തുണ്ടെന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്. അതനുസരിച്ചുള്ള മസാലകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെന്താ പറയുന്നത്? നമുക്ക് ആ മസാലന് തീർത്തിട്ടാൽ മതിയായിരുന്നു. അപ്പൊ ഈ 8 ഇനങ്ങളിലാണ് സക്കാത്ത് ഉള്ളത്. അതിന് നഖ്ദൈനിയുടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഭാഗമായിട്ടാണ് കച്ചവട ചരക്കും കടന്നു വരുന്നത്. ഇനി നമ്മൾ സക്കാത്തിന്റെ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കോമൺ ആയ പ്രധാനപ്പെട്ട 2 നിബന്ധനകൾ. ഏതൊരു സാധനത്തിലും സക്കാത്ത് നിർബന്ധമാവാൻ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, അതിലെ കണക്ക് തികയണം. ഇത് കണക്ക് തികയണം. ഓരോന്നിനും ഒരു കണക്കുണ്ട്. സ്വർണ്ണാണെങ്കിൽ ഇത്ര വേണം, വെള്ളിയാണെങ്കിൽ ഇത്ര വേണം, കച്ചവടച്ചരക്കാണെങ്കിൽ ഇത്ര വേണം. അങ്ങനെ കണക്ക് തികയണം. സ്വാബ് എന്ന് പറയും ഫിഖ്ഹിന്റെ ഭാഷയിൽ. രണ്ടാമതായി വർഷം പൂർത്തിയാവണം, ഹൗല് തികയണം. ഹൗലും സ്വാബും തികയണം എന്നാണ് ഫിഖ്ഹിന്റെ ഭാഷയിൽ പറയാറുള്ളത്. അത് നമ്മുടെ കയ്യിലേക്ക് കാശ് വന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. ആ കാശ് നിശ്ചയമായ കണക്കുണ്ടോ, ആ കണക്ക് എത്തിയിട്ട് ശേഷം 1 വർഷം നമ്മുടെ കയ്യിൽ അത് ബാക്കി നിന്നോ, ഈ 2 ഘടകങ്ങൾ കൂടി പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് കടന്നു വരുന്നത്. കുറെ ആൾക്കാർക്ക് വേണ്ടി സമാധാനമായി. ഇപ്പാണ് പറയാൻ ശ്വാസം വിട്ടത്.
ഈ രണ്ട് ഘടകങ്ങൾ, നിബന്ധനകൾ വളരെ പ്രധാനമാണ്, വിശിഷ്യ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളിൽ. ഇത് നിർബന്ധമില്ലാത്തത്, വർഷം നിർബന്ധമില്ലാത്തത് കൃഷി വസ്തുക്കളിലാണ്. കൃഷി ചെയ്തിട്ടാക്കുന്ന സംഭവങ്ങൾ ഇപ്പം ചർച്ചയിലേക്ക് വരേണ്ട കാര്യമില്ല. 920 ലിറ്റർ നെല്ലെന്നൊക്കെ പറഞ്ഞാൽ, അരിയെന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ പോട്ടെ, നമ്മൾ തൽക്കാലം അത്യാവശ്യമുള്ള 5 കിലോ വാങ്ങിക്കാണ്ട് ചോറൊക്കെ അല്ലാതെ അതിലേക്ക് ഇപ്പം നമ്മൾ കിടക്കണ്ട. വർഷം പൂർത്തിയാവുകയും വേണം, നിസാബ് തികയുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ സക്കാത്തിന്റെ നിബന്ധനയാണ്. അത് നിർബന്ധമില്ലാത്തത് നമുക്കല്ല. സാറതിൽ വർഷാച്ചൊരു ഓർമ്മ അങ്ങനെ വെല്ലടിച്ചതാണ്. അവിടെ മതി ചോറിന് കഴിഞ്ഞിട്ടൊക്കെ വെല്ലടിച്ചതാണ്. ഈ രണ്ട് നിബന്ധനകൾ ഒക്കുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുന്നത്. നിബന്ധനകൾ ഇല്ലാത്തത് കൃഷി വസ്തുവിനുണ്ട്, പിന്നെ അതേപോലെ നിധിയില പിന്നുള്ളത്. നിധിയായി കുഴിച്ചെടുക്കുന്ന സാധനങ്ങളിൽ വർഷം തികയേണ്ട കാര്യമൊന്നുമില്ല. നിസാബ് എത്തിയാൽ മതി. ആ എത്തിയതിന് എത്ര കൊടുക്കാമെന്ന് കണക്കുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചൊന്നും കിട്ടൂല. കിട്ടാനിട്ട് നമ്മൾ നമ്മുടെ കുത്തക്കോ നിധി കിട്ടിയാലും വിറ്റാൻ തന്നെ ടിക്കറ്റ് നാട്ടിൽ പോകാൻ നോക്കൂല. എന്താ നിധിത്തിന് ഏതെങ്കിലും ഇതിന് സൂപ്പർ നമ്പർ അടിച്ചാൽ പോരാ, നമ്മളൊക്കെ പോകില്ല ഇവിടുത്തെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് ഈ രണ്ട് നിബന്ധനകൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക. വർഷം പൂർത്തിയാവണം, നിസാബ് കണക്ക് എത്തിയിരിക്കണം. മുമ്പ് അമ്മായിമ്മ മരോളെ പഠിപ്പിച്ചു. മരോളടുത്ത് ഗൾഫിന്റെ മരോള അയച്ച 2000 രൂപ ഉണ്ട്. അത് കണ്ടേക്ക് അമ്മായിമ്മക്ക് ചെറുതായിട്ട് അസൂയ. അതിന് സക്കാത്ത് കൊടുക്കട്ടാറിന് 2000 രൂപയ്ക്ക് സക്കാത്ത് കൊടുക്കണം. മരോളം തന്നെ ആകെ പഠിച്ചതിന് സക്കാത്ത് കൊടുക്കണം. അമ്മായിമാരുടെ ദേശം കൊടുത്താണ്. അല്ല മസല അറിഞ്ഞതല്ല. അങ്ങനെ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാവില്ല. കണക്ക് എത്തണം, വർഷവും പൂർത്തിയാകും. ഇനി എന്താണ് ഈ കണക്ക്? കുറെ നേരം കണക്കാണ് ഒക്കെ കണക്കാണെന്ന് ആ കണക്കല്ല. എന്താണ് നമ്മൾ സക്കാത്തിന്റെ കണക്ക്? ഓരോന്നിനും കണക്കുണ്ട്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായി നമുക്ക് ആവശ്യം വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യം വരുന്നത് ലഖ്ദൈനി, സ്വർണം, വെള്ളി, അതിന്റെ മൂല്യത്തിൽ വരുന്ന കച്ചവട വസ്തു, കാശ്, ശമ്പളം, അങ്ങനെ എന്തൊക്കെ വിഭാഗങ്ങളുണ്ടോ അതെല്ലാം ഇത് വരും. അതാണ് കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കിയിലേക്കൊന്നും ഇപ്പോൾ കിടക്കണില്ല. കൃഷിയിലേക്കോ ആടുമാടോ ഒട്ടകത്തിലേക്കോ ഒന്നും കിടക്കണില്ല. നേരത്തെ പറഞ്ഞ പോലെ എവിടെങ്കിലൊക്കെ 4 ആളുകൾ നമ്മൾ ടൂറായിട്ട് കാണാൻ പോകുവാനല്ലാതെ നമ്മളെ അടുത്ത് ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. അപ്പൊ ലഖ്ദൈനിയുടെ കണക്ക്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക്. സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ ആദ്യമായി പണ്ഡിതന്മാര് പറയുന്നത് സ്വർണത്തിന് 85 ഗ്രാം എത്തുമ്പോഴാണ് സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്നത്. 20 മിസ്കാൽ എന്നൊക്കെ പറയും. നമ്മളിപ്പോ നമ്മൾ തിരുണ ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞാൽ 85 ഗ്രാം. മലയാളത്തിൽ പറഞ്ഞാൽ ഗ്രാമെന്നുള്ള ഇംഗ്ലീഷാന്ന് ചോദിക്കണ്ട, നമുക്ക് തിരുണ ഭാഷ എന്നർത്ഥം. 85 ഗ്രാം. ഒരാൾ ഗഫർ വന്നിട്ട് അയാൾ കേട്ടതൊക്കെ അറബി. അത്ര മലയാളികൾക്ക് വരുന്ന മുമ്പ് പ്രത്യേകിച്ച് നമ്മൾ ഖത്തറിലൊക്കെയാണ് കാര്യമായിട്ട് അറബി പറയുന്ന ആൾക്കാർ അധികം ഉള്ളത്. ഇവിടെ ഇവിടുത്തെ സ്വദേശികൾക്ക് വരെ ഹിന്ദി അറിയുന്നതാണ് പറഞ്ഞിട്ടത്. ഇയാൾ ഗൾഫിൽ നോക്കിയത് കേട്ടതൊക്കെ അറബിയാണ്. ഇയാൾക്ക് ആകെ അണ്ടം വിട്ട് ഒരു സമാധാനം, ഒരു പരിചയമുള്ള ഒരു സാധനം കേൾക്കണില്ല. കുറച്ച് നമ്മളെ ബാങ്ക് കേട്ടതോ ഒരു സമാധാനം. ബാങ്കെങ്കിലും മലയാളത്തിൽ കേട്ടല്ലോ. ഇയാൾ പറഞ്ഞതാണോ ബാങ്ക് മാത്രം മലയാളത്തിലുള്ള, ബാക്കിയൊക്കെ അറബിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 85 ഗ്രാം സ്വർണമുണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. സക്കാത്ത് ക്ലാസ്സാണ് പൊതുവെ കുറച്ചൊരു ചടച്ചു പോകും. ഈ ഇസ്തിലാഹാത്തുകളൊന്ന് മാത്രമാകുമ്പോൾ തോന്നി ദയിക്കും. കുറച്ച് ഞാൻ ഉറങ്ങലും തുടങ്ങും. കുറെ ആൾക്കാർ നിർബന്ധപൂർവ്വം ഉറക്ക് വരുത്തും. ഇത് കേട്ടാൽ കുറച്ച് ഇറങ്ങാറായി കാരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാനില്ലാത്തവരുടെ ധൈര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞൂടി അറിയണത്. കുറെ ആൾക്കാരൊക്കെ വേക്കലുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ള ഒരാളും നേടി ചോദിച്ചു, സക്കാത്തിൽ വരാമെന്ന് ചോദിച്ചു. ഫ്ലാറ്റിന് ബസ്സിന് സക്കാത്തുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സക്കാത്തില്ലായിരുന്നു. ഒരാൾ ബസ് എടുത്തു ഓടാൻ വേണ്ടിയിട്ട്. സാധാരണ വാടകയ്ക്ക് ഓടാൻ അതിന് സക്കാത്തുണ്ട്. നമ്മൾ ഇല്ലാതെ അങ്ങനെ വേറെ എന്തൊക്കെ ഉള്ളതെന്ന്, അങ്ങനെ സക്കാത്ത് ഇല്ലാത്തത് അങ്ങനെ എന്തൊക്കെയുണ്ട് അയാൾ ചോദിച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ചോദിച്ചോട് അങ്ങനെ എന്തൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ നിലയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്താനാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇതിന് സ്വർണത്തിലും വെള്ളിയിലുമുള്ള നമ്മുടെ സ്ഥാപനം അതിന് നമ്മൾ ഈ സദസ്സിൽ ധൈര്യമായിട്ട് മസലകൾ പറയാൻ നമ്മുടെ ഉസ്താദന്മാരും ഉദവികളായ പലരും ഉണ്ട്. തെറ്റ് പറ്റിയാൽ തിരുത്താൻ ആളുകളുണ്ടുള്ള സമാധാനമാണ്. അവസാനമായിട്ട് ഉസ്താദ് ദുആ ചെയ്ത് നമുക്ക് പിരിയാമെന്നാണ് തങ്ങൾ ഒന്ന് പറഞ്ഞു തന്നത്. അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ വെക്കണം. ഒന്ന് വർഷം പൂർത്തിയാവണം, മറ്റൊന്ന് നിസാബ് തികയണം, കണക്ക് തികയണം. ഈ കണക്കെന്ന് പറയുന്നത് സ്വർണത്തിൽ 85 ഗ്രാം സ്വർണം ഉണ്ടാകുമ്പോഴാണ് കണക്കെത്തുന്നത്. അത് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വർഷം പൂർത്തിയായാൽ, അവിടെ വർഷം എന്ന് പറയുമ്പോഴും ആലോചിക്കേണ്ടത് നമ്മുടെ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ അല്ല, ഹിജ്രി വർഷമാണ്. ഹിജ്രി വർഷമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. 85 ഗ്രാം. വെള്ളിയാണെങ്കിലോ 595 ഗ്രാം വെള്ളി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. 595 ഗ്രാം വെള്ളി.
ഇനി ഈ വെള്ളിയുടെ കണക്കിലേക്കാണ് നമ്മൾ സാധാരണ കാശിന്റെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്തൊക്കെ നമ്മൾ സാധാരണ വില നിശ്ചയിക്കാറുള്ളത്, അതിന്റെ മൂല്യം കണക്കാക്കാറുള്ളത് വെള്ളിയെ അടിസ്ഥാനമാക്കിയാണെന്നാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയാറുള്ളത്. കാരണം ഫുഖറാഇന് അംഫ ആയത് അതുകൊണ്ട് അതിലേക്ക് വില നിശ്ചയിക്കണമെന്നാണ് ശരി ഉസ്താദൊക്കെ പറയാറുള്ളത്. അതിലേക്ക് വില നിശ്ചയിക്കണം. അപ്പൊ വെള്ളിയുടെ കണക്ക് 595 ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ മാർക്കറ്റ് മൂല്യം എത്രയാണോ ആ സംഖ്യ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് മുതൽ നമ്മുടെ കയ്യിലേക്ക് നിസാബ് എത്തിക്കണം. ഞാൻ ഇന്ന് പോയപ്പോൾ വെള്ളിയുടെ കണക്ക് നോക്കിയപ്പോൾ മുമ്പത്തേക്കാളും കുറെ കുറഞ്ഞേക്കണം. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് തോന്നുന്നത് ഞാൻ ദുബൈയിൽ വ്യാപാരി ക്ലാസ്സിന് വന്ന സമയത്ത് അന്ന് 58,000 കല ഒരു കിലോക്ക്, ഒന്ന് നോക്കുമ്പോൾ 38,000 ഉള്ളൂ. ഇത്ര കുറഞ്ഞ ഞാൻ തന്നെ എപ്പോഴാറുള്ളത്. കഴിഞ്ഞ വർഷമായിട്ട് വെക്കാത്ത കുറിച്ച് കാര്യമായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടില്ല. 38,000 ഒരു കിലോ വെള്ളിയുടെ ഇന്നത്തെ ഇന്ത്യൻ റേറ്റ് കാണുന്നത്, 38,000 ഇന്ത്യൻ രൂപ. അവർ 595 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 22,500 23,000 ഇന്ത്യൻ രൂപയുടെ കണക്കുണ്ടാവും. അപ്പൊ ആ ഒരു കണക്കെത്തിയാൽ അത് 23,000 കൃത്യമായിട്ട് ഞാൻ പറയില്ല, 595 ഗ്രാം വെള്ളിയുടെ അന്നത്തെ മാർക്കറ്റ് വില എന്താണ് നോക്കാം. അത് നമ്മുടെ കയ്യിലേക്ക് എത്തിയാൽ നമ്മുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ നിസാബുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഗൾഫിലേക്ക് വന്നു, ഗൾഫിൽ നമുക്ക് അങ്ങനെ ശമ്പളം കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോ മാസവും ശമ്പളത്തിന് ഒരു ഇന്ത്യൻ രൂപ 10,000 രൂപ നമ്മൾ അങ്ങനെ സേവ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ രൂപ 10,000 രൂപ നമ്മൾ ഓരോ മാസവും നമ്മൾ അങ്ങനെ സേവ് ചെയ്ത് നമ്മുടെ ബാങ്കിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിക്കുകയോ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ സേവ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു മാസം നമ്മൾ മുഹറത്തിലാണ് നമ്മൾ വന്നത്. മുഹറത്തിൽ അവസാനം ശമ്പളം കിട്ടി, 10,000 രൂപ അയച്ചു. പിന്നെ അടുത്ത സഫറിന് കിട്ടി, 10,000 ആയി, ഇപ്പൊ 20,000 ആയി. അത് നോക്കിയപ്പോൾ വെള്ളിയുടെ കണക്ക് അതിലേക്ക് എത്തിയിട്ടില്ല. അടുത്ത മാസം അയച്ചപ്പോഴാണ് 30,000 നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ് വെള്ളിയുടെ നിസാബെങ്കിൽ, വെള്ളിയുടെ വില അതാണെങ്കിൽ ആ 30,000 ആവുന്നതോടുകൂടി നമ്മുടെ സേവിങ്സ് എത്രയായി? 30,000 രൂപയായി, നിസാബിലേക്ക് എത്തി. ഉടനെ നമ്മൾ ആ ഡേറ്റ് നമ്മൾ ഓർത്തു വെക്കണം. ഓർത്തു വെക്കാനല്ല, കൃത്യമായി എഴുതി വെക്കണം. കാരണം ഓർത്തു വെച്ചാൽ കുറച്ച് അടുത്തതാകുമ്പോൾ തന്നെ സംശയം തുടങ്ങും, ഇല്ലാത്ത സംശയം ഉണ്ടാക്കും. അത് മുഹറത്തിലായിരുന്നു, സഫറിലല്ലായിരുന്നു, സഫറായിരുന്നു, ജുമാദുലൂരല്ലായിരുന്നു, സംശയങ്ങൾ അങ്ങോട്ട് പോകലാണ്. എഴുതി വെക്കാം. പണ്ഡിതന്മാർ പറയുന്നത് സക്കാത്തിന് വേണ്ടി പ്രത്യേക ദീവാന് തന്നെ, ഒരു രജിസ്റ്റർ തന്നെ പലപ്പോഴും വെക്കേണ്ടി വരുന്ന പണ്ഡിതന്മാർ പറയുന്നത്. കൃത്യമായി സക്കാത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി രജിസ്റ്റർ തന്നെ വെക്കേണ്ടി വരും. ഓരോ സംഖ്യയും കിട്ടിയ ഡേറ്റ് അങ്ങനെ എഴുതേണ്ടി വരും. അങ്ങനെ നമ്മൾ 3ാമത്തെ മാസമായി നമ്മുടെ കയ്യിൽ നമ്മുടെ സേവിങ്സ് 30,000 ഇന്ത്യൻ രൂപയായി. അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ 30-നാണ് അല്ലെങ്കിൽ അവസാനത്തെ നമ്മുടെ മാസം ശമ്പളം കിട്ടിയത്. നമ്മൾ 30,000 രൂപ നമ്മുടെ കയ്യിലേക്ക് വന്നത്. അടുത്ത റബീഉൽ അവ്വൽ 30 ആകുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ആ 30,000 രൂപ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ, ഇടയ്ക്ക് ചെലവായിട്ടില്ല, ഇടയ്ക്കൊന്നും ചെലവായിട്ടില്ല, ഇടയ്ക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ചെലവായി പോയതൊക്കെ പോയി, എന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ ചെലവാകാതെ നമ്മുടെ കയ്യിൽ അത്രയും രൂപ ഒരു വർഷമായി നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ ആ വർഷം പൂർത്തിയാകുന്ന സമയത്ത് ആ 30,000-ന്റെ 2.5% 7,500 രൂപ സക്കാത്ത് കൊടുക്കണം. 30,000-ന്റെ 2% 750 രൂപ, 750 രൂപ ആവും. ഇങ്ങനെ പഠിപ്പിച്ചില്ല ഓരോരുത്തർ, അല്ലേ? ഓരോരുത്തരുടെ നെഗറ്റീവ് കയ്യൊക്കെയാണ് 7,500, 750 രൂപ. ശ്രദ്ധിക്കേണ്ടി നടത്താൻ സമാധാനം എനിക്ക്. 750 രൂപ നമ്മൾ സക്കാത്ത് കൊടുക്കണം. 30,000-ന്റെ 2.5% 750 രൂപ സക്കാത്ത് കൊടുത്തിരിക്കണം ഒരു വർഷം പൂർത്തിയായാൽ. അപ്പോൾ നമ്മളെന്റെ കയ്യിലേക്ക് ഒന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചെയ്യും. അങ്ങനെയാണെങ്കിലോ എപ്പോഴാണോ നമ്മളെ നിസാബിനേക്കാൾ താഴോട്ട് പോയത് അവിടുന്ന് നമുക്ക് പഴയ ഡേറ്റ് തിരുത്താം. അതിൽ ഒരു 30,000 നമ്മൾ എഴുതി വെച്ചിരുന്നു. അവിടുന്ന് 2 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ സേവിങ്സ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത മാസം 10,000 പോയി, 40,000 ആയി. പക്ഷെ പിന്നത്തെ മാസം ഹോസ്പിറ്റൽ കേസ് വന്നു, ഒരു 20,000 അതിലേക്ക് കൊടുത്തു. ഇന്നത്തെ മാസം ഹോസ്പിറ്റൽ കേസ് വന്നു, 20,000 അതിലേക്ക് കൊടുത്തു. ഇന്ന് നമ്മുടെ ബാക്കി സേവിങ്സ് ബാക്കി എത്രയുള്ളത്? ആകെ 20,000 ഉള്ളൂ. നിസാബിലേക്ക് താഴോട്ട് പോയി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ എഴുതി വെച്ച ഡേറ്റ് വെക്കുക, ഒരു 30 ഡേറ്റാണ്ട് വെട്ടിവെക്കുക. ഇനി ആ 20 നിസാബ് വെച്ചത് എപ്പോഴാണോ അവിടുന്ന് അങ്ങോട്ട് പുതിയ ഡേറ്റ്. ഇങ്ങനെ ചെയ്തു പോകണം സക്കാത്ത്. ഇതാണ് അടിസ്ഥാനപരമായി സക്കാത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള 2 നിയമങ്ങൾ ഇതാണ്. ഇനി ബാക്കി നമ്മൾ ഏത് മസലകൾ എന്ത് പറഞ്ഞാലൊക്കെ ഇതിന്റെ ബാക്കിയാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലായില്ല, ഇല്ലേ? ഇത് പറഞ്ഞിടത്ത് ഉറങ്ങിയവർ ആരെങ്കിലും ഉണ്ടോ? ഒരു ഉറങ്ങിയ വാക്കുകളൊക്കെ മനസ്സിലായി. ഇത് ഉറങ്ങിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് അടിസ്ഥാനപരമായി നിസാബും ഹൗലും തികയുക എന്ന് പറഞ്ഞാൽ. അതാണ് കാശിലുള്ളത്. ഇതേ നിയമമാണ് കച്ചവടച്ചരക്കിലുള്ളത്. ഇതേ നിയമമാണ് ബാക്കി സ്വർണ്ണമാവട്ടെ വെള്ളിയാവട്ടെ അങ്ങനെ വരുന്നിടത്ത് സ്വർണ്ണത്തിനും വെള്ളിത്തിനും അതിന് കൃത്യമായ കണക്കുണ്ട്. അതിലേക്ക് മൂല്യം നോക്കുകയാണ് നമ്മൾ കാശിൻ്റേത് നോക്കേണ്ടത്.
അപ്പൊ കാശിന്റെ സക്കാത്ത് എന്ന് പറയുമ്പോൾ അതിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തതായിട്ട് കടന്നു വരുന്നത് കച്ചവട വസ്തുവാണ്. ആദ്യമായിട്ട് വരുന്നത് കച്ചവട വസ്തുവാണ്. അപ്പോൾ ഒരാൾ കച്ചവടം തുടങ്ങുന്ന സമയത്ത് കച്ചവടത്തിലുള്ള ഒരു വ്യത്യാസമുള്ളത്, കാശിൽ നിന്ന് കച്ചവടത്തിലുള്ള ഒരു വ്യത്യാസമുള്ളത്, കച്ചവടം തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിന്റെ നിസാബ് നോക്കേണ്ടതില്ല. തുടങ്ങുന്ന സമയത്ത് നിസാബ് നോക്കേണ്ടതില്ല. നമ്മളൊരു കട തുടങ്ങണം നമ്മൾ ഉദ്ദേശിച്ചു, നമ്മൾ അതിനുവേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തു, പണക്കാർ ഞങ്ങളെ ബന്ധപ്പെട്ടു, ഡേറ്റും കിട്ടി. നമ്മൾ ആ ഉദ്ഘാടന ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിക്സ് ചെയ്ത ഡേറ്റ് നമ്മൾ ഇംഗ്ലീഷ് ഡേറ്റ് നോട്ടീസ് അടിക്കുന്നതിന് അതേ ദിവസം തന്നെ നമ്മൾ കൃത്യമായ അറബിക് ഡേറ്റ് കുറിച്ച് വെക്കണം. ഞാൻ എന്റെ കസ്തൂരിയ തുടങ്ങിയത്, ബക്കാല തുടങ്ങിയത് മുഹറം 1-നാണ്. അതോട് കുറിച്ച് വെക്കണം. മുഹറം 1-ന് 10 മണിക്കാണ് തങ്ങളത് ഓപ്പൺ ചെയ്തത്. ഓക്കെ, മുഹറം 1-ന് 10 മണിക്ക് കട തുടങ്ങി. അടുത്ത മുഹറം 1 10 മണിയായാൽ പിന്നെ ഇയാൾ ചെയ്യേണ്ടത് അത് കച്ചവടം നടത്തില്ല, അവിടെ സിഗരറ്റ് വിട്ട് ഉത്തരക്കല്ലാണ് വേണ്ടത്. ഷട്ടർ താത്തിയിട്ട് കണക്കെടുപ്പ് നടത്തണം അയാളതിന്. ആ ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കടയിലുള്ള സാധനങ്ങളുടെ മുഴുവൻ കണക്കെടുപ്പ് നടത്തണം. സിനിമക്കാരതിന് ബക്കാലിന്റെ മുതലാളിമാർ പറഞ്ഞു വേണ്ടി ഒന്ന് വിളിച്ചാലിട്ടാ, ബക്കാലിന്റെ മുതലാളിമാർ ആരെങ്കിലും അടുത്തിരുന്ന് തൂങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ വരെ. അടുത്തൊരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ ഉദ്ഘാടനം നടന്ന ആ ഡേറ്റിന്റെ അറബിക് ഡേറ്റ് എഴുതി വെച്ചിട്ട് ആ അറബിക് ഡേറ്റ് ഒരു വർഷം പൂർത്തിയാകുന്ന അടുത്ത മുഹറം 1-നാണ് ഡേറ്റെങ്കിൽ ആ മുഹറം 1-ന് സമയമായാൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കടയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും കണക്കെടുപ്പ് നടത്തുക. മുഴുവൻ വസ്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫിക്സഡ് അസറ്റ് വേണ്ട, ഫിക്സഡ് അസറ്റുകൾ ഉണ്ടാവും. അവിടുത്തെ മേശ, കസേര, കച്ചവടത്തിന് ആവശ്യമായ വക്കാലയിലേക്ക് ആവശ്യമായ ഫർണിച്ചർ ഉണ്ടാവും കുറെ അവിടെ, അതൊന്നും എടുക്കേണ്ട കാര്യം, അതൊക്കെ ഫിക്സഡ് അസറ്റാണ്. അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു വെച്ച സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടോ, വിൽപ്പനയ്ക്ക് വേണ്ടി വിറ്റിട്ട് ലാഭം കിട്ടാൻ വേണ്ടി ഇദ്ദേഹം കൊണ്ടുവന്നു വെച്ച സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടോ, സിഗരറ്റ് മുതൽ കാർഡ് വരെ, മൊബൈൽ കാർഡ് വരെ കണക്കെടുപ്പ് നടത്തണം. അതിന്റെ ഫുള്ള് നമ്മുടെ സെല്ലിംഗ് വാല്യൂ, പർച്ചേസ് വാല്യൂ അല്ല, സെല്ലിംഗ് വാല്യൂ നോക്കണം. നമ്മൾ എത്ര രൂപക്ക് അത് വിൽക്കണം നോക്കുക. അതാണ് നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്വത്ത്. നമ്മൾ ചിലപ്പോൾ 10 രൂപ വാങ്ങിയത് കഴിക്കാറ് 20 രൂപക്ക് വെക്കുന്നുണ്ടാവും ഏതെങ്കിലും ബാധിയിലൊക്കെ ആണെങ്കിൽ. ഒറ്റപ്പെട്ട മൂലക്കരക്കുള്ള വക്കാലാണെങ്കിൽ പരമാവധി മുറിച്ചലേക്കാരം. അപ്പൊ സക്കാത്തിന്റെ സമയമാകുമ്പോൾ മാത്രം ആ വില കുറക്കാൻ പാടില്ല. പിന്നെ കുറച്ച് മുമ്പേ വേണമെങ്കിൽ കുറച്ച് തരാം. കൊല്ലത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ട് സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കുറച്ചൊക്കെ കൊണ്ടുവന്ന് വില കുറച്ച് കൊടുക്കാം. നമ്മൾ സെല്ലിംഗ് വാല്യൂ നോക്കിയിട്ട് ആ ഡേറ്റ് പൂർത്തിയാകുന്ന സമയത്ത് അവിടെയുള്ള വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ സാധനങ്ങളുടെയും കണക്കെടുപ്പ് നടത്തുക. ആ കണക്കെടുപ്പ് നടത്തിയിട്ട് നിങ്ങൾ നോക്കി എത്ര രൂപയാണ് സാധനം. നമ്മൾ നേരത്തെ പറഞ്ഞ 595 ഗ്രാം വെള്ളിക്കയുടെ മൂല്യത്തിന് സമാനമായ സാധനമുണ്ടെങ്കിൽ ഉടനെ അതിന്റെ 40-ൽ 1 2.5% സക്കാത്ത് കൊടുക്കാം. കണക്കിലോടെങ്കിൽ ഇതിനെ പറയണ്ട, കണക്കിൽ നമുക്ക് അത്ര മോശമല്ല, എന്നാലും ചിലപ്പോൾ അറിയാതെ വെച്ചിപ്പോകും. വർഷം പൂർത്തിയാകുന്ന സമയത്ത് കച്ചവടം ഏത് കച്ചവടവും തന്നെയാണ്. ഒരു സാധനം കച്ചവടത്തിന് വേണ്ടി വാങ്ങിയതാണോ, കച്ചവടത്തിന് വേണ്ടി വാങ്ങാനോ പണ്ഡിതന്മാരെ പറയുന്ന മാനദണ്ഡം പറയുന്നത് ഒരു സാധനം നമ്മൾ മിൽക്കാക്കുന്നത് തന്നെ അത് വെച്ചിട്ട് ലാഭം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോഴത് കച്ചവടമല്ല, അപ്പോഴത് കച്ചവടമല്ല. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയ ഭൂമിയുണ്ട്, ആ ഭൂമി നമ്മൾ അനന്തരമായിട്ട് കിട്ടിയതാണ്, അത് കച്ചവടത്തിനുള്ളതല്ല. പിന്നെ നമ്മൾ വിചാരിച്ചത് കച്ചവടം ചെയ്യണമെന്നല്ല, വില വിൽക്കാൻ വിൽക്കണം നൽകി, അതുകൊണ്ട് മാത്രം ഒരു കച്ചവട വസ്തു ആവില്ല, അതുകൊണ്ട് മാത്രം കച്ചവട വസ്തു ആവില്ല. കാരണം ഇയാൾ മിൽക്കാക്കിയത് എന്തുകൊണ്ടല്ല, കച്ചവടം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മിൽക്കാക്കിയതല്ല. അത് വിറ്റ് പിന്നെ കിട്ടിയ ലാഭം കൊണ്ട് വേറൊന്ന് വാങ്ങി അവിടുന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങും. അതിലേക്ക് വരാം റിയൽ എസ്റ്റേറ്റിലേക്ക്. അതിലേക്ക് നമ്മൾ നീച്ചുകൊട്ടെ അത് പറഞ്ഞു വെച്ചത്. അപ്പൊ കച്ചവടത്തിന്റെ സക്കാത്ത് അങ്ങനെയാണ്. കച്ചവടം തുടങ്ങുന്ന ഡേറ്റ് ഓർത്തു വെക്കുക. അവിടെ നിന്നങ്ങോട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് അതിന്റെ മൊത്തം വില നിശ്ചയിക്കാം. അവിടുത്തെ ഫിക്സഡ് അസറ്റുകളൊക്കെ മാറ്റിവെക്കാം. അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള സാധനം എന്താണോ അതെല്ലാം കണക്കെടുക്കാം. വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ കണക്കെടുക്കാം. അപ്പൊ ഇതൊരു കാറിന്റെ ഷോറൂമാണെങ്കിൽ മൊത്തം കാറുകൾ കണക്കെടുക്കണം. ജ്വല്ലറി ആണോ, ജ്വല്ലറിയുടെ മൊത്തം കണക്കെടുക്കുക, സാധനങ്ങൾ കണക്കെടുക്കണം. ഒരു ചായപ്പേടിയാണോ, അവിടെയുള്ള കുട്ടി വെള്ളപ്പം ഉണ്ട എന്തൊക്കെയുള്ളത് അതിന് കണക്കെടുക്കണം. കണക്കെടുത്തപ്പോൾ ആകെ 4000 രൂപ സാധനമുള്ളൂ. ഓക്കെ, അതിന് വെക്കാത്തില്ല, ക്ലോസ് ചെയ്യാം, ഡേറ്റ് മാറ്റി അടുത്ത ഡേറ്റ് കൊടുത്തൊക്കെ. ഇവിടെക്കാണ് 2 ദിവസം അപ്പുറമുള്ള സാധനം ഹോട്ടലിൽ ഉണ്ടാവുമല്ലോ, അത് വെച്ച് തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ മുമ്പിൽ അതിന്റെ നോട്ടീസ് അയക്കാറ്. അപ്പൊ ഏത് കടകളാവട്ടെ, എന്ത് കച്ചവടമാവട്ടെ, എത്ര ചെറിയതാണെങ്കിലും ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഒരു കണക്കെടുപ്പ് അവിടെ ആവശ്യമാണ്. അങ്ങനെ കണക്കെടുപ്പ് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ കണക്കിലേക്ക് 23,000 രൂപയുടെ കണക്കിലേക്ക് സാധനം എത്തണില്ല. ഞങ്ങൾ സംഭവം 50,000 രൂപ സാധനത്തിൽ ഇറക്കിയിരുന്ന കടയിൽ
അയാൾ കട തുടങ്ങുന്ന സമയത്ത് 50,000 രൂപയുടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഭയങ്കര ഉഷാറായി കടക്കെ തുടങ്ങിയതാണ്. അവസാനത്തിൽ കൊല്ലം കഴിഞ്ഞ് നോക്കിയപ്പോഴോ ആകെ 15,000 രൂപയുടെ സാധനമേ ഉള്ളൂ. ഇല്ല, ഇയാൾക്ക് സക്കാത്ത് വേണ്ട. അയാൾ സക്കാത്ത് നിർബന്ധമാകുന്ന നിസാബ് ആ വർഷാവസാനത്തിൽ കച്ചവടത്തിന്റെ മൂല്യം ആ നിസാബിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ആ ഡേറ്റ് മറക്കാം. ഇനി അവിടുന്ന് അങ്ങോട്ട് പുതിയ ഡേറ്റ് എത്തും. ഇനി അടുത്ത മുഹറം 1 നോക്കിയാൽ മതിയാണ്. അതുവരെ ഏത് ഫസ്റ്റായിട്ട് മുന്നോട്ട് പോകാം. ഇനി ആ നിസാബ് ഉണ്ടോ? അവിടെ ഞാൻ നോക്കിയപ്പോൾ ഇയാൾക്ക് 30,000 രൂപയുടെ സാധനമുണ്ട്. അന്നത്തെ വെള്ളിയുടെ മൂല്യം നോക്കുമ്പോൾ 30,000 രൂപയുടെ താഴെയാണ് നമ്മൾ പറഞ്ഞ നിസാബെങ്കിൽ ആ 30,000 രൂപയുടെ മൂല്യം കണക്കാക്കിയിട്ട് അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അതിന് ഇയാൾ നഷ്ടമാണെങ്കിലും നഷ്ടവും കടവും നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കച്ചവട വസ്തുവിലുള്ള സക്കാത്തിന്റെ അടിസ്ഥാനം ഇതാണ്. സാധാരണ നമ്മുടെ കടയിലൊക്കെ അല്ല, കച്ചവട വസ്തുവിന്റെ അടിസ്ഥാനം ഇതാണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ചോദിക്കാമോ? ഇടയ്ക്ക് വല്ല ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് അത് കിട്ടാനുള്ള കടം ആർക്കെങ്കിലും ശാസ്ത്രം വല്ലതും ചോദിക്കാണ്ടോ? അവർക്ക് ഉറക്കരുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാതിരിക്കാൻ. വേറെ വയസ്സില്ലല്ല ഉണ്ടെങ്കിൽ മതി. ഇല്ലെങ്കിൽ കൊണ്ട് ബുദ്ധിമുട്ട് വേണ്ട കാര്യമില്ല. ഏകദേശം 22,000-3,000 വരും. ചില ഉദാഹരണത്തിന് വേണ്ടി പറയാൻ കാരണം 22,000 രണ്ടരാണ് ഞാൻ തന്നെ കണക്കൂട്ടാൻ ഇടകാറായി പോകും. അതുകൊണ്ട് ഞാൻ 30,000 കുടിക്കുന്നത്. 30,000 എന്നുള്ളതല്ല, 595 ഗ്രാം വെള്ളിയുടെ മൂല്യം എന്തോ അതിനാണ്. അത് ഓരോ ദിവസം നമ്മളിങ്ങനെ വെച്ച് നോക്കുക, കൃത്യമായ റേറ്റ് കിട്ടും. ആ റേറ്റ് അനുസരിച്ച് നമുക്ക് കണക്കൂട്ടാം. 30,000 എന്നുള്ളത് ഞാൻ കണക്കൂട്ടാൻ വേണ്ടി ഉദാഹരണത്തിന് പറഞ്ഞാൽ കേട്ടോ. ആരെങ്കിലും അതാണെന്ന് എഴുതിയിരിക്കണ്ട, സോറി. അത് പറഞ്ഞെങ്കിൽ പ്രത്യേകം വിളിച്ച് പറയണേ. സ്റ്റോക്ക് തുറക്കുന്ന പരിപാടി ഉണ്ടല്ലോ നമ്മൾ എടുത്തില്ല. എടുത്തുണ്ടോ? അല്ല മൊത്തത്തിലുണ്ടോ? അതിന് സക്കാത്തിന്റെ ഡേറ്റ് അതിന് മുമ്പായിട്ട് സ്റ്റോക്ക് കുറയ്ക്കാം. ഓക്കെ, അങ്ങനെ പരിപാടി ഉണ്ട്. അങ്ങനെ സ്റ്റോക്ക് കുറച്ചിട്ട് അദ്ദേഹത്തിന്റെ കണക്ക് താഴോട്ട് വന്നാൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. എന്നാൽ അങ്ങനെ അതിനു വേണ്ടി സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഗസാലിയൊക്കെ പറയുന്നുണ്ട് ഫിഖ്ഹുൽ ആറിനെ കുറിച്ച് പറയുന്നത് ഒരു അടങ്ങാറുള്ള ഫിഖാണ്. ആ ഫിഖിന് നിയമം അതാണ്. പക്ഷെ പറഞ്ഞു കൊടുത്ത അവിടെ വലിയ ബുദ്ധിമുട്ടാണ്. ഫിഖ്ഹുൽ ആറ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നത്. കടയിലുള്ള സാധനം അത്ര തന്നെ കൊടുക്കാനുണ്ടെങ്കിൽ അതിലേക്ക് വരാം. ആണ് പറഞ്ഞ പോയിന്റ്. കടയിലുള്ള സാധനത്തിന്റെ അത്ര തന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അല്ല, കച്ചവടമാകുമ്പോ സ്റ്റോക്ക് ഉണ്ടാവും, കൃത്യമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതായത് നമ്മളെ സാധനം കൊണ്ടുവന്ന 50,000 രൂപയുടെ സാധനം കടയിലുണ്ടെങ്കിൽ അത്ര തന്നെ ബില്ലുണ്ടാവും. കമ്പനികൾക്ക് സാധനം കൊടുക്കാനുള്ള അർത്ഥം. അങ്ങനെ വരുന്ന രംഗങ്ങളുണ്ട്. ഇപ്പോൾ കച്ചവടത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ തന്നെ കമ്പനികളൊന്ന് സാധനം ഇറക്കി കൊടുക്കണം. ആ വിൽക്കുന്നതിനനുസരിച്ച് അവർക്ക് അങ്ങനെ ഒരു കാശ് കൊടുത്താൽ മതി. അവിടെ നമുക്ക് കൃത്യമായി ആദ്യമായി ഈ കച്ചവടം ചെയ്യുന്ന ആള് തീരുമാനിക്കണം ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ആ കച്ചവടം ചെയ്യുന്നത് എന്ന്. ഫിഖിന്റെ ഭാഷയിൽ തന്റേതല്ലാത്ത ഒരു വസ്തു കച്ചവടം ചെയ്യാൻ പറ്റൂല. എന്റേതല്ലാത്ത ഒരു വസ്തു ഞാൻ കച്ചവടം ചെയ്യാൻ പറ്റൂല. നമ്മളിവിടുന്ന് രണ്ടെല്ലാം ഗൾഫിൽ നാട്ടിൽ പോയപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു, ആരോ പറഞ്ഞു എന്റെ വരി മറന്നു ഞാൻ വിറ്റകനിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്റെ വരി മറന്നു ഞാൻ വിറ്റകനെ പറഞ്ഞാൽ ആ പറഞ്ഞതിന് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പം തന്റേതല്ലാത്ത ഒരു വസ്തു കച്ചവടം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിലില്ല. അപ്പൊ ഇവിടെ ഒന്നുകിൽ ഉള്ളത് സാധനങ്ങളെല്ലാം ആ പറഞ്ഞ കമ്പനിക്കാരൻ്റെതാണ്. അയാൾ നമ്മളെ വിൽക്കാൻ വേണ്ടി തൽക്കാലം ഏൽപ്പിക്കുന്നു. വിൽക്കാൻ ഇത്ര ശതമാനം അല്ലെങ്കിൽ കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നു. നമുക്കൊരു കൂലി വരുന്ന പോലെ തിറാവ് എന്നൊക്കെ പറയും എന്റെ ഭാഷയിൽ അതിന്. അങ്ങനെയാണെങ്കിൽ അയാൾ ആ സാധനം കേടന്നാൽ അയാളെ എടുത്തുകൊണ്ടും ചെയ്യും. ആ സാധനം ബാക്കിയായി നിർത്താം. നമ്മൾ വിചാരിച്ച പോലെ വിറ്റ് പോയില്ല, ഡേറ്റ് കഴിഞ്ഞ എക്സ്പയർ ആയി. എന്നാലും ഇയാൾ സാധനം എന്ത് ചെയ്യും? അയാളെ തിരിച്ചു കൊണ്ടുപോകും. കമ്പനിയെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ സാധനം കമ്പനിയുടേതാണ്. അത് നമ്മുടെ കണക്കിൽ വരേണ്ട കാര്യമില്ല. അതൊരു റീസെല്ലറായ റീറ്റെയിലറായ ഇയാളുടെ കണക്കിൽ അത് വരേണ്ട കാര്യമില്ല. അത് ഹോൾസെയിലറായ അയാൾ നോക്കിക്കോളും. ഇനി അതല്ല, അതൊക്കെ നമ്മളെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കുന്നത് എക്സ്പയർ ആയാലും ഒരു നോക്കില്ല. നമ്മൾ കാശ് പിന്നെ കൊടുത്താൽ മതി. സാധനം ഇറക്കി തരും. ഓറഞ്ചോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഇറക്കി തരും. ഓറഞ്ച് ചെയ്യാൻ അതെടുത്ത് പുറത്ത് കഴിച്ചാലേ നമ്മൾ ഉത്തരവാദിത്തമാണ്. അതൊന്നും പോലും അറിയില്ല. നമുക്ക് വിറ്റത് ലാസ്റ്റ് വിറ്റ് കിട്ടിയ ആ കാശിനനുസരിച്ച് നമ്മൾ അയാളുടെ കാശ് എത്രയാണോ ബില്ലുണ്ടാവും, ആ ബില്ലിന്റെ കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ വസ്തു നമ്മുടേതാണ്. ആ കച്ചവടം നടത്തുന്ന ആളുടേതാണ്. അയാളുടെ ഉടമസ്ഥതയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ കണക്കിൽ അത് വരികയും വേണം. അതിന് കാശ് അയാൾ അങ്ങോട്ട് കൊടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് അയാൾ കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? അയാൾ കടക്കാരനാണെന്ന് വരും. അതിൽ പിന്നെ മൊത്തത്തിൽ അർത്ഥമല്ല. 50,000 രൂപയുടെ സാധനം എന്റെ കടയിൽ, അതേസമയം എനിക്ക് 50,000 ഞാൻ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട് എന്നാണ് പിന്നെ ഒരു അർത്ഥം വരുന്നത്. ഇയാളുടെ കടയിൽ 50,000 രൂപയുടെ സാധനങ്ങൾ ഉത്സാഹമായിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇയാളുടെ
ഇത് കയറുന്നാൽ ഇയാളെന്നെ വലിച്ചെറിയണം, എന്നൊന്ന് ലാഭം വെച്ചതൊക്കെ ഇയാൾക്ക് തന്നെയാണ്. അത് വിറ്റുപോയില്ലെങ്കിൽ അതിന്റെ കാശൊക്കെ ഇയാൾ എന്തായാലും കൊടുക്കും വേണം അതൊക്കെ. അങ്ങനെ ഇയാൾ വാങ്ങിയതിന് 40,000 രൂപയും ഇയാൾ കമ്പനിക്ക് കൊടുക്കാണ്ട്, ഈ 50,000-ൽ 40,000 രൂപയും കമ്പനിക്ക് കൊടുക്കാണ്ട്. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ വരുന്നത് ഇദ്ദേഹത്തിന്റെ കടയിൽ 50,000 രൂപയുടെ വസ്തുവുണ്ട്, പക്ഷെ അദ്ദേഹം 40,000 രൂപ കടം തിരിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ സിമ്പിളായ ഭാഷയിൽ പറഞ്ഞാൽ ഇല്ല, അങ്ങനെ വരില്ല. 40,000 രൂപയാണ് തിരിച്ച് കടം ഇയാൾക്ക് വീട്ടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ കടം ഉണ്ട് എന്നതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാവാതിരിക്കില്ല. കടം എത്ര ഉണ്ടെങ്കിലും അത് വേറെ. സക്കാത്തിന് അർഹമായ സ്വത്ത് ഇയാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ആവശ്യമായ സക്കാത്ത് അദ്ദേഹം കൊടുക്കുക തന്നെ വേണം. അതേസമയം അവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. അവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കടയിൽ 50,000 രൂപയുടെ കച്ചവട വസ്തു ഉണ്ടെങ്കിൽ അത് അയാൾ കൊടുക്കേണ്ട സക്കാത്ത് എത്രയാണ്? ഇനി കൊടുക്കേണ്ട സക്കാത്ത് എത്രയാണ്? നമ്മൾ നടത്തോട്ട് കൂടിയാണ് പറയാൻ ചെല്ലപ്പോൾ 1250. 1250 രൂപയാണ് ഇയാൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ അദ്ദേഹം കടക്കാരനാണ്. അദ്ദേഹം എത്ര കടക്കാരനാ? 40,000 രൂപയ്ക്ക് കടക്കാരനാണ്. ഈ 40,000 രൂപ അടങ്ങുന്ന ആ കച്ചവടം അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ മൈഷത്തിന് ആവശ്യമായ കച്ചവടമാണത്. ഓവറൊന്നല്ല, ഓവറായ കച്ചവടം തന്നെ, വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഇതല്ല. അയാളുടെ ജീവിതത്തിന് ആവശ്യമായ കച്ചവടമാണ് ഉള്ളത്, അതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. അങ്ങനത്തെ കച്ചവടമാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയ കച്ചവടത്തിൽ അദ്ദേഹം 40,000 രൂപയ്ക്ക് കടക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് സക്കാത്ത് വാങ്ങുകയും ചെയ്യാം. ഇവിടെ ഇയാൾ 1250 സക്കാത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് വേറെ ആദ്യം സക്കാത്ത് കൊടുക്കുമെങ്കിൽ അവിടെ പോയിട്ട് അത് സക്കാത്ത് വാങ്ങാം. എത്ര വാങ്ങാം? 40,000 രൂപ വരെ വാങ്ങാം. 40,000 രൂപ അദ്ദേഹത്തിന്റെ കടം തീരുന്നത് വരെ അദ്ദേഹത്തിന് സക്കാത്ത് വാങ്ങാം. കൊടുക്കേണ്ടതോ 1250 രൂപ. അതിനകത്തണം നോട്ടെ അല്ലേ? സമാധാനമായി അവിടെ കെട്ടണം മസല. എന്തിനാൾ ഓരോന്നിങ്ങനെ വളരെ സമയത്താണ് ഓരോന്നിങ്ങനെ നരകത്തുനിന്ന് ഇങ്ങനെ മോചനം കിട്ടുന്നത് പറയാണ്. ആദ്യം കുറെ ശിക്ഷകളൊക്കെ പറഞ്ഞിട്ട് അവസാനം വിഭാഗം പടച്ചോന്റെ കൈ കൊണ്ട് വാരിയിട്ട് ഒന്നിച്ച് നരകത്തിന് സ്വർഗത്തേക്ക് ആക്കുന്നു. അപ്പോഴത് നാടകാക്കാൻ സാധനം അവിടെ കെട്ടുന്നതിലപ്പുറം പറയേണ്ട, ഇന്നതിലപ്പുറം പറഞ്ഞു പറഞ്ഞ പ്രശ്നം തൽക്കാലം അവിടെ കെട്ടുമ്പോൾ ചെയ്ത് പെടുന്നു പ്രതീക്ഷിക്കാണ് എന്ന് പറഞ്ഞ മാതിരി അവിടെ കെട്ടെ. ആ കച്ചവടത്തിന്റെ അതൊരു സുഖമുള്ളവർ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞൊന്നും സുഖം ഒപ്പം പറഞ്ഞ് തർക്കരിക്കാണ് ഒരാൾക്കാർ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ ഇതാണ് കച്ചവടത്തിന്റെ അവസ്ഥ. അപ്പൊ കടമുണ്ട് എന്നതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാവാതിരിക്കുന്നില്ല. മറിച്ച് കടക്കാരൻ ആണ് എന്നുള്ള ന്യായമായ കടമാണെങ്കിൽ ആ കടക്കാരനാണ് എന്നത് സക്കാത്ത് വാങ്ങാനുള്ള കാരണമാണ്. ന്യായമായ കടം. അത് വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കി 4 5 ഉണ്ടാക്കി അതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഞാൻ കടക്കാരാണ് അയാൾ സക്കാത്തിന് പോയി കഴിഞ്ഞാല് അതിനുള്ള മറുപടിയാണ് വേറെ പറയേണ്ടത്. ന്യായമായ കടം, അദ്ദേഹത്തിന് മൈഷത്തിന് ആവശ്യമായ കടം, അതിനും ഒരു കടം അദ്ദേഹം ഉണ്ടാക്കി അതിന് കടം വന്നതാണെങ്കിൽ അദ്ദേഹത്തിന് ആ കടം വീടുന്നത് വരെ സക്കാത്ത് വാങ്ങാം. ഇനി അതേപോലെ നമ്മൾ കടയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് കിട്ടാനുള്ള കടം. കിട്ടാനുള്ള കടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് സാധാരണയുള്ള ഈ കുഗ്രാമങ്ങളിലൊക്കെ എന്റെ നാട് കൈപ്പെട്ടതാണ് പുതുപ്പറമ്പൊക്കെ. ഇവരൊക്കെ പറയാറുണ്ട് ലോകം അവസാനിക്കുന്ന പുതുപ്പറമ്പിലാണെന്ന് പറയാറുണ്ട്. ഇവരൊക്കെ ഒരു പണ്ട് കണ്ടതാണ്. എന്റെ നാട്ടുകാർ ചിലവർക്ക് ഈ സദസ്സിലുണ്ട് തോന്നുന്നു. അവിടെ നമ്മൾ വല്ലാതെ കടം പോകും. ഞങ്ങളെ വർഷം നാട്ടിലിരിക്കുന്ന ഒരു കണക്കെടുപ്പെടുത്തി ഇവിടെ ഓരോ കടക്കാർക്ക് എത്ര കടണ്ട് നോക്കി ഒരു കണക്കെടുപ്പെടുത്തി നോക്കി. സാധാരണ ഒരു ഹോട്ടലിൽ തന്നെ ഒരു കൊല്ലത്തിൽ 25,000 50,000 രൂപ കടം കിട്ടാനുണ്ട്. പിന്നെ റമദാന്റെ ദിവസം മുമ്പ് ഒരു ഈന്തമത്തൊക്കെ വെച്ചകാണ്ട് ഹോട്ടലിന് മുമ്പ് ടേബിളൊക്കെ ഇട്ട് തിരിച്ചാൻ കുത്തിറക്കല. 70,000 രൂപയ്ക്ക് ഒരു ഹോട്ടലിലേക്ക് കടം കിട്ടാണ്ട് അവിടെ നോക്കിയിട്ട് അവസാനം കടം പോകാത്ത ആകെ ഒരു കട ഉള്ളത് മാവേലി സ്റ്റോർ മാത്രം. ഈ മാവേലി സ്റ്റോർ അവിടെ കടം കിട്ടൂല, ഞാൻ ഗവൺമെന്റിലാണ്. അതല്ലാത്ത എല്ലാ കടയിലും കടം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കിട്ടാനുള്ള കടങ്ങളുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടമാണെങ്കിൽ അതും നമ്മുടെ കണക്കിലേക്ക് വരണം. കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടം. കുറെ കിട്ടാത്ത കടങ്ങളുണ്ടാവും. കിട്ടാക്കടം എന്ന് പറയും. കിട്ടാക്കടം കൊടുത്തുപോയി കിട്ടിയ കിട്ടി പോയി. നാട്ടിലൊക്കെ പറയാറുണ്ട് KKBP എന്ന് പറയുന്നത്. നാട്ടിലെ ഭാഷ അങ്ങനെയാണ്. KKBP കിട്ടിയ കിട്ടി പോയാൽ പോയി. അങ്ങനത്തെ കുറച്ച് കടങ്ങളുണ്ടാവും. ഒരാൾ കടം ചോദിച്ചാൽ അയാളെ പരിചയമുള്ള വേറാക്ക് വിളിച്ചു നോക്കും. അയാളെ പൈസ ചോദിക്കുന്നുണ്ട്, ഇയാളെ അവസ്ഥ എന്താന്ന് ചോദിക്കും. അയാൾ KKBP ആണ്. കിട്ടി പോയാൽ പോയി അങ്ങനെ കൊടുത്തു പറയും. അപ്പൊ അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടമാണെങ്കിൽ അതും നമ്മുടെ കണക്കിലേക്ക് വരണം. കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടമാണെങ്കിൽ അതും കണക്കിലേക്ക് വരണം. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കടം വരാൻ നമുക്കറിയാം. സാധാരണ ഉറുദുക്കാരിൽ ഒരു ചൊല്ല് പറയാറുണ്ട് നമ്മുടെ പാകിസ്ഥാനികളൊക്കെ. കർസ് എക്ക് ജാദു ഹേ അഗർ മൈ തുമക്കോ ദേഖാ ഹേ തോ തും ഗായിബ് ഹോ ജായേഗ എന്ന് പറയാറുള്ളത്. എന്റെ അടുത്തൊരു മാജിക് ഉണ്ട്. ആ മാജിക് കൊണ്ട് വേണമെങ്കിൽ ഞാൻ അപ്രത്യക്ഷനാക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ വാനിഷ് ചെയ്യുന്ന ഒരു മാജിക്. ആ മാജിക്കാണ് കടന്ന. ഒരാൾ കടം കൊടുത്ത് നോക്കിയാൽ മതി. പിന്നെ മനുഷ്യനെ വഹിക്കാണ് വരാം. അയാൾ അപ്രത്യക്ഷനാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാജിക്കാണിത്. കടം കൊടുത്ത് നോക്കുക.
അപ്പൊ ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടമാണെങ്കിൽ അതും നമ്മുടെ കണക്കിലേക്ക് വരേണ്ടതാണ്. അതും നമ്മുടെ കണക്കിലേക്ക് വരണം. അതുകൂടി ചേർത്തിട്ട് വേണം കണക്കെടുപ്പ് നടത്തേണ്ടത്. കിട്ടുമെന്ന് പ്രതീക്ഷ ഉള്ളത്, അല്ലാത്തത് നമുക്ക് മാറ്റി വെക്കാം, കിട്ടുമ്പോൾ നോക്കിയാൽ മതി. കടത്തിന്റെ സക്കാത്തിനെ കുറിച്ച് ഞാൻ പറയാം ശേഷം. അപ്പൊ പ്രധാനമായും നമുക്ക് കാശിൻ്റെതായിട്ട് വരുന്ന നമ്മുടെ കയ്യിലുള്ള കാശ് നമ്മുടെ സേവിങ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളോട് മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ശമ്പളം കുറെ ഉണ്ടായി എന്നതുകൊണ്ടായിട്ട് സക്കാത്ത് നിർബന്ധമാവണമെന്നില്ല. ഞങ്ങൾക്ക് മാസം 1 ലക്ഷം ഇയാൾക്ക് ശമ്പളമുണ്ട്, ഒരു മാസം 1 ലക്ഷം രൂപ ഇയാൾക്ക് ശമ്പളമുണ്ട്. നമ്മൾ സക്കാത്ത് പറഞ്ഞ കണക്കിൽ 4 ഇരട്ടിയുണ്ട്, അതിലപ്പുറമുണ്ട്. പക്ഷെ ഇയാൾക്ക് അതേപോലെ ചെലവാക്കുന്നുണ്ട്. അയാളതങ്ങനെ ചെലവാക്കുന്നുണ്ട്. ആവശ്യത്തിന് അനാവശ്യമായിട്ട് ചെലവാക്കുന്ന അനാവശ്യത്തിന് ചെലവാക്കിയാൽ ആ ചെലവാക്കൽ ആറാമെന്ന് മാത്രം. അയാൾ സേവൊന്നും ചെയ്യണില്ല, അയാൾ അങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ ചെലവാക്കുകയാണെങ്കിലോ ഇയാൾക്ക് സക്കാത്ത് വരില്ല. മറിച്ച് ഒരാൾക്ക് ആകെ 1000 ശമ്പളമുള്ളൂ, അയാൾ മാസം 5000 എടുത്തിട്ടുണ്ട്. 5 മാസം ആകുമ്പോൾ പറഞ്ഞ കണക്കിട്ടും അയാൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. 1 കൊല്ലം കഴിഞ്ഞാൽ, അവിടുന്ന് 1 വർഷം കഴിഞ്ഞാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അവിടെയും നമുക്ക് ചെറിയൊരു ലോജിക്കൽനെസ് തോന്നാം. അവിടെ ഇതിന്റെ ഒരു ലോജിക്കില്ലല്ലോ എന്ന്. അവിടെയും ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ്റൊരു കാരണം ഡെഡ് മണിയാണ്. ഡെഡ് മണി ഒരു സമൂഹത്തിൽ ഒരു ഉപയോഗത്തിലേക്ക് വരാതെ സമൂഹത്തിന്റെ നിർമ്മാണപരമായ പ്രവർത്തനങ്ങളിലേക്ക് വിക്രയം ചെയ്യപ്പെടാതെ കിടക്കുന്ന ഡെഡ് മണി, അത് സമൂഹത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ വല്ലാതെ ബാധിക്കുന്ന. നമ്മള് ബ്ലാക്ക് മണി പറയുന്ന പോലെ സ്വിസ് അക്കൗണ്ടുകൾ വിദേശ പണം തിരിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടല്ലോ, ആ കണക്ക് പോലെ അത് സാമ്പത്തിക തലത്തിൽ വല്ലാതെ ബാധിക്കും. അപ്പൊ ഒരാൾ 1 ലക്ഷം അയാൾക്ക് കിട്ടുന്നുണ്ട്, അയാളങ്ങനെ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണത്. ഒരു മനുഷ്യന് 1 ലക്ഷം രൂപ 1 വർഷം അയാളുടെ ബാങ്കിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ സാമ്പത്തികമായി സമൂഹത്തിന് നല്ലത് അയാള് 10 മാസം അല്ലെങ്കിൽ 24 മാസം കൊണ്ട് കിട്ടണം 24 ലക്ഷം കൊണ്ട് അയാൾ വീടുണ്ടാക്കണമല്ലോ. നമ്മൾ സാമ്പത്തികമായ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കുമ്പോൾ, ഒരു ബാക്ക് പോയിന്റിൽ ആലോചിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ വളരെ കഷ്ടിച്ച് അയാൾ ചെറിയൊരു വീട് വെച്ചു, വളരെ കഷ്ടിച്ച് അദ്ദേഹം ചെലവഴിക്കുന്നുള്ളൂ, കാര്യമായിട്ടും ചെലവുണ്ടാക്കുന്നില്ല. പരമാവധി അയാൾ ബാങ്കിൽ അങ്ങനെ വെക്കാം. അങ്ങനെ 10 ലക്ഷം അയാൾ എങ്ങനെ ഉണ്ടാക്കി. വേറൊരാൾ ഇയാളെ 4 ഇരട്ടി മുതലാളിയാണ്, അയാളൊരു കോടിന്റെ പെര ഉണ്ടാക്കി, അതൊരു കോടിന്റെ വീട് വെച്ചു. നമ്മളെ കമ്പനി ഈ ഒരു കോടി വീട് വെച്ചാൽ വലിയ മുതലാളിയാണ്. അയാളെ വീടിന്റെ മുമ്പിൽ 25,000 ഉണ്ടാകുന്ന ലൈനിന്റെ വലിപ്പം ഫോട്ടോ എടുക്കാതെ പത്രക്കാർ വരെ വരും. ചിലപ്പോൾ 25,000 സക്കാത്തും അതിലേക്ക് വേറെ വരാൻ നമുക്ക് ഇപ്പൊ തിരുത്തപ്പെടേണ്ട ധാരണകളോടെ 1ാമത്തെ കത്തിൽ വരുന്ന 25,000 സക്കാത്തും. എന്നാൽ ഈ ചെറിയ വീട് വെച്ച് 2 ലക്ഷം കൊണ്ട് അല്ലെങ്കിൽ 5 ലക്ഷം കൊണ്ട് മാത്രം ചെറിയൊരു വീട് വെച്ച് ബാക്കി 5 ലക്ഷം ബാങ്കിൽ നിക്ഷേപിച്ച മനുഷ്യനാരും അറിയില്ല. അതിനടുത്ത് കാര്യം ചിലപ്പോൾ ആരും വന്നോണമെന്നില്ല. എന്നാൽ അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ 1 കോടി കൊണ്ട് വീട് വെച്ച ആള് ആ വീട് അയാൾക്ക് ലായിക്കാണോ അല്ലേ എന്നുള്ള കാര്യം, അതിനനുസരിച്ച് ഇസ്രാഫാവോ എന്നുള്ള ചർച്ച മസാല വേറെയാണ്. സക്കാത്ത് അയാൾക്ക് വരില്ല. 1 കോടി കൊണ്ട് അയാൾ ഒരു വീട് വെച്ചാൽ 1 വർഷം ഇയാൾക്ക് 1 കോടി വരുമാനം കിട്ടി. ആ 1 കോടി കൊണ്ട് ഇയാൾ വലിയൊരു വീടെങ്കിൽ വെച്ചാലും അയാൾക്ക് സക്കാത്തില്ല. എന്നാൽ ഈ 5 ലക്ഷം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ 1 ലക്ഷം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച മനുഷ്യന് അവിടുന്ന് 1 വർഷം കഴിഞ്ഞാൽ സക്കാത്ത് ഉണ്ട് താനും. അവിടെയാണ് ഹിക്മത്ത്. ആൾക്കാർ മുഖത്തൊക്കെ അവിടെ എന്ത് ഹിക്മത്ത് ഞാൻ പറഞ്ഞ് കുറിച്ച് നോക്കുന്നുണ്ട്. എന്ത് ഹിക്മത്ത് അതിൻ്റെ ഉള്ളിലുള്ളത് ഉള്ളത് അവിടെയാണ് ഹിക്മത്ത് ഉള്ളത്. എന്താ ഹിക്മത്ത്? ഈ 1 കോടി രൂപ ഇയാൾ ചെലവാക്കുന്നത് എവിടെയാണ് പോകുന്നത്? ഇയാൾ വീട് വെച്ചു എന്നല്ല, വീട് വെച്ചു പറഞ്ഞാൽ എന്താ ഇയാൾ ചെയ്തത്? കുറെ പണിക്കാർക്ക് കൂലി കൊടുത്തു, ഇയാൾ കുറെ സാധനങ്ങൾ വാങ്ങി. ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നതുകൊണ്ട് എന്തുണ്ടായി? ഈ 1 കോടി രൂപ സമൂഹത്തിന്റെ നിർമ്മാണപരമായ പ്രത്യുൽപാദനപരമായ പ്രൊഡക്റ്റീവ് മേഖലകളിലേക്ക് വിക്രയം ചെയ്യപ്പെട്ടു. അതാണ് സമൂഹത്തിന് വേണ്ടത്. 1 ലക്ഷം കൊണ്ട് ബാങ്കിൽ കൊണ്ട് കൂട്ടിക്കാനില്ല, അതല്ല വേണ്ടത്. അതുകൊണ്ട് സാമ്പത്തിക സുരക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ, അതിനൊരു സപ്പോർട്ടാകുന്നില്ല. മറിച്ച് ഇയാൾ 1 കോടി ചെലവഴിച്ചാൽ അത് സമൂഹത്തിലേക്ക് അരിഞ്ഞു പോവുകയാണ്. അത് സിമന്റ് പണിക്കാരന് കുറെ കിട്ടി, കോറിക്കാരന് കുറെ കിട്ടി, ഗ്രാനൈറ്റിന് കുറെ കിട്ടി, മറ്റൊന്ന് കുറെ കിട്ടി, പണിക്കാർക്കൊക്കെ കിട്ടി. സമൂഹം വളരെ ഉഷാറാവും. അങ്ങനെയാണ് സമൂഹത്തിന്റെ നിർമ്മാണപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. വലിയ വീടിനെ ഞാൻ പ്രകൃതികളെ സക്കാത്തിന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ ഇതിനെ എടുക്കുന്നത്. ഓരോരുത്തരായിട്ടാണ് വലിയ പേരുണ്ടാക്കുന്ന പല കാര്യത്തിൽ പറഞ്ഞു പറയാൻ നിൽക്കേണ്ട, അതല്ല ഞാൻ പറഞ്ഞത്. ഇതാണ് സക്കാത്തിന്റെ അടിസ്ഥാനം. സേവിങ്സ് വരുമ്പോഴാണ് സക്കാത്ത് ഇടപെടുന്നത്. ഇസ്ലാമിന്റെ സക്കാത്തിന്റെ മൂല്യശിലകൾ പറയുന്നിടത്ത് പറഞ്ഞു വെക്കുന്ന പണ്ഡിതന്മാർ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ നിയമങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന 2 ഘടകമുണ്ട്. സക്കാത്ത് എന്ന ആ കോൺസെപ്റ്റുമായി ഇസ്ലാം ഇടപെടുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നിപ്പോവാറുണ്ട്. ഒന്ന് ഈ സാമ്പത്തിക സുരക്ഷയാണ്, മറ്റൊന്ന് ഭക്ഷ്യസുരക്ഷയാണ്. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന സംഭവം എന്താണ്? നമ്മൾ നേരത്തെ സക്കാത്തിന്റെ അസ്നാഫ് പറഞ്ഞിടത്ത് ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ കൃഷി ചെയ്ത് കുറെ ഉണ്ടാക്കി,
ഒരാൾ കുറയാൻ കൃഷി ചെയ്തിട്ട് വലിയൊരു സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കെത്തുന്ന 950 അല്ലെങ്കിൽ 1000 കിലോഗ്രാം വരുന്ന അരി അയാൾ വിളയിച്ചെടുക്കും. എന്താമത്തെ ചായക്ക് കഞ്ഞിയാണ് ഇതൊന്നുമില്ല, ഫയർ അലാറൊന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ ഇയാൾ വലിയൊരു 1000 കിലോഗ്രാം അരി ഇയാൾ വിളയിച്ചെടുത്താൽ അത് അദ്ദേഹം ആരും ചിലവഴിക്കാതെ ഒരു വർഷം അങ്ങനെ സൂക്ഷിക്കണം. അയാൾ അത് തീരുമാനിച്ചു. കർഷകന്മാർ നമുക്കറിയാം, ഭൂമിയിൽ എല്ലാവരും കൃഷി ചെയ്യണമെന്നില്ല. നമ്മളാരും കൃഷി ചെയ്യുന്നുണ്ടോ? നമ്മളൊക്കെ ദിവസം ചോറ് കഴിക്കുന്നുണ്ട്, നമ്മളാരും കൃഷി ചെയ്തിട്ടല്ല. 11:30 സമയം, സമഗ്രം 11:30 ഉള്ള സമയം കൊണ്ട് നമുക്ക് പറയാം. പിന്നെ അവസാനം നമുക്ക് വിനോദിക്കലാക്കാം. അപ്പൊ ഈ കൃഷിയിൽ സക്കാത്ത് വരുന്നത്, ഇയാൾ കൃഷി ചെയ്യുന്ന മനുഷ്യൻ, കർഷകർ വളരെ കുറവാ ഭൂമിയിൽ. ഈ കൃഷി ചെയ്യുന്ന ആളുകൾ ഒരു വർഷം ഒരാളാണ് കൃഷി ചെയ്തിട്ട് അയാൾ തീരുമാനിച്ചു, ഞാൻ അടുത്ത 5 വർഷത്തേക്ക് കൃഷി ചെയ്യണമെന്ന് തീരുമാനിച്ചു. അടുത്ത 5 വർഷത്തിന് ഞാൻ കൃഷി ചെയ്യണില്ല. അയാൾ ഉണ്ടാക്കിയ ആ അരി അയാൾ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കർഷകരും തീരുമാനിച്ചാൽ എന്താകും അവസ്ഥ? ആഫീസിനെ കൂട്ടും. അതിന് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ആഫീസ് കൂട്ടും. നമ്മൾ റിയാലും കൊണ്ട് കടയൊക്കെ വക്കാലത്തുന്നതുകൊണ്ട് മാത്രം അരി കിട്ടിക്കോണമെന്നില്ല. അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. എനിക്ക് കൃഷിയുണ്ടായി ഇത്രയുണ്ടെങ്കിൽ അതിന്റെ 10-1 അല്ലെങ്കിൽ 20-1 സക്കാത്തായി കൊടുക്കണം. ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റബ്ബറിനോട് സക്കാത്ത് വരാത്തത്. ഒരു മനുഷ്യന് റബ്ബർ തോട്ടുണ്ട്, അയാളെ റബ്ബർ ഷീറ്റ് ഒന്നിച്ച് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി അടുക്കി വെച്ചു. അയാൾ കട്ടി അങ്ങനെ വെച്ചു. എന്താ ഒരു ചെയ്തില്ല. സമൂഹത്തിൽ അവിടെ ഒരു സ്വത്തും വരാൻ പോണില്ല. അങ്ങനെ ആരെങ്കിലും വെക്കാറുണ്ടോ? ഇല്ല, വെക്കൂല. ഏറിപ്പോയാൽ വെക്കുന്ന എന്തിനാ? ഇതിന് വില കൂടുന്ന നോക്കാനാ. എപ്പോഴാണ് വില കൂടുന്നത്? അപ്പോൾ വെക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഭക്ഷ്യവിളകളല്ല, നാണ്യവിളകളാണ്. നാണ്യവിളകളാണ്. അവരായിട്ട് സക്കാത്ത് തീരെ വരുന്നുണ്ട്. എവിടെയാ വരുന്നത്? ഈ നാണ്യവിളകളായി മാറിയാൽ ആ കിട്ടിയ നാണയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കണക്കിലേക്കുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഒരു വർഷം ബാക്കിയായാൽ അയാളും സക്കാത്ത് കൊടുക്കണം. അല്ലാതെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഇയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു 100 കിലോ റബ്ബർ ഉണ്ടായില്ല, 2.5 കിലോ റബ്ബർ സക്കാത്ത് കൊടുക്കുക, ആ പരിപാടിയില്ല. എല്ലാത്തിനും കൂടി ഒരേപോലെ ക്രിയാത്താക്കാൻ പറ്റില്ല. മുഖത്തിന്റെ നിയമത്തിനുണ്ട് 5 ഒട്ടകണ്ടെങ്കിൽ ഒരു ആടിന് സക്കാത്ത് കൊടുക്കണം എന്നാണ്. അത് റിയാസാക്കിയിട്ട് 9 ഒരാൾ പറഞ്ഞു അങ്ങനെ 5 വർഷമെങ്കിൽ ഓട്ടോറിക്ഷ വെക്കാത്ത കൊടുക്കണം, 5 വർഷമെങ്കിലും ഒരു ഓട്ടോറിക്ഷ വെക്കാത്ത കൊടുക്കണം. അങ്ങനെ റിയാസാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതായത് നേരത്തെ അങ്ങനെ മുതലാളിമാരോട് മുഴുവനും ദേശീയമാരി എല്ലാവരോടും പിടിച്ചു വാങ്ങുന്ന സ്വഭാവം അതല്ല സക്കാത്ത്. ഈ കൃത്യമായി പറയുന്ന ആളുകൾ തന്നെ, അവകാശികളായ ആളുകൾ തന്നെ കൃത്യമായി കൊടുത്താൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. അങ്ങനെ തീരാവുന്ന നമ്മുടെ പ്രശ്നമുള്ളൂ. അതിനപ്പുറം പ്രശ്നങ്ങൾ നമ്മുടെ അടുത്തില്ല. ഈ പറഞ്ഞത് നേരത്തെ കൊടുത്താൽ മതി, അതിനപ്പുറം ഉണ്ടാക്കണ്ട. പിന്നെ പല സംഘടനകൾക്കും സക്കാത്ത് സംഘടനയുടെ വരുമാനമാണെങ്കിൽ പരമാവധി ഉണ്ടാക്കേണ്ടി വരും. ഓട്ടോറിക്ഷ അല്ല, ജീപ്പൊക്കെ വാങ്ങേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സക്കാത്തിൽ നമ്മൾ പ്രധാനമായും ഹിക്മത്തായി നമുക്ക് തോന്നാറുള്ളത് ഒന്ന് ഭക്ഷ്യ സുരക്ഷയാണ്, മറ്റൊന്ന് സാമ്പത്തിക സുരക്ഷയാണ്. അപ്പൊ ഡെഡ് മണി എന്നുള്ളത് സാമ്പത്തിക സുരക്ഷയെ ബാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ചോദിക്കാണ്ടേ ചോദിക്കാം അല്ലെ? ഞങ്ങളെ അല്ലെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശേഷം ചോദിക്കാം. അപ്പോൾ പ്രധാനമായി നമുക്ക് കാശിന്റെ ഞാൻ പറഞ്ഞു, ആ ഒരു അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ഇങ്ങനത്തെ തന്നെ അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ആ ഖത്തറിൽ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നാടനാക്കാൻ പറഞ്ഞു, ഈ വലിയ സംശയം ഇന്ത്യ അടുത്ത് വിട്ടാൽ ഞാൻ പറഞ്ഞോളാം. ഒരു നാടനാകാണ് അടുത്ത് കയറപ്പോയാൽ പറഞ്ഞു, ഈ വലിയ സംശയം ഇന്ത്യ അടുത്ത് വിട്ടുകൊണ്ട് ഞാനും പറഞ്ഞോളാം. നമുക്കും പത്ത് കൊടുക്കാനായി നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ മതി. സക്കാത്താണോ കാശാണോ, ആ കാശിന് കച്ചവട വസ്തുവാണോ, എന്താവട്ടെ ആ സാധനം 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന് സമാനമായത് ഉണ്ടാവുകയും കച്ചവട വസ്തുവാണെങ്കിൽ വർഷം പൂർത്തിയാകുന്ന അന്ന് അതുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. എത്രയാ കൊടുക്കേണ്ടത്? 40-1, 2.5%. അത് റിയൽ എസ്റ്റേറ്റിൽ തന്നെ വരും. അതൊക്കെ കച്ചവടമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു പെരുന്നൊക്കെ നാട്ടിൽ പോയി ഷവാൽ നമ്മൾ നാട്ടിൽ പോയി ഷവാൽ 10 ഇവരിങ്ങനെ പോയി നോക്കി നാട്ടിൽ മുഴുവൻ റിയൽ എസ്റ്റേറ്റാണ്. നാട്ടിലെ മുഴുവൻ റിയൽ എസ്റ്റേറ്റാണ്. നമ്മൾ വൈസ് പറഞ്ഞ ദുബായി പറഞ്ഞ പോലെ നമ്മൾ ഗൾഫാമ്പ് നാട്ടിൽ കൊടുക്കാൻ പറ്റും. വൈസ് ഒക്കെ പരിചയമുള്ള ഇതേടെ നാട്ടുകാരനാണ് ഞാനും. ഇവിടെ നാട്ടിൽ അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോട്ടുണ്ട് ഓരോരുത്തർ രാവിലെ വെള്ളക്കുപ്പായിട്ട് അങ്ങനെ വരണേ. അവിടെ സ്ഥലമുണ്ട്, നമ്മൾ നോക്കണേ. ഇവിടെ സ്ഥലം അവിടെ മറിച്ചല്ല, ഇങ്ങോട്ട് മുറിച്ചല്ല ഇറങ്ങാണ്ട് നാട്ടിൽ പോയാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണത്. ഗൾഫിൽ ആര് ചെന്നാലും, കാരണം ഗൾഫിൽ നാട്ടിൽ ചെന്നാൽ നമ്മളാരും ഉറക്കില്ല. ഇവിടെ നമ്മൾ 50 ദിവസം ഉപയോഗിച്ച് കൊണ്ട് 2 ദിവസം കഴിക്കുകയാണെങ്കിൽ നാട്ടിൽ പോയാൽ അറിയിക്കാം നമ്മളൊക്കെ. അതൊക്കെ വരും. ഇവിടെ സ്ഥലം ഉണ്ടാകുന്ന നോക്കല്ല ഇറങ്ങാണ്ട്. അവസാനം വൈസ് പറഞ്ഞാൽ ഞാൻ ഈ ഭൂപ്പാമ്പിൽ നോക്കിയിട്ട് പള്ളിക്കുള്ള ഉസ്താദും അവിടെ തലക്ക് സുഖമില്ലാത്തൊരു മയമാക്കുണ്ട്. ഈ രണ്ടാളല്ലാത്തവരൊക്കെ റിയൽ എസ്റ്റേറ്റുകാരാണ്. പള്ളിക്കുള്ള ഉസ്താദും തലക്ക് സുഖമില്ലാത്തൊരു വിനാദമയമാക്കുണ്ട്. ഈ 2 ആൾക്കാരില്ലാത്തവരൊക്കെ നമ്മൾ നാട്ടിലെ റിയൽ എസ്റ്റേറ്റാണ്. എല്ലാവരും വരുന്നുണ്ട്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞേക്കാണ്ട്. ഇതാണ് നാട്ടിലെ അവസ്ഥ. ഇതാണ് നാട്ടിലെ അവസ്ഥ. ഇപ്പൊ കുറച്ച് കുറവുണ്ട് അല്ലേ? കുറെ ആൾക്കാർ തരാത്തുണ്ട്. ഇതിലെത്ര മനസ്സിലായി? ഇതിലെത്ര രൂപ കിട്ടി? കുറെ ആൾക്കാർ അതിന് 2.5 കഴിച്ചു ആൾക്കാരൊക്കെ.
അപ്പൊ റിയൽ എസ്റ്റേറ്റ് നമ്മൾ പറഞ്ഞ ഒരു സവാൽ നമ്മൾ നാട്ടിൽ പോയി, സവാൽ 10 നമ്മളവിടെ പോയിട്ട് സ്ഥലം എടുത്തു. സ്ഥലം എടുക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് ലാഭം കിട്ടിയ വിൽക്കാനാണ്. ഇത് പറയട്ടെ, ലാഭം കിട്ടിയ വിൽക്കാണെന്നല്ല, അയാളെ വീടിന്റെ അടുത്തുള്ള 50 സെന്റ് കൂടുതൽ വന്നിട്ടാണ് മോളെ എല്ലാവരുണ്ടാവും പന്തലിടാൻ കരുതിക്കാണ്ട്. ഒരു കുഴപ്പമില്ല അതിന് സക്കാത്ത് വരുന്നില്ല. അയാൾ വീടിനടുത്തുള്ള സ്ഥലം വീടിന്റെ സൗകര്യാർത്ഥമായി അദ്ദേഹം കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടി അദ്ദേഹം വാങ്ങിയിട്ടാൽ അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ലാഭം കിട്ടിയാൽ വിൽക്കണമെന്ന ലക്ഷ്യത്തോടെ വാങ്ങുമ്പോഴാണത് കച്ചവട വസ്തുവാകുന്നത്. അങ്ങനെ കച്ചവട വസ്തുവായാൽ നമ്മൾ ആ വാങ്ങൽ ഡേറ്റ് നമ്മൾ ഓർത്ത് വെക്കണം. എന്നാണ് വാങ്ങിയത്? ശവ്വാൽ 10 വാങ്ങിയത്. അടുത്തേക്ക് വിളിക്കുമ്പോൾ നാട്ടിൽ വിളിക്കുമ്പോൾ അവർക്ക് ചോദിക്കാൻ പറ്റും, എങ്ങനെ അവിടുത്തെ വിലയൊക്കെ ചോദിക്കാം. ആ ചോദ്യം തന്നെ തെളിവാണ്, കച്ചവടത്തിനുള്ളതാണെന്നല്ല. നമ്മളെത്ര അല്ലാണ്ടിട്ടും കാര്യം നമ്മുടെ നമ്മളോട് പറയും ദൈനംദിനാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ശവ്വാൽ 10 ആകുന്ന സമയത്ത് ആദ്യമായി ആ വസ്തു വിറ്റ് പോവാതിരിക്കട്ടെ. നമ്മളൊരു 10 ലക്ഷത്തിന് നമ്മളൊരു വസ്തു വാങ്ങിയെന്ന് കരുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ 10 ലക്ഷത്തിന് വാങ്ങി 8 ലക്ഷത്തിലേക്ക് കടം വേറെയാണ്, അത് പറയേണ്ട കാര്യം. ഈ 10 ലക്ഷത്തിന് വസ്തു വാങ്ങിയിട്ട് അടുത്ത ശവ്വാൽ 10 ആകുന്ന സമയത്ത് അദ്ദേഹം നാട്ടിലുള്ള അതിന്റെ ആളുകളെ വിളിച്ചു ചോദിച്ചു നോക്കാം, അവിടെ ഇപ്പോഴത്തെ മൂല്യം എത്രയാണ്? 15 ലക്ഷം രൂപ വരും. ചിലപ്പോൾ 15 ലക്ഷം ഉണ്ടെങ്കിൽ ആ 15 ലക്ഷത്തിന്റെ 2.5% 37,500 രൂപ സക്കാത്തായിട്ട് പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് മതി അടുത്ത കച്ചവടം. അത് കഴിഞ്ഞിട്ട് മതി അടുത്ത കച്ചവടം. ഇങ്ങനെ 15 ലക്ഷത്തിന്റെ സ്വത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയത് 10 ലക്ഷത്തിനാണ്, ഒരു വർഷം കൊണ്ട് 5 ലക്ഷം കൂടി 15 ലക്ഷമായി എങ്കിൽ അതിന്റെ 2.5% 37,500 രൂപ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് എത്തണം. ഇനി വിളിച്ചപ്പോൾ 10 ഭാഗം 8 ഉള്ളൂ. അവിടെ വില കുറഞ്ഞേക്കാണ്. നമ്മൾ വിചാരിച്ച മാതിരി വില കൂടുന്നില്ല. 8 ലക്ഷം ഉള്ളത് അതിന്റെ മേലെ കൂടി പോയി ഹൈ ലെവൽ ഹൈ പവർ കമ്പിയും വന്നു. അതുകൊണ്ട് വില വറ്റ് കുറഞ്ഞു പറയുകയാണെങ്കിൽ ആകെ 8 ലക്ഷം ഉള്ളൂ. പക്ഷെ അതിന് 2% കൊടുത്താൽ മതി, 20,000 കൊടുത്താൽ മതി. 8 ലക്ഷത്തിന് 2% 20,000 കൊടുത്താൽ മതി. എന്തായാലും കൊടുക്കണം, റിയൽ എസ്റ്റേറ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ നാട്ടിൽ രജിസ്റ്ററിലേക്ക് സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്താൽ പിന്നെ ഒരു വിസിറ്റ് വിസനെ കൊണ്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. വിസിറ്റ് വിസ അടിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. ചെറുതൊരു ദോശാലട്ടാ രജിസ്റ്റർക്ക് ഇറങ്ങാൻ വേണ്ടി വന്നാണ് വിസിറ്റ്. പറഞ്ഞപ്പോ ഒരു നോട്ടം അങ്ങനെ രേക്കുന്നത് പറഞ്ഞപ്പോ നമ്മളെ എത്തി കൊടുത്താണ്. അപ്പൊ ഇതാണ് കച്ചവടത്തിന്റെ സക്കാത്തിൽ. ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കുക. കച്ചവടത്തിന് വേണ്ടി വാങ്ങിയതാണെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ അപ്പൊ ഇനിയിപ്പോ വാങ്ങിയിട്ടതൊക്കെ നമ്മൾ തൽക്കാലം കച്ചവടത്തിന് എല്ലാം ഒക്കെ മനസ്സിൽ കരുതുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പൊ നിയന്ത്രിച്ചിട്ടുണ്ടാവും ആ കച്ചവടം വേണ്ട, തൽക്കാലം അടക്കട്ടെ. അങ്ങനെ കരുതിയാൽ നമ്മളോട് പറയുന്നത് ഇത് ഞങ്ങൾ പറയുന്ന വല്ലാത്തൊരു മാനദണ്ഡമുണ്ട്. ഇസ്മു എന്ന് പറഞ്ഞാൽ മാ ഹാക്കഫീ നഫ്സിക, നിന്റെ മനസ്സിൽ സംശയമുണ്ടാക്കുന്ന ചൊറിച്ചിലുണ്ടാക്കുന്നത് അതാണ് ഇസ്മു. വഇൻ അഫ്താക നാസു വഅഫ്തൗക, എത്ര ആൾക്കാർ നമുക്ക് ഫത്വ വന്നിട്ടും കാര്യം എന്റെ മനസ്സെന്താ പറയുന്നത് അതാണ് മാനദണ്ഡം. എത്ര ആളുകൾ ഫത്വ വന്നു ഒക്കെ കുഴപ്പമില്ല സക്കാത്ത് വേണ്ടെന്ന് നമ്മളെ ഉള്ളവരോട് പറയും, എന്നാലും അവിടെ സക്കാത്ത് ഉണ്ടാവൂലേ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാവാം. കൊടുക്കാതെ എടുക്കാത്ത ഉണ്ടാക്കണം. ഓക്കെ, സക്കാത്തിലൊക്കെ പ്രത്യേകിച്ചുള്ള പ്രശ്നമാണത്. നമ്മളാരെങ്കിലും ഉണ്ടെന്നാൽ നമ്മൾ ചോദിച്ചു സക്കാത്ത് ഉണ്ടോ ചോദിച്ചു, അത് ഉണ്ട് പറഞ്ഞു. ഉടനെ അടുത്ത മോചനെടുത്ത് പോകും. അവസാനം ഇയാൾ സക്കാത്ത് ഇല്ലാന്ന് കിട്ടുന്നത് വരെ പോവുകയാണ്. സക്കാത്ത് ഇല്ലാന്ന് പറഞ്ഞാൽ മോചനെ കിട്ടുമ്പോഴാണ് അയാൾക്കാണ് തീരത്, ബാക്കികൾക്കൊന്നും തിരിയില്ല. എത്ര തന്നെ നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് നമ്മോട് പറയുന്നുണ്ടാകും. നിശബ്ദതകളുടെ ഏകാന്തതകളിൽ നമ്മുടെ മനസ്സ് പറയും ഇത് കച്ചവടത്തിനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് കച്ചവട വസ്തുവാണ്, അത് സക്കാത്ത് കൊടുക്കുക തന്നെ വേണം. കച്ചവട വസ്തുവാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ നിബന്ധനയായിട്ട് പറയാം. ഇനി അതിന്റെ കച്ചവട മറ്റു ഭാഗങ്ങളായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇയാളങ്ങനെ ഭൂമി വിൽക്കുകയും വാങ്ങുകയും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇയാളെ കച്ചവടം ചെറിയ ഡേറ്റ് ഓർത്ത് വെക്കുക. അങ്ങനെ ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്ക് എത്രയാണ് ഇയാൾ മാറി പോയി നോക്കുക. എത്ര മാറിയാലും നമുക്ക് കുഴപ്പമില്ല. അവസാനം വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഇയാൾക്ക് കച്ചവട വസ്തുവായി എത്ര പ്ലോട്ടുകൾ എവിടെയൊക്കെ ഉണ്ട് നോക്കുക. അതിന്റെ ഫുള്ള് ടോട്ടൽ കണക്ക് നോക്കുക. അന്നത്തെ മാർക്കറ്റ് വില നോക്കുക. ആ മാർക്കറ്റ് വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. 2.5% സക്കാത്ത് കൊടുക്കണം. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റിൽ സക്കാത്ത് കൊടുത്താൽ തന്നെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും. സക്കാത്ത് വേണം. ഇനി നമ്മുടെ കച്ചവടത്തിന്റെ ഏത് മാർഗങ്ങളുണ്ടാവും, ഷെയർ മാർക്കറ്റ് അടക്കമുള്ള ഏത് കച്ചവടമാവട്ടെ അവിടെ എല്ലാം നിയമം ഇതാണ്. ഞാൻ ഓരോന്നും വിശദമായിട്ട് ഇതിലേക്ക് അടക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഷെയർ മാർക്കറ്റ് അടക്കമുള്ള ഏത് കച്ചവടമാവട്ടെ, സേവിങ്സിന്റെ ഏത് മാർഗമാവട്ടെ, സേവിങ്സ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളൊക്കെ സേവിങ്സിലുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളുണ്ടാവും. നമ്മൾ 1000 റിയാലിന്റെ കുറി അടുത്താണ് വരുന്നത്. 1000 റിയാലിന്റെ കുറി മാസം 1000 റിയാലാണ്. അങ്ങനെയാണ് ഒരു 15 മാസം അല്ലെങ്കിൽ 20 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന കുറിയാണ് വരുന്നത്. ആദ്യത്തെ ഒരു മാസം 1000 കൊടുത്തു, മൂന്നാമത്തെ മാസം 3000 റിയാലായി, അല്ലെങ്കിൽ 2000 റിയാൽ രണ്ടാമത്തെ മാസമായി. 2000 റിയാൽ നമ്മൾ ഇന്നത്തെ മൂല്യം നോക്കി ഏകദേശം 30,000 രൂപയുടെ മേലെ വരും അല്ലേ. അപ്പൊ അതോടെ അദ്ദേഹത്തിന് 30,000 രൂപ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലായി.
അങ്ങനെ അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞു, 20 മാസത്തെ കുറിയാണ്. ഇയാൾക്ക് ആദ്യത്തെ 12 മാസം ഇയാൾക്ക് കുറി അടിച്ചില്ല. ആദ്യത്തെ 12 മാസം ഇയാൾക്ക് കുറി അടിച്ചില്ല. അവസാനം 18ാമത്തെ മാസം 19ാമത്തെ മാസമാണ് ഇയാൾക്ക് ആർക്കും വേണ്ട മാസം നറുക്കലായിരുന്നു. നിങ്ങൾക്കാണ് വർക്ക് കയറുന്നേക്കാൻ. ഇയാളുടെ 2000 ആ നിസാബ് എത്തിയ ശേഷം ഒരു വർഷം ഇയാളുടെ കയ്യിൽ അത് ബാക്കി വന്നു. അയാൾ ഉടമസ്ഥതയിലായിട്ട് അത് ബാക്കിയുണ്ടായി എന്ന് പറയാം. അയാൾ ഉടമസ്ഥതയിലൂടെ സ്വത്താണ്. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിനും സക്കാത്ത് കടന്നു വരും. അതിന്റെ എവിടേക്കാണ് സക്കാത്ത് കടന്നു വരിക എന്നതിന്റെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതിന്റെ ഇടയിൽ കുറേയുണ്ട്. സെക്യൂരിറ്റി, പ്രോവിഡന്റ് ഫണ്ട്, മറ്റേ EOS, എൻഡ് ഓഫ് സർവീസ് മണി ഒക്കെ തുടങ്ങിയിട്ട് സംഭവങ്ങൾ നമ്മുടെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലേക്കൊന്നും വിശദമായിട്ട് കിടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല. സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും കൊടുത്തു വെക്കും. ഒരു സ്കൂളിൽ വരുന്ന സമയത്ത് 10 ലക്ഷം കെട്ടിവെക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് 10 വർഷം കൊണ്ട് നമ്മൾ ഇടയ്ക്ക് അപ്പോഴും നിർത്തി പോരുകയാണെങ്കിൽ അതിന്റെ എത്ര ശതമാനം നമുക്ക് തിരിച്ചു കിട്ടും. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു 10 ലക്ഷം വാങ്ങി ഇയാൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ ഞാൻ പോവുകയാണ്, ഗവൺമെന്റ് ജോലിക്ക് ഞാൻ പോവുകയാണ് പറഞ്ഞു. എന്നാൽ ചിലപ്പോൾ ആ 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം ഇയാൾ തിരിച്ചു കൊടുക്കും. കാരണം 6 ലക്ഷം കൊടുത്താൽ പിന്നെ അടുത്ത 10 ലക്ഷത്തിന് വേറെ വെക്കാം. ഇവർക്ക് ലാഭമാണ്. അപ്പൊ അങ്ങനെ പോരുന്ന സമയത്ത് 2 or 3 വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നപ്പോൾ ഇയാൾക്ക് എന്താണ് ഇയാൾക്ക് ബാക്കി കിട്ടിയത്? ആ ബാക്കി കിട്ടിയത് ഇയാളുടെ ഉടമസ്ഥതയിലായിക്കൊണ്ട് തന്നെ 3 വർഷം ഉണ്ടായിട്ടുണ്ട്. അത് കിട്ടിയ ഉടനെ ആ സംഖ്യയുടെ 3 വർഷത്തെ സക്കാത്ത് കണക്കാക്കിയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ളത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ വരുന്നിടത്തൊക്കെ പ്രോവിഡന്റ് ഫണ്ട്, എൻഡ് ഓഫ് സർവീസ്, നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന എൻഡ് ഓഫ് സർവീസ് 10 വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്താൽ അവസാനം പോകുമ്പോൾ ഓരോ വർഷത്തേക്കും 1 മാസത്തെ ശമ്പളം അല്ലെങ്കിൽ 21 ദിവസം ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് അത് HR പോളിസിയിൽ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്വത്താണത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഉറപ്പില്ല. നേരത്തെ പറഞ്ഞാൽ ഇവിടുത്തെ സ്വഭാവമാണ് പറയാൻ പറ്റില്ല. കമ്പനികൾ അപ്പോൾ നിയമം മാറ്റി വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കിട്ടുന്നവരെ കാത്തിരിക്കണം. ഇത് കിട്ടുന്ന സമയത്ത് ആ കിട്ടുന്നത് അവിടെ അങ്ങോട്ടുള്ള വർഷങ്ങളുടെതെല്ലാം കണക്കാക്കി കൃത്യമായ സക്കാത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതേ നമ്മുടേതാകുന്നുള്ളൂ, അല്ലാത്തതെല്ലാം നമ്മുടേതല്ല. ഇങ്ങനെ നമ്മൾ കാശുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളാണോ അവിടെയെല്ലാം ഇത് കടന്നു വരും. ഇതുപോലെ കടം, അതും വലിയൊരു കാര്യമാണ്. കിട്ടാനുള്ള കടങ്ങൾ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം കിട്ടാനുള്ള കടത്തിനും സക്കാത്ത് കൊടുക്കണമെന്നാണ്. കിട്ടാനുള്ള കടത്തിനും സക്കാത്ത് കൊടുക്കണം. നമ്മൾ പ്രവാസികളായ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാവുന്ന നാട്ടിൽ നിന്ന് വിളിക്കും, ഒരു 10 രൂപ അയച്ചുകൊണ്ട് 20 രൂപ അയച്ചുകൊണ്ട് പറഞ്ഞാൽ കിട്ടുന്നവരെ ഭയങ്കര കോളേക്കാൾ ദിവസം ചുരുക്കി 4 മിസ്കാളൊക്കെ ഉണ്ടാവും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ കാണില്ല. അപ്പൊ കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ 25,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ കടമായിട്ട് അയച്ചു കൊടുത്താൽ നമ്മൾ ഉടനെ ആ കടത്തിന്റെ ഡേറ്റ്, ആ കാശ് നമ്മുടെ കയ്യിലേക്ക് എത്തിയ ഡേറ്റ് നമ്മൾ ഓർത്തു വെക്കണം. അവിടുന്ന് 1 വർഷമായിട്ട് വേറെ കിട്ടുന്നില്ല. അയാൾ തരാൻ തയ്യാറാണ്, വിളിക്കുമ്പോൾ ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. അയാൾ തരും, നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ആ വർഷം പൂർത്തിയാകുന്ന സമയത്ത് അപ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ അയാൾ കിട്ടുന്നത് 3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു തന്നാൽ ഈ 3 വർഷത്തേക്കുള്ള അതിന്റെ സക്കാത്ത് കണക്കാക്കിയിട്ട് കൊടുത്തിട്ട് ബാക്കി വേണം നമുക്ക് ഉപയോഗിക്കാൻ. പ്രബലമായ അഭിപ്രായ പ്രകാരം കടത്തിനും സക്കാത്തും ഉണ്ട്. കിട്ടാനുള്ള കടത്തിനും സക്കാത്തും ഉണ്ട്. എന്നോട് പറഞ്ഞാൽ അതിനൊരു കാര്യമായിട്ട് അത് ബാക്കിയാണ്ടോ എനിക്ക് തോന്നുന്നില്ല. അതിനകത്തും ദുഷ്കന്മാരുണ്ടെങ്കിലും ഉള്ളത്. കടം കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ട്. അത് പ്രവാസികൾ വളരെ കുറവായിരിക്കും. ഇങ്ങനെ നമ്മൾ കാശുമായി ബന്ധപ്പെട്ട ഒരുവിധം മേഖലകളിലെല്ലാം ഈ സക്കാത്ത് കടന്നു വരുന്നുണ്ട്. ഇത് മറ്റൊന്ന് പറയാനുള്ള ഇൻകം സോഴ്സുകളാണ്, നമ്മുടെ വരുമാന മാർഗങ്ങൾ. അതും കടന്നാൽ സമയം ഇതായി പോകും. കാര്യമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വരുമാന മാർഗങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിൽ മറ്റു വല്ല ഏതെങ്കിലും പ്രധാനമായ ഭാഗങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ ഉണർത്തിയാൽ അറിയുന്നതാണെങ്കിൽ പറയാം. വിട്ടുപോയ ഏതെങ്കിലും പ്രധാന ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ശ്രദ്ധയിൽ? ആരും ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞാൽ ആരാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇല്ലാത്ത നിങ്ങൾ പറയേണ്ടത് സ്വർണത്തിനും വലിയ ആ സ്വർണത്തിൻ്റെത്, ആഭരണത്തിൻ്റെത്, റെന്റ്, സാധാരണ ഇൻകം സോഴ്സിന്റെ വിലക്കാൻ വന്നത് ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ അല്ലെ. സ്വർണത്തിന് ഞാൻ ഒറ്റവാക്കിൽ പറയാം. സ്വർണത്തിന്റെ സാധാരണ പണ്ഡിതന്മാര് എന്താ 2 സംശയമുണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ ജനുവരി തുടങ്ങിയെന്ന് വിചാരിച്ചോ, 10,000 വെച്ച് സേവ് ചെയ്യാൻ. ജനുവരി 10,000 ജനുവരി തന്നെ നമുക്ക് മുഹറായിക്കോട്ടെ. മുഹറത്തിൽ തുടങ്ങിയെന്ന് വിചാരിച്ചു. എന്നിട്ട് 3 മാസം കഴിയുന്ന സമയത്ത് 30,000 ആയി. പിന്നെ 1 വർഷം അല്ലെങ്കിൽ 10 മാസം കഴിയുന്ന സമയത്ത് ഒരു 1,00,000 രൂപ ഉണ്ടാവും. അപ്പൊ ആ 1,00,000 കൊടുക്കണോ, അതോ 30,000 കൊടുക്കണോ? ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞ സമയത്ത് പറയാതില്ല. കാരണം മസാല പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയി പോകും. അതിന്റെ മസാല കൃത്യമായി പറഞ്ഞാൽ, അതായത് അതുകൊണ്ടത് അദ്ദേഹം ചോദിക്കുന്നതിനോട് എനിക്ക് മനസ്സിലായല്ലോ. ഓരോ മാസവും 10,000 രൂപ സേവിംഗ് വെക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് 12 മാസം കൊണ്ട് 1,20,000 രൂപ ഉണ്ടാവും. ആ 1,20,000 അവസാനത്തെ 10,000 1 മാസം പോലും എങ്ങനെ ഉണ്ടാവില്ല. എന്നാൽ ആദ്യത്തെ 10,000 1 വർഷം പൂർത്തിയായിട്ട് ചെയ്തു.
അല്ലെ? ഇത്രയും സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ നമ്മൾ നിർബന്ധമായും ഹക്കായ സക്കാത്ത് കൃത്യമായി അത്രയേ കൊടുക്കുള്ളൂ, യാതൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് വയ്യ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അപ്പുറമൊന്നും പറയണ്ട, അല്ലത് ഞാൻ കൊടുത്തോളാം. ഞങ്ങളെ ഒരു സഹാബി വന്നിട്ട് വീട്ടിലെന്താ നിർബന്ധമുള്ള ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ദിവസം 5 വക്ത് നിസ്കരിക്കുക, ഓക്കെ അത് ഞാൻ ചെയ്തോളാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് അപ്പുറം ഇപ്പുറം പറയുന്നത് അത് ഞാൻ അയച്ചു. പിന്നെ വേറെ എന്താ വെച്ച് റമദാൻ നോമ്പ് വെക്കാം, ഓക്കെ അത് ഞാൻ അയച്ചു. ഇനി പിന്നെ തോമ്പുണ്ടാവുന്ന നോമ്പ് പറയാൻ നിൽക്കരുത്, ഇത് ഞാൻ ചെയ്തോളാം. അദ്ദേഹം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഞങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ കാര്യം ചെയ്താൽ ആൾ ഗർഭത്തിൽ കടന്നു പറഞ്ഞു. അങ്ങനെ ഓരോ ഇടയ്ക്ക് ഓരോ നമ്പർ അടിച്ചു, അങ്ങനെ അടിച്ചാൽ അയാളൊക്കെ എന്ന് പറഞ്ഞ പോലെ അയാളെ സ്ഥാനം അതാണ്, നിർബന്ധമായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ, അതിനപ്പുറം നിങ്ങൾക്ക് കൊടുക്കാൻ വയ്യ. ഇതിന് കൃത്യമായി നിർബന്ധമായത് എന്താണ് എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ ഇയാള് ഈ 30,000 ആകുന്നതോട് കൂടിയാണ് അദ്ദേഹത്തിന് നിസാബ് എത്തുന്നത്. നമുക്ക് സങ്കല്പിക്കാം 30,000 ആകുന്നതോടുകൂടി 3-ാമത്തെ മാസമാണ് നിസാബ് എത്തുന്നത്. അവിടുന്ന് അങ്ങോട്ട് 12 മാസം കഴിയുമ്പോഴാണ് വർഷം പൂർത്തിയാകുന്നത്. ഇയാൾ മുഹറത്തിൽ തുടങ്ങി മുഹറം, സഫർ, റബീഉൽ അവ്വൽ. റബീഉൽ ആഖിർ 1-നാണ് 30,000 ഇയാൾ കയ്യിലെത്തിയത്. അടുത്ത റബീഉൽ ആഖിർ 1 ആകുമ്പോഴാണ് ഇയാൾക്ക് വർഷം പൂർത്തിയാകുന്നത്. ആ സമയത്ത് ഇയാൾ അക്കൗണ്ടിലുള്ള കാശ് എത്ര ഉണ്ട്? എത്ര ഉണ്ടാവും? അടുത്ത റബീഉൽ ആഖിർ 1 ആകുമ്പോൾ എത്ര ഉണ്ടാവും? 1,20,000. 30,000 അതിനടിയിൽ കൂട്ടി 1,50,000 ഉണ്ടാവും. നാട്ടിലേക്ക് അയച്ചു കൊടുത്താലേ ഇപ്പോൾ കാണാതാവും കുറെ കഴിയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കണക്കിൽ 1,50,000 വേണം. 1,50,000 ഉണ്ടാക്കും. ഈ 1,50,000-ലെ 30,000-ന് വർഷം പൂർത്തിയായി. ബാക്കിയൊന്നും ആയിട്ടില്ല. ബാക്കിയുള്ള 10,000-ന് 11 മാസം, അടുത്ത 10,000-ന് 10 മാസം, പിന്നത്തെ 10,000-ന് 9 മാസം, അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? വേണമെങ്കിൽ നമ്മുടെ അങ്ങനെ നിർബന്ധമാകുന്ന സമയത്ത് മാത്രമേ സക്കാത്ത് കൊടുക്കൂ, ആ നിർബന്ധമായ നിസാബ് മാത്രമേ കൊടുക്കൂ എന്നാണെങ്കിൽ അടുത്ത റബീഉൽ ആഖിർ 1 ആകുമ്പോൾ 30,000-ന്റെ 2.5% കൊടുക്കാം. 30,000-ന്റെ 2.5% കൊടുക്കാം. തൊട്ട് അടുത്ത മാസം 1-ാം തീയതി ആകുമ്പോൾ അടുത്ത 10-ന് 2.5% പിന്നെ കൊടുക്കാം. അടുത്ത 10-ന്റെ 2.5%, അടുത്ത 10,000-ന്റെ 2.5% 250 രൂപ കൊടുക്കാം. പിന്നെ അടുത്ത മാസം ആകുമ്പോൾ അടുത്ത 10-ന് 2 കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല അങ്ങനെ പെരുമാറാൻ നിന്നെ കൊണ്ട് വരിക. അതിനൊക്കെ പറഞ്ഞപ്പോൾ എത്ര പണിയുണ്ട്. നമ്മൾ ഓരോ മാസം വിളിച്ചാണ് പറഞ്ഞിട്ട് ഈ കാലത്തൊക്കെ 250 രൂപ കൊടുത്താൽ ആൾക്കാർ വാങ്ങൂല. അതിന്റെ 500 ഇങ്ങോട്ട് വരും. 500 ഇങ്ങോട്ട് വരും. ഇപ്പോൾ നാട്ടിൽ ഒരാൾ താല്പര്യമില്ലാത്ത ഒരാളെ വന്നിട്ട് ചായ കുടിച്ചാൽ 2 രൂപയാണെന്ന് പറഞ്ഞു. ഈ ചോദിച്ച കത്താളതിനോട് വിളിക്കണം. അയാളെ 2 രൂപ ഞാൻ ചായ കുടിച്ചു തരണം. ഉടനെ ഞാൻ 2 രൂപ കൊടുത്തു. പോയി ചായ കുടിച്ചു തരണം. അയാൾ അങ്ങനത്തെ കുറച്ച് അന്തള്ള വിനാഥന്മാരെ കണ്ടോ? അന്തള്ള വിനാഥന്മാർ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ 250 മാസം കൊടുത്ത് അർജുനം ഉണ്ടാകാൻ 250 നമ്മുടെ ആർക്കും വേണ്ട, മുകൾ 500,000 ആൾക്കാരുണ്ടെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോക്ക് ആക്കി വെക്കാം. 2-3 മാസങ്ങളായിട്ട് നമ്മുടെ ടോട്ടൽ ഒരു ഇയർലി സക്കാത്തിന്റെ ഇയറിന് ഒരു 4 ബ്ലോക്ക് ആക്കി വെക്കാം. മുഹറം, സഫർ, റബീഉൽ അവ്വൽ ഈ 3 മാസത്തിൽ ഒന്നിച്ച് നമ്മൾ മുഹറത്തിനോട് കൊടുക്കാം. അപ്പൊ നമ്മളത് കൊടുക്കുന്നതിന് ചെറിയൊരു ഭാഗം 1-2 മാസം കുറവുണ്ടാവും. 1-2 മാസം കുറവുണ്ടെങ്കിലും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. സക്കാത്ത് മുന്തിച്ച് കൊടുക്കാം. പക്ഷെ മുന്തിച്ച് കൊടുക്കുമ്പോൾ ഒരു നിബന്ധനയുള്ളത് അതിന്റെ വർഷം പൂർത്തിയാകുന്ന സമയത്ത് നമ്മൾ ആർക്കാണോ കൊടുത്തത് ആ വാങ്ങിയ ആള് അത് അന്നും വാങ്ങാൻ അവകാശിയാകണം. നമ്മളൊരാൾക്ക് കൊടുത്ത് 2 മാസം കഴിഞ്ഞപ്പോഴാണ് വർഷം പൂർത്തിയാവുന്നത്. അതിനിടയിലായിട്ട് ഇയാൾ ഗൾഫിൽ പോയി അങ്ങനെ ജോലി പറ്റി മുതലാളിയായി ഇയാൾ സക്കാത്ത് വാങ്ങാൻ അർഹനാവാതെ പോയാൽ നമ്മളത് 2ാമത് വേറെ കൊടുക്കണം. അപ്പൊ അധികം കേട്ടിടാതെ ഒരു 6 മാസം നമ്മൾ മുൻകൂട്ടി കൊടുത്ത ചിലപ്പോൾ കൊടുക്കിപ്പോകും. അപ്പൊ 2-3 മാസങ്ങൾ അടങ്ങുന്ന ഒരു ബ്ലോക്കുകളാക്കി തിരിക്കുക. അങ്ങനെ ഓരോ മാസവും അങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. കൃത്യമായിട്ട് ഒരു എക്സൽ ഷീറ്റ് കമ്പ്യൂട്ടറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. മണി ഫോർമാറ്റ് അയച്ചാലും ഫോർമാറ്റ് വേണേൽ അയച്ചാലും അത് കൊടുക്കാതിരിക്കണ്ട. കൊടുക്കുന്നില്ല പ്രതീക്ഷയില്ല. ഈ ഘട്ടത്തൊക്കെ നമ്മളെ സ്ഥലമല്ലാതെ കൊടുക്കുന്നില്ല പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ എന്നോട് ഒന്ന് പരിപാടിക്ക് വരാൻ പറഞ്ഞ മാത്രമേ ഞാനാണ് ഈ ടിക്കറ്റ് കറക്കാൻ ഇങ്ങോട്ട് നേരം കൊണ്ട് ആ ടിക്കറ്റിന് ചെലവാകേണ്ട പൈസ അതിന് സക്കാത്ത് കൊടുക്കും. എനിക്കൊന്നും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ആ പൈസ വാങ്ങി കൊടുത്താൽ മതി, അത്രയും ലാഭം കിട്ടും. ചിലപ്പോൾ ഇവിടെ എന്നോട് വെച്ചാൽ സക്കാത്തിന്റെ മസലകൾ പറയുമ്പോൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഉത്തരം പറഞ്ഞു വെച്ചാൽ നമ്മുടെ ധൈര്യമായിട്ട് പറയാം. എന്തായാലും ആൾക്കാരും ചെയ്യുന്നില്ല, ആൾക്കാരെന്തായാലും അമലും ചെയ്യുന്നില്ല. സംസ്കാരത്തിലൊക്കെ പറഞ്ഞാലേ നമുക്ക് പേടിയുള്ളൂ. ഇത് പറയാൻ കൊടുത്താൽ നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് നമുക്ക് കൊടുക്കാൻ ബ്ലോക്ക് ആക്കി തിരിക്കാം. അത് കൃത്യമായി അങ്ങനെ നമ്മൾ സൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുണ്ടാകുമ്പോൾ കയ്യിലേക്ക് കാശ് വന്നാൽ മതി എന്നാണ്. നമ്മുടെ കയ്യിലേക്ക് കാശ് എത്തിയാൽ ഈ നിയമങ്ങളെല്ലാം പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ അറിഞ്ഞില്ലാന്നിട്ട് കാര്യമില്ല. അത് അറിഞ്ഞില്ലാന്നിട്ട് കാര്യം പെണ്ണെട്ടിട്ട് അവസാനിപ്പിക്കുന്നു എനിക്കറിയാന്നിട്ട് കാര്യമില്ല. അത് പഠിക്കണം. പെണ്ണെട്ടിയാക്കില്ല അല്ലെങ്കിൽ പെണ്ണെട്ടാൻ നിൽക്കരുത്, അല്ലെങ്കിൽ നിൽക്കരുത്. അത് പഠിച്ച ആൾക്കാർ വേറെ ഉണ്ടാവും, ഒരു നോക്കിയോളും. എന്ന് പറഞ്ഞാൽ പൈസ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയൽ അയാളുടെ പറന്ന് അയിനാണ്. അത് ഞാൻ അറിഞ്ഞില്ലാന്നിട്ട് കാര്യമില്ല. അത് ഈ സയൻസ് സെന്ററിൽ ക്ലാസ് വെച്ചത് അന്നെനിക്ക് എന്റെ ചരിത്രം അത് പോകാൻ പറ്റിയില്ല. ശരി പോയി പറഞ്ഞാലും അറിയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കൃത്യമായി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ 2 സംശയങ്ങളുടെ ചോദിച്ചാൽ വിട്ടുപോയത്. ഇദ്ദേഹത്തിന് സംശയം വന്നപ്പോൾ 1 റെന്റിന്റെ പറഞ്ഞത്, റെന്റിലേക്ക് ഞാൻ വരാം, അവസാനം നമുക്ക് പറയാം. അവിടുന്ന് ആരോ ഒന്നും ചോദിച്ചിരുന്നു ആഭരണത്തിന്റെ. ആഭരണം പറയാറുണ്ട്. നേരെ പെണ്ണുങ്ങളൊക്കെ നോക്കൂ, ആഭരണം വെക്കാത്ത എങ്ങനെ
മുത്തലഖൻ പറഞ്ഞാൽ ഫിഖഹിന്റെ ഭാഷയിൽ ശാഫിഈ മദ്ഹബില് ഈ 10 പവൻ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത ഇബാറത്ത് പറയുന്നത് വലാ സകാത്ത ഫിൽ ഹുലിയിൽ മുബാഹീന, അനുവദനീയമായ ആഭരണത്തിൽ സക്കാത്തില്ല. അത് എത്രയിക്കോട്ടെ. അതാ അനുവദനീയം എന്നതിന്റെ പരിധിയിൽ നിന്ന് വിട്ട് ഇസ്രാഫിന്റെ പരിധിയിലേക്ക് പോയാൽ, ഒരു ആഭരണം ഇട്ടിട്ട് അവസാനം കണ്ടാൽ ഇത് ആഭരണമല്ല അലങ്കോലമാകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് ആഭരണമല്ല അലങ്കോലമാണ്. അങ്ങനെ ഒരു ആഭരണത്തിന്റെ പരിധിയിൽ നിന്ന്, ആ നാട്ടിലെ പതിവനുസരിച്ചുള്ള ആഭരണത്തിന്റെ പരിധിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അതിന് സക്കാത്ത് വരുന്നത്. അല്ലെങ്കിലൊക്കെ ഒരു മുബാഹായ അനുവദനീയമായ ആഭരണമാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ധരിക്കുന്ന ആഭരണങ്ങൾ, അത് ശരിശാസ്ത്രം ഞാൻ രണ്ടീസം പുസ്തകം വീണ്ടും വിളിച്ചത് നൂറ് ചോദിക്കാൻ വേണ്ടി വിഷയം. അത് കൃത്യമായിട്ട് എത്ര പവനൊന്നും പറയാൻ പറ്റൂല. അതാ നാട്ടിലെ പതിവനുസരിച്ച് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ഉള്ള ഒരു ആഭരണക്കാണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല എന്നാണ് പുസ്തകം പറയാം. അത്ര പേര് ഞാനും പറഞ്ഞുള്ളൂ. സവർണപ്രഭ നമുക്ക് പറയാൻ. അതാണ് ആഭരണം. റെന്റ് ഞാൻ പറയാം, റെന്റ് ഫ്ലാറ്റ് കാര്യങ്ങളൊന്നും ഒറ്റ വാക്ക് ഞാൻ പറയാം. റെന്റ് ചോദിച്ചു അത് പറയാം. അതാണ് വെച്ചത്. ആർക്കൊക്കെ അത് വാങ്ങാൻ പറ്റുന്നുണ്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുക്കണം. അത് ചോദിച്ചാൽ ഈ സ്വർണം തന്നെ സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിന് സ്വർണം തന്നെ സക്കാത്ത് കൊടുക്കണമെന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. മറ്റു മതപരമായി തിരിക്കാം, കാശ് കൊടുത്താൽ പോരാനാണ്. പിന്നെ ഹനഫി മദ്ഹബിലൊക്കെ ഉണ്ട്. പക്ഷെ ഹനഫി മദ്ഹബിൽ കടന്നതിനപ്പുറം പണിയാവും. ഹനഫി മദ്ഹബില് ആഭരണത്തിനും സക്കാത്തുണ്ട്. ഹനഫി മദ്ഹബിൽ ആഭരണത്തിനും സക്കാത്തുണ്ട്. അവിടെ 10 കണക്ക് ആഭരണം എല്ലാത്തിനൊക്കെ സമാണ്. അപ്പൊ അങ്ങോട്ട് കിടക്കാത്തല്ലത്. സർക്കാരുകൾക്ക് ഷാഫി തന്നെ വെക്കാം. ഷാഫി മദ്ഹബാണ് ഉഷാറ്. നമ്മൾ തന്നെ വിളിക്കാൻ വെക്കാം. മോളാണോ മോനാണോ? ലോണ് എന്ന് പറഞ്ഞാൽ ലോണുണ്ട് ഇയാൾക്ക്. ലോണെടുത്ത എമൗണ്ട്, ആ ലോണെടുത്ത എമൗണ്ട് ആ എമൗണ്ട് ഇയാൾ സൂക്ഷിക്കുകയാണോ? ഉണ്ടാവോ? ഇയാൾ 1 ലക്ഷം ലോൺ എടുത്തു, അയാൾ വരുന്ന നാട് പേഴ്സിലിട്ട് കൂട്ടിയാണ് വാർത്തകൾ അപ്പൊ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. കുറെ ചെലവാക്കുകയാണ്. ആവശ്യത്തിനെടുത്തതേ കാരണം ആവശ്യത്തിനെടുത്താണ് ഇയാൾ ചെലവാക്കി പോയിണ്ടാവും. ചെലവാക്കി പോലും കുഴപ്പമില്ല. ഞാൻ ചെലവാക്കിയിട്ടില്ല, അയാൾ വീട്ടിൽ വന്നാൽ അയാൾ ലോക്കറിൽ വെച്ച് സൂക്ഷിച്ച് 1 വർഷമായാൽ അതിന് സക്കാത്ത് കൊടുക്കണം. 1 വർഷമായാൽ അതിനും സക്കാത്ത് കൊടുക്കണം. അതേപോലെ ചെലവഴിക്കാതെ അത് ലോൺ എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് 1 വർഷം പൂർത്തിയായാൽ, നിസാബ് ഉണ്ടെങ്കിൽ 1 വർഷം പൂർത്തിയായാൽ സക്കാത്ത് കൊടുക്കണം. അത് പലപ്പോഴും ഉണ്ടാകാൻ സാധ്യത പ്രായോഗികമല്ലോ. കാരണം ലോൺ എടുക്കാതെ കുടുങ്ങിയിട്ട് ലോൺ എടുക്കരുത്. ലോൺ എടുക്കാണ്ട് വില കൊണ്ടുപോയി വാർത്തക്കാൻ ഇപ്പൊ ആരെങ്കിലും വാങ്ങും തോന്നില്ല. ഒരാൾ കടം ചോദിച്ചു, അത്യാവശ്യം ഒരു 20,000 രാത്രി സംസ്കാരത്തിന് ശേഷം നാളെ സുബിക്കാൻ തരാം. അത് സുബിക്കാൻ പോലും ചെയ്യാം. എന്തിനപ്പോൾ നമ്മൾ പെരുകൊണ്ട് വാർത്തക്കാണ് ചോദിച്ചു അയാളോട് എന്ന് പറഞ്ഞ പോലെ ലോൺ എടുത്തിട്ട് പതുകൊണ്ട് വാർത്തക്കൂലപ്പെടും. ആയിക്കോണല്ലേ? സമയമായി. താങ്കൾ പറഞ്ഞ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം പൈസന്റെ പോയി ഞാൻ എഴുതി കൊണ്ടുവരണുണ്ടല്ലേ? ചോദിക്കാമോ? ഉപ്പാടെ ബിൽഡിംഗ് ഉണ്ട്. ഉപ്പാന്റെ ബിൽഡിംഗ് ഉപ്പ മരണപ്പെട്ടു. അപ്പൊ അതിന്റെ വാടകക്കോ അവകാശികളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ബിൽഡിംഗിന്റെ വാടകയിലേക്ക് ഞാൻ വരാം. അത് നമുക്ക് റെന്റ് എന്ന് പറഞ്ഞു. അവകാശികൾ എങ്ങനെ വരുന്നത്? ആർക്കാണെങ്കിലും നമുക്ക് റെന്റിലേക്ക് നമുക്ക് വരാം. റെന്റിന് സക്കാത്ത് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കാരണം അത് പിന്നെ ഉപ്പ മരണപ്പെട്ടാണ് ഉപ്പയാവോ അതിന്? കാരണം മക്കൾ സക്കാത്ത് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ അത് ഉപ്പ സക്കാത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അല്ല, ഉപ്പ സക്കാത്ത് കൊടുത്തു പോയി. ഇപ്പൊ മക്കളാണ് ഇവിടെ ചെയ്തിട്ടില്ല. റെന്റിലേക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിലേക്ക് വരാം. ആ സമയത്ത് പറഞ്ഞു തരാം. ക്ലിയർ ആവാത്തതിന്റെ അപ്പം ശേഷം ശരില്ല. പന്തിലോ? മന്ത്ലി കൊടുക്കാം. ഓക്കെ. എന്തായിട്ട് പോലെ ഇസ്ലാമിക്ക് ഓക്കെ. കൊടുക്കാം. മന്ത്ലി കൊടുക്കുന്നതുകൊണ്ട് ഒരു ഇസ്ലാമിന്റെ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ പൊതു ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാലാവധി ഉടനെ വന്നു എന്നത് മാത്രമല്ല, അയാളെ മനസ്സ് അതിലേക്ക് ഇണങ്ങാന്നുള്ളതാണ്. അവിടുത്തെ നമ്മൾ അതാണ് നേരത്തെ പറഞ്ഞ പോലെ അധികം ഗ്യാപ്പിടാത്തതാണ് നല്ലത്. നമ്മൾ ഒന്ന് ഗ്യാപ്പിട്ടാൽ, 1 കൊല്ലത്ത് ഗ്യാപ്പിട്ടാൽ, ഇപ്പത്തിന് ഒന്നിച്ചു കൊടുത്താൽ ഈ 10 മാസം കൊണ്ട് ഇയാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. നമ്മളാണ് പിന്നാലെ അങ്ങനെ എടുക്കേണ്ടി വരും. അതിനോട് നോട്ടിൽ പറമ്പിൽ അടിച്ചാരിക്കട്ടെ നമ്മൾ ഓർക്കേണ്ടി വരുന്നത്. അപ്പൊ അത് വേണ്ട. പരമാവധി കുറച്ച് വൈകിട്ട് കൊടുത്താൽ മതി. ഇനി പൊതു മുസ്ലിമാണെന്നത് കൊണ്ട് 1 വർഷം കൊണ്ട് അയാളുടെ ആ കാറ്റഗറിയിൽ പോകും എന്ന് പറയാനും വയ്യ. പൊതു മുസ്ലിമിൽ അതിൻ്റെതായ കുറച്ച് നിബന്ധനകളുണ്ട്. അയാൾക്ക് കൊടുത്താൽ മറ്റുള്ളവർ അതിൽ പ്രേരിതരായിട്ട് ഒന്നിൽ കടന്നു വരും. അല്ലെങ്കിൽ ഇയാളുടെ മനസ്സ് അതിലേക്ക് കൂടുതൽ ഉറക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അയാളുടെ അവകാശം തന്നെയാണ്. അത് അവകാശം തന്നെയാണ്. അപ്പൊ അവിടെ ആ ഒരു ആൾക്ക് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആശങ്കപ്പെടാൻ കാര്യമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ചോദ്യം വന്നത് 4 ചോദ്യം ഒന്നിച്ചാണ്. ഓഫീസിൽ നിന്നും കിട്ടിയ ഗിഫ്റ്റ് കിട്ടി, അത് വലിയ സംഖ്യയാണ് കിട്ടിയത്, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കിട്ടിയത് ചോദിച്ചാൽ അങ്ങോട്ട് ഗിഫ്റ്റ് എപ്പോഴാണ് കിട്ടിയത്, അതിനെ ഡേറ്റ്. ഓഫീസിൽ നിന്ന് വലിയ സംഖ്യ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. ആ കിട്ടിയ ഗിഫ്റ്റ് ഇയാൾ കിട്ടിയ ഡേറ്റ് ഓർത്ത് അവിടെ അങ്ങോട്ട് 1 വർഷം പൂർത്തിയായി. ആ വർഷം പൂർത്തിയാകുമ്പോൾ ഗിഫ്റ്റ് ആൾ കയ്യിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ചെലവാക്കിയാലോ ഒരു കുഴപ്പമില്ല.
ഈ പറഞ്ഞ അത് ഗിഫ്റ്റാണെങ്കിൽ വിശ്വാസമില്ല പേര് കിട്ടിയ സംഖ്യ അതിന് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ അവർക്കും ബാധകമാണ്. പിന്നെ ഇപ്പോഴാണ് ഗിഫ്റ്റ് ആളെ കിട്ടിയത്. മൂപ്പരല്ല തങ്ങളറിഞ്ഞ് മൂപ്പരായിട്ടണ്ട. ഇല്ല, അങ്ങനെ വിധിപ്പെടുത്താൻ വയ്യ. നിധി എന്നതിന് പ്രത്യേകമായ നിബന്ധനകളുണ്ട്. അതിനിപ്പോ ഇസ്ലാമിക ഭരണമല്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭരണമുള്ള ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന നിധി എന്നാണ്. അല്ല, ഗിഫ്റ്റ് നിധി എന്നുള്ളത് നമ്മുടെ ഷാഫിമത പ്രകാരം അതിനൊന്നും വരുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്കാത്ത് ഫണ്ട് ആവശ്യമുണ്ടാകുന്ന വികസനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വികസനങ്ങളാണ് ഒക്കെ. അത് പെട്ടതല്ല. നമുക്ക് കടൽ നോക്കിയിട്ട് അങ്ങനെ അതിനൊന്നും നിധിക്ക് അതിൻ്റെതായ മാനദണ്ഡവും താരീഫും ഉണ്ട്. ആ താരീഫിൽ ഇത് വരിക. ഇത് ഒരു 3 ചോദ്യം കൂടി കിട്ടിയതുണ്ട്. സക്കാത്തിനായി കണക്കനുസരിച്ച് കാര്യമായിട്ട് അടിച്ചൊക്കെ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നൊക്കെയാണ്. നമ്മൾ ഇസ്ലാമോളോപ്പിങ്ങനെ പ്രിന്റ് എടുത്ത സംശയമുണ്ട് എനിക്ക് ചോദ്യങ്ങൾ. സക്കാത്തിനായി കണക്കനുസരിച്ച് നീക്കിവെച്ച തുകയിൽ നിന്ന് കുറച്ച് രൂപയെടുത്ത് അരികോ മറ്റെന്തെങ്കിലും വാങ്ങി അർഹതപ്പെട്ടവർക്ക് നൽകിയാൽ അതിൽ തെറ്റുണ്ട്. ഇതിൽ തെറ്റുണ്ട്. സക്കാത്ത് കൊടുക്കുന്ന കാശ് അയാളെ കാശാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അപ്പൊ നിങ്ങൾക്ക് കടം തരാനുള്ള ഒരാള്, ഞാനിപ്പോ ഒരാൾക്ക് 10,000 രൂപ കടം കൊടുക്കാണ്ട്, ആ 10,000 രൂപയ്ക്ക് പകരം ഞാൻ അയാൾക്ക് 4 കിലോ രാജാക്ക് അരി വാങ്ങിക്കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതൊന്നും നോക്കണ്ട. അരി എന്താ വേണ്ടി ഞാൻ വാങ്ങിക്കോളാം, എന്താ പൈസ ഉണ്ടെന്ന ആളാണ്. ഇല്ല, അത് തന്നെയാണ് സക്കാത്ത്. ഈ സക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശം. അവനാവശ്യമായ അരിയോ സാധനങ്ങളോ വാങ്ങാൻ അർഹതയുണ്ട് ആർക്ക്? അവിടെ ഇസ്ലാമിക ഭരണമുള്ള ഖലീഫയുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കാം. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തി കൊടുക്കുമ്പോൾ അയാൾ അത് കാശാണെങ്കിൽ കാശ്, സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണമായിട്ട് തന്നെ കൊടുക്കണം. അത് എന്ത് ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം, അത് അയാളെ സ്വാതന്ത്ര്യം. അത് കൈകടത്താൻ ഇസ്ലാം നമ്മൾ അനുവദിക്കുന്നില്ല. അങ്ങനെ അയാൾ പാവപ്പെട്ട ഫക്കീറായിരുന്നു. അയാൾക്ക് ആ ഫക്കീറിൽ നിന്ന് മാറാൻ ആവശ്യമായ പൈസ മുഴുവൻ ഒരുപോലെ സക്കാത്ത് കൊടുത്തു. അയാൾ അതുകൊണ്ട് വിട്ടടിച്ചു. അയാൾ നമ്മൾ ഓർഡർ വാങ്ങാൻ പൈസ കൊടുത്താണ്. അയാൾ ഓർഡർസൊന്നും വാങ്ങിയില്ല. അയാൾ സാധാരണമായി തന്നെ സാധനം വാങ്ങിക്കാൻ പൈസ ഉണ്ടെങ്കിൽ അടുത്തല്ല സക്കാത്ത ഇയാൾ പിന്നെയും ബന്ധക്കണേ നമുക്ക് സക്കാത്തില്ലെന്ന് വെച്ചാൽ അയാൾക്ക് പിന്നെയും കൊടുക്കണം. അയാൾക്ക് പിന്നെയും കൊടുക്കണം ഈ കിതാബുകൾ പറയുന്നത്. അത് നമ്മുടെ തീരുമാനിക്കേണ്ടതല്ല. അയാൾ ഉപദേശിച്ചു കൊടുക്കാം. നിങ്ങൾ നാളെ പോരാ, ഉഷാറാവണം, കച്ചവടം തുടങ്ങണം, അതിനൊക്കെയാണ് അവർക്ക്. അയാളെ കേട്ടാണ്ടായിക്കോട്ടെ, അയാൾ പോയി, അയാളൊന്നും ചെയ്തില്ല, ഒരു കുഴപ്പമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൈസ നമ്മൾ തന്നെ അയാളുടെ. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമുക്കും തോന്നാറുണ്ട്, ഞാൻ സക്കാത്ത് കൊടുത്തു, അങ്ങനെ തോന്നേണ്ടതില്ല. അതന്നെ നമ്മൾ കൊടുത്ത അയാളെ പൈസ അയാൾക്ക് തന്നെ കൊടുത്തേക്കാണ്. അല്ലെങ്കിൽ കടം തന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുത്ത പോലെ കണ്ടാൽ മതി സക്കാത്തിനെയും. പിന്നെ നമുക്ക് ലഭിക്കുന്ന മാസശമ്പളത്തിൽ നൽകേണ്ട സക്കാത്തിന്റെ കണക്കാണ്. അതൊക്കെ ഫുള്ള് പറഞ്ഞതൊക്കെയാണ് മാസശമ്പളത്തിന്റെ. ഇനിയിപ്പോ ഇത് പറയാനില്ല. പറഞ്ഞിട്ട് ഒന്നുകിൽ അയാളെ നേരത്തെ ഉറങ്ങിയെന്നർത്ഥം. കഴിഞ്ഞിട്ട് വേറെ പറഞ്ഞുതരാം. അയാളെ മുമ്പ് നീച്ചു വരാം. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ സംശയം വിഷയം പറഞ്ഞാൽ യുക്തിയായിട്ട് ബന്ധപ്പെട്ടത്. എന്തുമായിട്ട്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലെ യുക്തി മനസ്സിലാവാത്തതുകൊണ്ട് ഇപ്പൊ ചില കാര്യത്തിൽ ഇസ്ലാമിൽ യുക്തി ചോദിക്കുന്ന കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞാൽ മതി. അപ്പൊ ഒരു ചോദ്യം, ഒന്ന് നമ്മൾ പറഞ്ഞത് കിട്ടാനുള്ള പൈസക്ക് കടം കൊടുക്കാൻ സക്കാത്ത് കൊടുക്കേണ്ട കാര്യം. അതുപോലെ നമുക്ക് കിട്ടാനുള്ള ഗ്രാറ്റുവിറ്റി, അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് കയറിയപ്പോൾ കൊടുത്ത ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ ആ കടം കൊടുത്ത്, ഈ കാര്യങ്ങളുടെ എല്ലാം ബെനഫിറ്റ് കിട്ടിയത് നമുക്കല്ല, ഉപയോഗിച്ച ആൾക്കാർക്കാണ്. അപ്പൊ നമ്മളെ സക്കാത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയ പൈസയുടെ 2% കൊടുക്കുക എന്നുള്ള. അല്ല, 2 പറഞ്ഞത് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാനുള്ള ചിത്രസക്കാത്തിലാണ്. അത് സക്കാത്തിൽ മാനിൽ അതില്ല. അതാണ് പ്രശ്നം. ഓക്കെ. എന്തായാലും കൂടുതൽ സമ്പത്തുള്ള ആൾക്ക് കൊടുക്കുക. കൂടുതൽ സമ്പത്തുള്ള ആൾക്കാരാണല്ലോ സക്കാത്ത്. അതൊന്നുമില്ല, അങ്ങനൊന്നും നമ്മളതിനെ കണക്കൂട്ടാൻ പാടില്ല. അങ്ങനൊന്നുമില്ല. സക്കാത്തിന് കൃത്യമായി ഇന്ന ഇനങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 10 പവൻ സ്വർണ്ണം സക്കാത്ത് കൊടുക്കണം. ഒരു 100 ലുലു എന്താ പറയാ തേന് വാങ്ങി വെച്ചു, അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. യുക്തി എന്താ? ആലോചിച്ച് കൊടുക്കേണ്ടതില്ല. ഈ ഭാഗത്താണ് ഇത് അത്ര പറയാൻ പറ്റുള്ളൂ. ഇനി അതിന്റെ വലിയ യുക്തി ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവാം, നമുക്കറിയാത്തോണ്ടേ കാര്യം. അത് ഞങ്ങൾക്കറിയില്ല. കഥ നോക്കിയിട്ടുള്ളൂ. നോക്കണമെങ്കിൽ അതിനില്ലാന്ന് പറയുന്നിടത്ത് ഡിസൈൻ ഉണ്ടെങ്കിൽ ഞാൻ നീ പറഞ്ഞുതരാം. അതുപോലെ സ്റ്റോക്ക് എടുക്കും. ഇപ്പൊ റെസ്റ്റോറന്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഒരുപക്ഷെ ഒരു മാസം 1,00,000 ദിർഹംസ് വരുമാനം ഉണ്ടാക്കുന്ന റെസ്റ്റോറന്റിൽ നമ്മൾ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാല് ഒരു 25,000 ദിർഹംസിന്റെ സ്റ്റോക്ക് പോലും കാണൂല. അതേപോലെ ഒരു വർഷത്തിൽ ഒരുപക്ഷെ ഒരു 25,000 ദിർഹം റവന്യൂ ഉണ്ടാക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പില് ഒരുപാട് പൈസ ഉണ്ടാവും ചെയ്യും. അപ്പൊ നമ്മൾ എന്നാലും ഇങ്ങനെ തന്നെ നിയമം അങ്ങനെ തന്നെയാണ്. ഇയാൾ റെസ്റ്റോറന്റിലൂടെ ഇയാൾ കിട്ടുന്ന ലാഭമാണ് ഇയാൾക്ക് കിട്ടുന്നത്. ആ ലാഭം ഇയാൾ ചെലവാക്കിയല്ലേ എന്നതാണ് കാര്യം. ഓക്കെ. പിന്നെ കിട്ടിയതൊരു ചോദ്യം ഏതില്ല. അദ്ദേഹം പറഞ്ഞ വളരെ ഒരു കാര്യം അത് അവർക്ക് കൂട്ടുക. നമ്മൾ ഇതിലൊക്കെ യുക്തി നമ്മൾ പറയുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് യുക്തി മനസ്സിലാക്കാത്തുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞു നിസ്കാരം നമ്മളൊക്കെ പറയും 5 നേരം വളരെ ഉഷാറാണ്, ആരോഗ്യത്തിനൊക്കെ ഉഷാറാണ്. ആ വീട്ടിൽ പോയി മനസ്സിലാക്കും എന്ത് ആരോഗ്യമായിട്ടുള്ളത്. അയാളും ദിവസം 5 നേരം നിസ്കരിച്ചണമെന്നാണ്.
അങ്ങനെ ചെയ്യും. എന്നതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് യുക്തി മനസ്സിലാവാത്തുണ്ടായിരിക്കാം, അല്ലെങ്കിൽ യുക്തി ഉണ്ടാവും നമുക്കറിയാത്തോണ്ടായിരിക്കാനും. അല്ലല്ല, ഇബാദത്താണ്, തഅബ്ബുദിയാണ് നമുക്കത്. എനിക്ക് ചോദിക്കാനുള്ളത് എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റിന്റെ കാര്യമാണ്. അത് ഒരു വർഷം കഴിയുമ്പോഴാണോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതോ നമ്മൾ എന്നാണോ നമുക്കത് കിട്ടുന്നത്? അത് നമ്മൾ HR പോളിസി നോക്കണം. ചില HR പറയാറുണ്ട് ആദ്യത്തെ 3 വർഷം കൊണ്ടൊക്കെ തിരിഞ്ഞു പോയാൽ ഒന്നും കിട്ടാത്തവരുണ്ടാവും ചില കമ്പനികൾ. ഓരോ കമ്പനിക്കും നമ്മൾ ആ കമ്പനിയുമായുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ HR പോളിസികൾ ഉണ്ടാവും. ആ പോളിസികൾ കൃത്യമായിട്ട് പറയും ആദ്യത്തെ 5 വർഷത്തേക്ക് 21 ദിവസം, അവിടുന്ന് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് 1 മാസം, പിന്നെ 1.5 മാസങ്ങളൊക്കെ കണക്കുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ആ പോളിസി പ്രകാരം എപ്പോഴാണോ നമ്മളതിന് അവകാശിയാവുന്നത് ആ അവകാശിയാവുന്ന അവിടുന്ന് അങ്ങോട്ട് കണക്കാക്കണം. ചോദ്യത്തിന് സമയം നിശ്ചയിക്കാനായോ? അവിടെ പറഞ്ഞ് കഴിഞ്ഞോന്ന്. അദ്ദേഹത്തിന് കഴിഞ്ഞോന്നല്ല, കഴിഞ്ഞോന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദിച്ചു നമുക്ക് ശരിയാ, അയാളെ സംശയം തീർന്നു അർത്ഥം. തീർന്നു പറഞ്ഞു. ഓക്കെ ഓക്കെ ശരി. സക്കാത്തിന്റെ 350 ഇനി അപ്പുറം വേറെ ചോദിക്കും ചെയ്യാം. സംഘടനകൾ പിരിക്കുന്ന ഫണ്ടുകളുണ്ടല്ലോ, അതിന്റെ സക്കാത്ത് എങ്ങനെ വരുന്നത്? പക്ഷെ സംഘടനയുടെ സക്കാത്തിന് ഫണ്ടില്ല, ഫണ്ടിന് സക്കാത്തില്ല. കാരണം അത് മുഅയ്യനായ ഒരു വ്യക്തിയുടെ ഉടമയിലുള്ളതാവുമ്പോഴാണ് സക്കാത്ത് വരുന്നത്. സംഘടനയ്ക്കില്ല. സംഘടനയുടെ ഫണ്ട് ഒന്നിച്ചുണ്ട്, അത് സംഘടനയുടെതാണല്ലോ. അല്ലാതെ ജനങ്ങളുടെ എടുത്തിട്ട് വർഷാവസാനം അവർക്ക് ഒന്നിച്ച് വിധിച്ചു കൊടുക്കുന്നതല്ലോ. അല്ലല്ല, ഇതിന് സക്കാത്തില്ല. മാലിക്ക് മുഅയ്യനാകണം, ഉടമസ്ഥൻ അതിന് മുഅയ്യനാകണം. ഉണ്ടാവില്ല. ഇനി 70 ആൾ കൂടിയിട്ട് ഓരോ മാസം 1000 രൂപ എടുക്കേണ്ട, അവസാനം ഓരോരുത്തർക്കാണ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് വ്യക്തികൾക്കാണ്, അത് സംഘടനയുടെ അല്ല. അതായത് ഫണ്ട് സംഘടനന്റെ ആണോ വ്യക്തിന്റെ ആണോ നോക്കുന്നത്? വ്യക്തിക്കാണല്ലോ, സ്വരൂപിക്കുന്ന ഫണ്ടാണ്. സ്വരൂപിക്കുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി സ്വരൂപിക്കുന്നു, നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. അതിന് ഉടമ ആരാണ്? ഞങ്ങൾ തന്നെ കൊടുക്കണം. കൊടുക്കണം. അത് അതിന് കൂടെ ചാരിറ്റി നടക്കുന്നുണ്ട്. ഈ സംഘടന 100 ദിർഹം വെച്ച് പിരിക്കുന്ന അതേ അർത്ഥത്തിൽ 25 ദിർഹം വെച്ച് ഒരു മാസം ചാരിറ്റിക്ക്. അതൊക്കെ 25 ദിർഹം ചാരിറ്റിയിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഉടമസ്ഥയിൽ ബാക്കി എത്ര നോക്കാം. നിങ്ങൾ 100 റിയാൽ കൊടുത്തു, അതിൽ 100 ദിർഹം ഇവിടെ ദിർഹമോ റിയാലോ, 5 ഖത്തർ റിയാലോ കീശയിലുള്ള, അതുകൊണ്ടാണ് റിയാൽ വരണം. 100 ദിർഹം കൊടുത്തു, അതിൽ 25 ദിർഹം സംഘടനയ്ക്ക് വേണ്ടി ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെയല്ല, 100 ദിർഹത്തിന്റെ പുറത്ത് 25 ചാരിറ്റിക്ക് വേറെ കൊടുക്കുന്നുണ്ട്. അത് വേറെ പോട്ടെ, ചാരിറ്റി ആയിട്ട് പോകാം. നമ്മൾ 100 നോക്കിയാൽ മതി. 25 ചാരിറ്റിയാണോ? കുറച്ച് കഴിഞ്ഞാൽ അവൻ തിരിച്ചറിയൊന്നും അറിയില്ലോ. ഇല്ല, ചാരിറ്റി കൂട്ടണ്ട, മറ്റേ കൂട്ടാം. റെന്റിന്റെ അതേപോലെ അദ്ദേഹത്തിന് ചോദ്യങ്ങൾ കേട്ടപ്പോൾ നിർത്താം, പിന്നെ നമുക്ക് റെന്റിന്റെ ആവശ്യം കൊണ്ടെന്ന് പറയാം. റിയൽ എസ്റ്റേറ്റിനെ പറ്റിയാണ്. റിയൽ എസ്റ്റേറ്റ് നമ്മൾ ലാഭം കിട്ടാതെ വിചാരിച്ച് എടുത്താൽ റിയൽ എസ്റ്റേറ്റ് പെടും അല്ലേ? നമ്മൾ ലാഭം കിട്ടിയാൽ വിളിക്കണം എന്ന് കരുതിയാൽ റിയൽ എസ്റ്റേറ്റ് പെടും. അപ്പൊ അങ്ങനെ ഒരു 50 ലക്ഷത്തിന്റെ സ്ഥലം ഒരാൾ എടുത്ത് കച്ചവടം ചെയ്ത് അപ്പോൾ 25 ലക്ഷം കൊടുത്തു. എത്ര കൊടുത്തു? 25 ലക്ഷം കൊടുത്ത് 2 ലക്ഷം ഇയാൾ കൊടുത്തു. ഓക്കെ, 1 കൊല്ലം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കൊടുത്താല് എന്ന് പോലെ ഇയാളെ ഉടമസ്ഥയിൽ പെടുന്ന ആള്. ഇപ്പൊ ആ കച്ചവടമാണ് ക്യാൻസൽ ആയാല്, അപ്പൊ ഇയാൾ കച്ചവടം ഇയാൾ നിർത്തുകയാണെന്ന് കരുതാം. അങ്ങനെയാണ് ഇപ്പൊ എന്താണ് വരാം. അല്ലെങ്കിൽ ഇയാൾ വേറൊരാൾക്ക് വിൽക്കൂല. ഇപ്പൊ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇയാൾക്ക് 20 ലക്ഷം കൊടുത്തു, ഇയാൾ 80 ലക്ഷത്തിന് സ്ഥലം വാങ്ങി, 20 ലക്ഷം ഇയാൾ സംഖ്യ കൊടുത്തു, ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഇട പറഞ്ഞു. 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇട പറഞ്ഞു അല്ലേ? ആ സമയത്തിന് ഇടയിൽ ഇയാൾക്ക് കച്ചവടം വന്നു, 60 ലക്ഷത്തിന് ഒരാൾ വില പറഞ്ഞു, ഇയാൾ എന്ത് ചെയ്യും? വിൽക്കും. അപ്പൊ സാധനം ഇയാൾ തന്നെയാണ്. അല്ല, ഇത് രജിസ്റ്റർ ആയിട്ടില്ല. രജിസ്റ്റർ ആയി എന്നതല്ല, രജിസ്റ്റർ ആയതുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന്റെ വിലക്കിലേക്ക് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇയാൾ നടത്തുന്ന കച്ചവടം ശരിയല്ല. അയാൾ കച്ചവടം നടത്തുന്നുവെങ്കിൽ അയാളുടെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുമ്പോഴേക്കും നമ്മളെ വീടും പറഞ്ഞു വേറൊരാൾ വെച്ചാല് അതേപോലെ ഉണ്ടാവും. അപ്പൊ ഇയാൾ ഈ ഫുള്ള് സ്ഥലം, ഈ 50 ലക്ഷത്തിന്റെ സ്ഥലം തന്നെ ഇയാൾക്ക് മറ്റൊരാൾക്ക് 60 ലക്ഷത്തിന് വിൽക്കുന്നുണ്ട്. അങ്ങനെ വിൽപ്പന ശരിയാവണമെങ്കിൽ ആ 50 ലക്ഷത്തിന്റെ വസ്തുവും ഇയാളുടേതാവണ്ടേ? അങ്ങനെ 2 കൊല്ലം 3 കൊല്ലം സ്ഥലം വിറ്റില്ല. എത്ര കൊല്ലാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക്. വിറ്റില്ലെങ്കിൽ അതിന് സക്കാത്ത് കൊടുത്താൽ നമ്മൾ വിൽപ്പനക്കുള്ള വസ്തുവാണ് എന്നുള്ള ലക്ഷ്യമുള്ള കാലത്തോളം അത് കച്ചവടം ചേർക്കാം. കൊല്ലം കൊടുത്തുകൊണ്ടേയിരിക്കണം. അയാൾക്ക് വേറെ പൈസ ഒന്നും ഇല്ല, ഈ വിറ്റിങ്ങനെ അതിന് കുറച്ച് 2 സെന്റ് വിട്ടുകാണ്ട് സക്കാത്ത് കൊടുക്കുക. ഒന്നുമില്ലാത്ത ഒരാൾ 5 ലക്ഷം വസ്തുവായി പണിയെടുക്കാൻ. അല്ല, ഇനിയിപ്പോൾ ആരും ഒരു പൈസ ഇല്ല, ഇത് 2 സെന്റ് പോണില്ല എന്ന് എഴുതാം. കണക്കോടെ എഴുതി വെക്കാം. എപ്പോഴാണ് വെച്ച് പോകണത് ആ സമയത്ത് എടുത്തിട്ട് ഒന്നിച്ച് കൊടുക്കാം. എന്തായാലും മനസ്സിലാവില്ല. ഉപ്പര ചോദിക്കൊന്നും ചെയ്യുന്നു കേട്ടോ. ഉപ്പരടുത്ത് അങ്ങനെ വസ്തുവൊന്നുമില്ല, ഉപ്പര ചോദിച്ചെന്ന് മാത്രം. ഇനി റെന്റ് ഫ്ലാറ്റ്, നമ്മുടെ ഇൻകം സോഴ്സുകൾ, റെന്റ് ഫ്ലാറ്റുകൾ. അത് നമുക്ക് പറയേണ്ടത് നമുക്ക് ഇൻകം കിട്ടാനുണ്ട് എന്നതുകൊണ്ട് അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ഒരു 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കി. നമ്മൾ ആ ബിൽഡിങ്ങിന് നേരത്തെ ആ ബിൽഡിംഗ് വിൽക്കല്ല നമ്മൾ ചെയ്യുന്നത്. ചിലണ്ടാവും ബിൽഡിംഗ് ഉണ്ടാക്കി അങ്ങനെ വിൽക്കുന്ന ആളുകളുണ്ടാവും, അത് ബിൽഡിംഗ് തന്നെ കച്ചവടമാണ്, അതെനിക്ക് പോകും. ഇയാൾ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ വാടകയ്ക്ക് അങ്ങനെ പോകുന്നുണ്ട്, ആ കിട്ടിയ വാടക പിന്നെ നോക്കിയാൽ മതിയാണ്.
ആ കിട്ടിയ വാടക നോക്കിയാൽ മതി. ആ കിട്ടിയ വാടക ഇയാളുടെ കയ്യിൽ കാശായിട്ട് അങ്ങനെ വന്നു. ആ കാശ് വന്നിട്ട് അയാൾ അതിന് ബാക്കി എത്രയാണ്ട് നിസാബത്തിന് വർഷം പൂർത്തിയായോ എന്നൊക്കെ അയാൾക്ക് കണക്കൂട്ടും. എന്തായാലും ആ ബിൽഡിങ്ങിന് നമ്മുടെ വാടകയിലുള്ള ആ കെട്ടിടത്തിന് സക്കാത്തില്ല. ആ കെട്ടിടത്തിന് എന്ന് പറഞ്ഞിട്ട് സക്കാത്തില്ല. എന്തുകൊണ്ടില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഖ്ഹിന്റെ നിയമങ്ങൾ പറയുന്നിടത്തൊക്കെ തന്നെ സക്കാത്ത് കൃത്യമായി നിർബന്ധമാവാനുള്ള 8 സിൻസുകൾ പറയുന്നുണ്ട്. അവിടെ നമ്മൾ ബിൽഡിംഗ് ഭൂമി എന്ന് പറയുന്നില്ല. പിന്നെ അത് സക്കാത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? കച്ചവട വസ്തു ആകുമ്പോഴാണ്. അത് കച്ചവട വസ്തു ആകുമ്പോഴാണ് സക്കാത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാത്ത കാലത്തോളം അതിൽ സക്കാത്തില്ല. അപ്പൊ അതിന് വാടക കിട്ടുന്നുണ്ട്. അത് വലിയ അപ്പോൾ ഉറക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ മതി. ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ മതി. കച്ചവടത്തിന് വേണ്ടി സ്ഥലം തന്നെ വാങ്ങണ്ട. ആരോഗ്യങ്ങളോട് കച്ചവടത്തിന് സ്ഥലം തന്നെ വാങ്ങണം, ബിൽഡിംഗ് ഉണ്ടാക്കരുത് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ബിൽഡിംഗ് ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഉള്ളിലുണ്ടാവും. അത് ഇത്ര ലാഭമല്ല. അതുകൊണ്ട് തന്നെ കാറ്റ് വരാത്ത ചിലപ്പോൾ അതുകൊണ്ടിരിക്കാനും. അഥവാ ബിൽഡിംഗ് ഉണ്ടായി അതുകൊണ്ട് മാത്രം ഇയാൾക്ക് ഇതില്ല, സക്കാത്ത് വരുന്നത്. എന്നുപോലെ ഇയാൾക്ക് കുറെ ബസ്സുണ്ട്. ഈ ബസ് ഇയാൾക്ക് അങ്ങനെ ഓടുന്നുണ്ട്, മെയിനിൽ ഓടുന്ന ബസ്. ആ ബസ്സിനെ വേണ്ടിയിട്ട് ഇയാൾക്ക് സക്കാത്തില്ല. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അദ്ദേഹത്തിന് കാശായിട്ട് വരും. നമുക്ക് നേരത്തെ സാധാരണ കാശിന് സക്കാത്ത് എന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അവിടെ വരും. കാരണം അതൊന്നും സക്കാത്ത് ഉള്ളതിൽ നമ്മൾ ഈ അസ്നാഫിൽ കൂട്ടിയിട്ടില്ല. അത് ബിൽഡിംഗ് ഉണ്ടായാലും മുതലാളി അവർ നേരത്തെ പറഞ്ഞത് എല്ലാ മുതലാളിമാരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങണമെന്ന് അതന്നെ സക്കാത്ത്. എല്ലാ മുതലാളിമാരുടെ കയ്യിൽ ഒരാളും വിടരുത്. എല്ലാവരും നടന്നു നോക്കുക. അയാളൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല, നമ്മുടെ വാട് അങ്ങോട്ടൊന്നും വാങ്ങണം, അതല്ല സക്കാത്ത്. നമ്മുടെ നാർഗൂലി ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാള് ഒരു രാത്രി വണ്ടി ഭയങ്കര പോക്കായപ്പോ റോട്ടിലുള്ള എല്ലാ കുണ്ടിലും ചാടി. അവസാനം ഒരു കുണ്ട് ബാക്കിയായി. ഒരാളാണ് സെൽവി ആ കുണ്ട് ചാടിയിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി ഒരു മുതലാളിനെയും വിടാത്ത ഒന്ന് അതല്ല സക്കാത്ത്. അതുകൊണ്ട് സക്കാത്ത് വിഭാഗത്താണ്. അത് എവിടൊക്കെ വേണമെന്നുള്ള കൃത്യമായിട്ട് ഹദീസിന്റെയും ഖുർആനിന്റെയും വെളിച്ചത്തിൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയുമാണ് അതിൽ പ്രധാനമായി പറയാൻ ഉദ്ദേശിച്ചത്. അവസാനമായി ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇവർക്ക് ചോദിക്കാൻ സമയം കണ്ടില്ല. ഒന്നുകൂടി അവകാശികൾ 8 വിഭാഗമാണ് ഖുർആൻ പറയുന്നത്. إنما الصدقات للفقراء والمساكين والآمنين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ഈ 8 വിഭാഗങ്ങളാണ്. ഇന്ന് ഫുഖറാവ് മിസ്കിന്മാരെ ഓരോന്നും വിശദീകരിക്കാൻ സമയം കുറച്ച് കൂടുതൽ എടുക്കും. ഫുഖറാവ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാവം. അയാൾക്ക് ഇതിൽ ഒന്നുമില്ല. അയാൾക്ക് ഒരു ദിവസം ഒരു 10 രൂപ അയാളുടെ ജീവിതത്തിന് ആവശ്യമുണ്ട്. അയാൾക്ക് ഒരു 6 പോലും കിട്ടണം, 4 പോലും കിട്ടണില്ല. അയാളുടെ ഫഖീർ. മറ്റേ മിസ്കീൻ അയാൾക്ക് ആവശ്യമായ 10ലേക്ക് ഒരു 8 കിട്ടുന്നുണ്ട്. അങ്ങനെ സാധാരണ സമാര് പറയാറുള്ളത്. 10ലേക്ക് ഒരു 8 കിട്ടുന്നുണ്ട് എങ്കിൽ അയാൾ മിസ്കീനാണെന്ന് പറയും. നമ്മൾ ഒരാളോട് ചോദിച്ചാൽ നാട്ടിൽ പോയിട്ട് എങ്ങനെ ചോദിച്ചാൽ ഒരു നിലക്ക് മുന്നോട്ട് പോകില്ലെത്താറ് അയാൾ ഫഖീറാണെന്ന് അർത്ഥം. മറ്റൊരാൾ ചോദിച്ചാൽ ആ തട്ടുമുട്ട് എങ്ങനെയാണ് പോകുന്നുണ്ട്, അയാൾ മിസ്കീനാണ്. അതന്നെ അതിനുള്ള മാനദണ്ഡമാണ് പറയാൻ പറ്റും. പഠിച്ച വെല്ലുവിളിച്ചു നമ്മൾ ഫുഖറാവ് മിസ്കീന്മാര്. പിന്നെ അൽ ആമിലീന അലൈഹ, ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ആ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഖലീഫ നിശ്ചയിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെതായ ഇത് വേണം. ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഖലീഫ നിശ്ചയിക്കണം. കാരണം നമുക്കത് ഇത് സമ്പത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞ സ്വതക്കയുടെ സമ്പത്തിന്റെ കാര്യമാണത്. അതിൽ ആരെങ്കിലും കയറിയിട്ട് ഇടപെട്ടാൽ അത് കൃത്യമായിട്ട് അതിന് അറിവിലേക്ക് എത്തുന്നത്. ചക്കരക്കുളത്തിൽ കൈയിട്ടാൽ സക്കാത്തിൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ആ ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഖലീഫക്ക് അങ്ങനെ ചെയ്യാം. അത് ആമിനികളൊക്കെ വെച്ച് കൃത്യമായിട്ട് ചെയ്യാം. ഇത് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ വെറുതെ കാലിമാരുണ്ട്. ആ കാലിമാർക്ക് അങ്ങനെ ചെയ്യാമെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. അഭിപ്രായം പിടിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ആമിലിൻ അലൈഹ. അങ്ങനെ ചെയ്താൽ ഇയാൾ ഏൽപ്പിക്കുന്ന ആള് അതിന്റെ ആമിലിനായിട്ട് കൂട്ടാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് പല പണ്ഡിതന്മാരും. അപ്പൊ നമ്മുടെ നാട്ടിലാണ് കൂടി നമ്മുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഒരു ടേബിളൊക്കെ വാങ്ങി റൂമൊക്കെ എടുത്ത് സക്കാത്തുള്ളതിനെ കൊണ്ട് ഞങ്ങൾ കൊടുത്തോളം അറിഞ്ഞുകൊണ്ട് അതിന്റെ വിഹിതം ഞാനൊരു ആമിനെ അവന് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം അയാൾ ഔദ്യോഗിക ഏൽപ്പിച്ച ആളല്ല. അത് ഏൽപ്പിക്കേണ്ടവർ ഏൽപ്പിച്ചാലേ അതിന് വെച്ചുള്ളൂ. ആമിലിൻ അലൈഹ വൽ മുഅല്ലഫത ഖുലൂബുഹും. പൊതുവായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അതിന് കുറെ മാനദണ്ഡം പറയുന്നുണ്ട്, ഇസ്ലാമാക്കാൻ സമയമല്ല. അയാൾക്ക് നമ്മൾ സക്കാത്ത് കൊടുത്ത ഓടിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന കാരണമായിട്ട് ബാക്കിയുള്ളവർ കണ്ടാൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് കൊടുക്കല്. ഞാൻ വന്നാണ് ഫക്കീറോ മിസ്കീനോ ആണെങ്കിലോ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുക, അത് വേറെ കിടക്കാണ്. അയാൾ ഫക്കീറോ മിസ്കീനോ ആണ് എങ്കിൽ അയാൾക്ക് കൊടുക്കുക. അയാൾ മുഅല്ലഫത അയാൾ മനസ്സിലടങ്ങിയാലൊക്കെ കൊടുക്കുക അയാൾക്ക് ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ. പിന്നെ ഒരു ഭാര്യ വഫീദിഖാബി, അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി. അടിമകളെ മോചിപ്പിക്കുക. നമ്മൾ ഈ കാലത്ത് അത്ര നമുക്കില്ലാത്ത മുതലേക്ക് കടക്കുന്നില്ല. വല്ല വാര്യമീന, കടക്കാർ. അദ്ദേഹത്തിന് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായി ഉള്ള കട അയാൾ വാങ്ങി കടത്തിൽ കുടുങ്ങിയ ആള്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അത്യാഹിതങ്ങൾ വന്നിട്ട് വലിയ ബിസിനസ് ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് പൊളിഞ്ഞുപോയി, എന്തെങ്കിലും വലിയ നഷ്ടം വന്നുപോയി, അദ്ദേഹം ആകെ പൊളിഞ്ഞ് പാളീസായി ജീവിതം തന്നെ വഴി മുട്ടുന്ന സമയത്ത് അദ്ദേഹം ആ കടം വീട്ടാൻ ആവശ്യമായത് അദ്ദേഹത്തിന് സക്കാത്തായിട്ട് വാങ്ങാം. വല്ല വാര്യമീന വഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കള്.
അതും നമ്മുടെ ഈ കാലത്ത് നമുക്ക് അത്ര തന്നെ കാണുന്നില്ല. അങ്ങനെ യുദ്ധത്തിൽ ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വാങ്ങുകയും ചെയ്യാം. അതിന് ശരിയിൽ വഴിയാത്രക്കാരായ ആളുകൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയാതെ അയാൾ പ്രയാസപ്പെടുന്നുണ്ട്. ആ നാട്ടിലൂടെ അപ്പോൾ ഇതിന് സ്ഥിതി എന്ന് പറഞ്ഞു അയാളൊരു സ്ഥലത്തെത്തി, അവിടുന്ന് അയാൾക്ക് അങ്ങോട്ട് പോകാൻ അയാൾ ലക്ഷ്യത്തിലേക്ക് പോകാൻ ആവശ്യമായത് അയാളെ കയ്യിലൊന്നുകിൽ ആവശ്യമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും സക്കാത്ത് കൊടുക്കും. ചിലപ്പോൾ നാട്ടിലെത്തിയ അവിടെ പൈസ ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ അക്കൂർ നിശ്ചയം തന്നെയാണ്. നാട്ടിലെത്തിയാൽ വേണ്ടത്ര കാശ് മുതലൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇയാൾ വഴിയിൽ ഒടുങ്ങിപ്പോയി. അപ്പൊ ഇവിടെ ആൾക്കാർ വിസയിൽ വന്നാകെ കുടുങ്ങി നാട്ടിൽ പോകാൻ വകുപ്പില്ലാത്തവരുണ്ടാവും. സക്കാത്ത് കൊടുക്കാം. ഇതിന് സ്ഥിതിയിലാണ് അയാൾ. അതിന് സ്ഥിതിയിൽ ഇത്രയും ആളുകളാണ് പറയുന്നത്. ആ ആളുകൾ തന്നെ പറയുന്ന അടുത്ത പ്രധാനമായ നിബന്ധന പറയുന്നുണ്ട്, മുസ്ലിം ആയിരിക്കണം. വാങ്ങുന്ന ആൾ മുസ്ലിം ആയിരിക്കണം. ഇസ്ലാമിന് പുറത്തുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാൻ കർമ്മശാസ്ത്രം അനുവദിക്കുന്നില്ല. ഇസ്ലാമിന് പുറത്തുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാൻ വേറെ ഫണ്ടുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി അറിയിക്കാനല്ലാതെ സക്കാത്ത് അതിനുള്ളതല്ല. ഓരോന്നും അതിൻ്റെതായ ഒരു കണക്കുണ്ടല്ലോ, ഇത് അതിനുള്ളതല്ല. അതുപോലെ അവകാശക്കാരൻ കൊടുക്കേണ്ടത് നോക്കുക. അതിൽ ഇസ്ലാമിന് സക്കാത്ത് മാത്രമല്ല, അത് നമ്മൾ ചിന്തിക്കരുത്. പലപ്പോഴും സക്കാത്ത് വെച്ച് കാസർഗോഡ് പറയുന്നതിന് ചോദിക്കൽ എങ്ങനെയാണ് കിട്ടണ നമ്മൾ ഏത് തിരുവരോ അതൊക്കെ സക്കാത്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതിന്റെ സദക്കാണ് സംഭവം ഇല്ലാതെ പോകും. സദക്ക ഇസ്ലാമിന് വേറുണ്ട്. സക്കാത്ത് കൊണ്ട് അവരിക്കലും നിൽക്കുന്നതല്ലത്, ഇന്ന് പോകേണ്ടതല്ല സദക്ക, അത് വേറെയാണ്. സക്കാത്ത് ഇതിനുള്ളതാണ്. അയാൾ മുസ്ലിം ആവണം കൊടുക്കുന്നത്. അയാൾ കൃത്യമായിട്ട് അയാളെ പരിശോധിച്ച് ഇയാൾ വാങ്ങാതൊക്കെ നിസ്കരിക്കുന്ന ആളാണോ അങ്ങനെ അടിഞ്ഞാറായി നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരാൾ സക്കാത്ത് കൊടുക്കണമെന്നൊക്കെ ഒരാൾ ഇങ്ങനെ കടന്നു വന്നു. അയാൾ കടന്നു വന്നപ്പോൾ ഇയാൾക്ക് കണ്ടപ്പോൾ അയാൾക്ക് നിസ്കരിച്ചത് കണ്ടോ അങ്ങനെ പേരിൽ മുസ്ലിമാർക്ക് ഇറക്കാന്നല്ലാതെ അയാളൊന്ന് ടെസ്റ്റ് നടത്തി. ഇയാൾ നിസ്കരിച്ചിട്ടുണ്ട് ചോദിച്ചു. ആ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. സുബി എത്ര റക്കാത്ത് ചോദിച്ചു. ഇയാൾക്ക് സുബി എത്ര റക്കാത്തറബേ പണ്ട് മദ്രസിൽ പഠിച്ച സമയത്ത് കുറെ റക്കാത്തുകൾ കേട്ടിട്ടുണ്ട്. 2, 3, 4, 8, 20 തറാവി ഒക്കെ ഇയാൾ കേട്ടിട്ടുണ്ട്. ഏതപ്പോ പറയേണ്ട ഇയാളാ കൺഫ്യൂഷൻ. ഏതായാലും ഇപ്പൊ കുറേണ്ട ആൾ കൂപ്പറ 4 ലക്ഷായത്ത് പറഞ്ഞു. ഇപ്പോഴും 4 ലക്ഷായത്ത് ഓടാവിടുന്ന 4 ലക്ഷായത്ത് സുബി സ്റ്റേഷൻ എനിക്ക് സക്കാത്ത് ഓടാവിടുന്ന് പറഞ്ഞു. അയാൾ ആകെ നിരാശനായി തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ വേറെ ആൾക്കാരെ വരണേ എടുക്കണോ ചോദിച്ചാൽ ഞാൻ ആചാര്യർക്ക് സക്കാത്ത് എങ്ങാൻ പോവാണ്. ആ സക്കാത്ത് എങ്ങാനാ സ്പെഷ്യലുണ്ട് ചോദിച്ചു. ഇയാൾ അവിടെ നിന്ന് ഇയാൾ ഇന്റർവ്യൂ എടുത്തി. ഈ പോണാള് ഞാൻ സ്പെഷ്യൽ കണ്ടു. സുബി എത്ര റക്കായത്ത് ചോദിച്ചു. 2 റക്കായത്താണ്. അല്ലേ ഞാൻ 4 റെഡിച്ച് കിട്ടിയിരുന്നു. അപ്പൊ അതിന്റെ 2 കൊണ്ടാണ് എന്നിട്ട് 4 റെഡൊക്കെ കിട്ടിയിരുന്നു. ഞാൻ 2 കൊണ്ടാണ് ഞാൻ എന്റെ റക്കാത്തിന് പറഞ്ഞു. അങ്ങനെ വരുന്നവരെ സ്പെഷ്യൽ നടത്തിയിട്ട് ആൾ നോക്കേണ്ട കാര്യമില്ല. മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് കൊടുക്കാം. ഈ പറഞ്ഞ അവകാശപ്പെട്ടവനാണെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൃത്യമായി ഇസ്ലാമിന്റെ നിയമപ്രകാരമുള്ള സക്കാത്ത് സമൂഹം കൃത്യമായി കൊടുത്തു വന്നാൽ തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ തീരാൻ അതുതന്നെ ധാരാളമാണ്. ഞാൻ നേരത്തെ ആദ്യമായി പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടായിരുന്നു, പരമേശ്വരൻ നായരുടെ ഒരു കൺക്ലൂഷൻ. ഇദ്ദേഹം ആ ശതമാന കണക്കുകളൊക്കെ പറഞ്ഞിട്ട് 3 ആളുടെ സ്വത്ത് സമാനാണെന്നൊക്കെ അയാൾ പറഞ്ഞു വെച്ചിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള ഏറ്റവും സമ്പന്നരായ 200 മുതലാളിമാര്, നേരത്തെ പറഞ്ഞത് 200 മുതലാളിമാരുടെ സ്വത്ത് ലോകത്ത് 240 കോടി ജനങ്ങളുടെ സ്വത്തിന് സമാനമാണെങ്കിൽ അധികമാണെന്ന് പറഞ്ഞാൽ 200 മുതലാളിമാർ അവരുടെ സ്വത്തിന്റെ 2% സൗജന്യമായി നൽകാൻ തയ്യാറായാൽ ലോകത്തുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി വിദ്യാഭ്യാസം നൽകാൻ തയ്യാറുണ്ട്. ലോകത്തുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി വിദ്യാഭ്യാസം നൽകാം. ഈ 200 മുതലാളിമാര് അവരുടെ സ്വത്തിന്റെ 2% സൗജന്യമായി കൊടുക്കാൻ തയ്യാറായാൽ മതി. ഇസ്ലാം പറയുന്നതോ 2% പോരാ, 2.5%. ഈ 200 പേർ മാത്രം പോരാ, ലോകത്തുള്ള അവകാശമായ മുതലാളിമാർ മുഴുവനും കൊടുക്കണം. ഒരിക്കൽ മാത്രം പോരാ, വർഷാവർഷം കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൊടുത്താൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല മുസ്ലിം സമൂഹത്തിന്റെ സകലമായ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹൃതമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. സാമ്പത്തിക സുരക്ഷയുള്ള സമൂഹമായി വളരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.